हरे कृष्णा प्रभु जी। हरे कृष्णा। हरे कृष्णा। ഹരേ കൃഷ്ണ. സർവശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. എല്ലാവർക്കും ഈ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. ഹരേ കൃഷ്ണ. ഞാൻ അംബിക മാതാജി. ഹരേ കൃഷ്ണ രതിദേവി മാതാജി. ഹരേ കൃഷ്ണ പത്മ മാതാജി. ഹരേ കൃഷ്ണ സബിത മാതാജി. ഹരേ കൃഷ്ണ ശാന്തകുമാരി മാതാജി. ഹരേ കൃഷ്ണ മാധവി രാധ മാതാജി. വെൽക്കം ബാക്ക്. ഒരുപാട് നാളിന് ശേഷം മാതാജിക്ക് എവിടെയോ തട്ടി, എവിടെയോ കാറ്റ് വീണടിച്ചപ്പോ സിഗ്നൽ റേഞ്ച് കിട്ടുന്നൊക്കെ പറഞ്ഞ പോലെ മാതാജിക്ക് ഇന്ന് എങ്ങനെയോ സൂം ഓപ്പൺ ആയി മാതാജി കയറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് നമുക്ക് പുതിയതായിട്ട് അപർണ മാതാജിയും കൂടെ കൂടിയുണ്ട് നമ്മുടെ കൂടെ. ഹരേ ഇവിടെ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സ്വാഗതം മാതാജി, എല്ലാവർക്കും സുസ്വാഗതം. അപ്പം പ്രഭുവിന് കയറാനായിട്ട് സാധിക്കില്ല, ഡ്യൂട്ടിയിലാണെന്ന് പറഞ്ഞിരുന്നു. ആ അപ്പം അപ്പൊ അങ്ങനെ ഇന്ന് ഇവിടെ ഇവരൊക്കെ ഏകദേശം ഒരു 3 വർഷമായിട്ട് ഈ ക്ലാസ്സുകളിലുള്ളതാണ്. മാക്സിമം ആൾക്കാരും. അപ്പം മാതാജി ഇതിൽ ഞങ്ങൾക്കൊരു 64 ഭക്തിവൃഷ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. അതിനുശേഷം ഭഗവത്ഗീത തുടങ്ങിയിട്ട് 4-ാമത്തെ അധ്യായം, 18 അധ്യായങ്ങളുള്ള ഭഗവത്ഗീതയിലെ 4-ാമത്തെ അധ്യായമായ അതീന്ദ്രിയ ജ്ഞാനമാണ് ഇപ്പൊ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം മാതാജിക്ക് ചിലപ്പോൾ ഒരുപക്ഷെ അത് നേരത്തെ ഒന്നും അങ്ങനെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ല എങ്കിൽ ഒരുപക്ഷെ ഇതൊരു എന്തൊക്കെയോ ഇതുപോലെ തോന്നുമായിരിക്കും. പക്ഷെ വളരെ കൂളായിട്ടിരുന്ന് കേട്ടിരുന്നാൽ മതി. ഗ്രാജുവൽ ആയിട്ട് മനസ്സിലാകും. കാര്യം നമ്മളെപ്പോഴും റിവിഷൻസ്, ഞാൻ ഇവരോട് ഇങ്ങനെ ചോദ്യം ചോദിക്കുന്ന കാണാമല്ലോ. അപ്പം അതൊരു റിവിഷൻസ് ആണ് ശരിക്കും പറയാം. നേരത്തെ പഠിച്ചതിന്റെ റിവിഷൻസ്, അവരുടെ ഓർമ്മയൊക്കെ ഒന്ന് നോക്കുന്നത്. അപ്പൊ ആ സമയത്ത് അത് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ ആദ്യം നമ്മൾ ചെയ്തത് ഹരിനാമ ജപമാണ്. നമ്മൾ ഇതിൽ ടേസ്റ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നാമജപമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്, കലിയുഗത്തിലെ യുഗധർമ്മമാണ്. അപ്പൊ ആ നാമജപത്തില് നമ്മൾ ആ നാമം ജപിക്കുന്ന ആരെ പറ്റിയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിൽ കൂടുതൽ വിശ്വാസവും ശ്രദ്ധയും നാമരുചി എന്ന് പറഞ്ഞൊരു സംഭവം, ടേസ്റ്റ്. അപ്പൊ അതെല്ലാം വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതും പഠിക്കുന്നതും എല്ലാം. ബാക്കിയുള്ള കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് നാമജപം തന്നെയാണ്. അപ്പം ആ നാമജപത്തില് വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മള് ഈ ഭഗവത്ഗീതയിൽ ഞാനൊരു ചെറിയൊരു ഇൻട്രഡക്ഷൻ പറഞ്ഞിട്ട് തുടങ്ങാം. എന്തായാലും മാതാജി പുതിയതായിട്ടായതുകൊണ്ട്, ഭഗവത്ഗീത എന്ന് പറയുന്നത് മഹാഭാരതത്തിലെ ശ്രീല വ്യാസദേവൻ രചിച്ച മഹാഭാരതത്തിലെ 6-ാമത്തെ സ്കന്ധമായ ഭീഷ്മപർവത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ അതിലെ 700 ശ്ലോകങ്ങൾ മാത്രമാണ് ഭഗവത്ഗീതയായിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഇപ്പൊ ഇവിടെ പഠിക്കുന്നത്. അപ്പൊ ഈ ഭഗവത്ഗീത ശരിക്കും മഹാഭാരത ഒരു യുദ്ധമുഖത്തിൽ വെച്ചിട്ടാണ് ഭഗവത്ഗീത ഉപദേശിച്ചു കൊടുക്കുന്നത്. മഹാഭാരതത്തിലെ യുദ്ധക്കളത്തിൽ വെച്ചിട്ട് പരമദിവ്യോത്തമ പുരുഷനായ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനനായിക്കൊണ്ട് ഉപദേശിച്ച ഏകദേശം 45 മിനിറ്റ് അവര് തമ്മിലുള്ള ആ ഒരു സംഭാഷണമാണ് നമ്മൾ ഈ 700 ശ്ലോകങ്ങളിലായിട്ട് കാണുന്നത്. നമ്മൾ ഈ 45 മിനിറ്റ് അല്ല, 45 മണിക്കൂറല്ല, 45 വർഷങ്ങളല്ല, 45 യുഗങ്ങൾ എടുത്തു കഴിഞ്ഞാലും ഈ ഭഗവത്ഗീത നമുക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാകില്ല. കാര്യം അത് അത്രയ്ക്ക് കണ്ടന്റ് ആണ്. ഇത് ഒരിക്കലും ഔട്ട്ഡേറ്റഡ് ആകുന്നില്ല. സാധാരണഗതിയിൽ നമ്മൾ പണ്ടൊക്കെ പഠിച്ച കാര്യങ്ങളൊക്കെ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും അത് ആവർത്തന വിരസത നമുക്ക് തോന്നും, അല്ലെ? ഇത് 5500 വർഷങ്ങൾക്ക് മുമ്പേ ഭഗവാൻ ആ യുദ്ധമുഖത്തിൽ വെച്ചിട്ട് അർജുനനായി പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ നമ്മളത് ഇപ്പോൾ കേട്ടിട്ട് അത് ഇപ്പോഴും എവർ ഫ്രഷ് ആണ്. കലിയുഗം 4,32,000 വർഷമുണ്ട്. ഇപ്പൊ ഒരു 5500 വർഷങ്ങളെ കഴിഞ്ഞിട്ടുള്ളൂ കലിയുഗം തുടങ്ങിയിട്ട്. അപ്പൊ ഇതിന്റെ എൻഡിൽ കേട്ട് കഴിഞ്ഞാലും അപ്പോഴും എവർ ഫ്രഷ് ആയിരിക്കും ഭഗവത്ഗീത. അപ്പൊ അതാണ് ഭഗവത്ഗീതയുടെ ഒരു പ്രത്യേകത. കാര്യം അതെന്താണ്? ഭഗവാന്റെ തിരുമുഖത്തിൽ നിന്ന് വന്നതായതുകൊണ്ടാണ് അതിന് ഇത്ര ഇമ്പോർട്ടന്റ്, അല്ലെ? ഇത് വേദങ്ങളിൽ നിന്നും ഉപനിഷത്തുകളിൽ നിന്നൊക്കെ എടുത്തിട്ട് അതിന്റെ സത്ത് അല്ലെങ്കിൽ ആ അമൃത അല്ലെങ്കിൽ ആ ഹണി, ആ ഒരു പോർഷനാണ് ഈ ഭഗവത്ഗീതയായിട്ട് നമുക്ക് തന്നിരിക്കുന്നത്. കാര്യം വേദങ്ങളിലൊക്കെ പഠിക്കണമെങ്കിലൊക്കെ നമുക്ക് ഈ കലിയുഗത്തിൽ ആർക്കാ സാധിക്കുന്നത്? അപ്പം അതുകൊണ്ട് അതിന്റെ എല്ലാം കൂടെ ഒരു സത്ത് കടഞ്ഞെടുത്ത് സർവോപനിഷദോ ഗാവോ ദോഗ്ധ ഗോപാലനന്ദന ദുഗ്ധം ഗീതാമൃതം മഹത് എന്ന് പറഞ്ഞിട്ട് ശങ്കരാചാര്യര് പാടിയിട്ടുണ്ട്, അല്ലെ? എല്ലാ ഉപനിഷത്തുക്കളെയും ഒരു പശുവായിട്ട് ഉപമിക്കുകയാണെങ്കിൽ ആ പശുവിനെ
ആര് കറവക്കാരനായിട്ടുള്ള ഭഗവാനായിട്ടുള്ള കറവക്കാരൻ ആ പശുവിനെ കറക്കുന്നു. അർജുനനായിട്ടുള്ള കിടാവ് എന്ത് ചെയ്യുന്നു? അതിലെ പാല് നുകരുന്നു. അതിന്റെ പാലിന് എന്താണ് പേര് പറയുന്നത്? ഗീതാമൃതം. ആ പാലിന് ഓക്കെ. പറയുന്നതാണ് ഗീതാമൃതം. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് ഇതാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പം അർജുനനായി കൊണ്ട് പറഞ്ഞിരിക്കുന്ന അർജുനനായിട്ടല്ല, ഈ മാനവരാശിക്ക് വേണ്ടിയിട്ട് മൊത്തമാണ് ഇത് പറയുന്നത്. നമ്മൾ ഓരോരുത്തരും അർജുനന്മാരാണ് അല്ലെ. അർജുനൻ സാധാരണപ്പെട്ട ഒരു വ്യക്തിയല്ല. അർജുനൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ എന്താണ് ബന്ധുവാണ്. ഭഗവാന്റെ അച്ഛൻ പെങ്ങളുടെ മകനാണ്. അച്ഛൻ വസുദേവരുടെ പെങ്ങളായ കുന്തി ദേവിയുടെ പുത്രനാണ്. അപ്പൊ ബന്ധുവാണ്. അതുപോലെ സമപ്രായക്കാരനാണ്. അതുകൊണ്ട് കൂട്ടുകാരനാണ്. അതേപോലെ തന്നെ എന്താണ് ആ പിന്നീട് നമ്മൾ രണ്ടാമത്തെ അധ്യായത്തിൽ കണ്ടു അർജുനൻ ഭഗവാനോട് പറയുന്നത്, എന്നെ ഒരു അങ്ങേ ഞാൻ ഗുരുവായിട്ട് കാണുന്നു എന്ന് പറഞ്ഞിട്ട് എന്നെ ശിഷ്യനായിട്ട് സ്വീകരിച്ചാലും എന്ന് പറയുന്നുണ്ട്. ശിഷ്യസ്തേഹം ത്വാഹിമാം എന്ന് പറഞ്ഞിട്ട് ആ ഒരു ശ്ലോകത്തിൽ പറയും, എന്നെ ശിഷ്യനായിട്ട് അംഗീകരിച്ചിട്ട് അങ്ങ് കണക്കാക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ സമയം തൊട്ട് ശിഷ്യനാകുന്നു. 15ാമത്തെ അധ്യായത്തിൽ വിശ്വരൂപ ദർശനം ചെല്ലുമ്പോഴത്തേനും അത് ഭഗവാനായിട്ട് കാണുന്നു. അപ്പൊ ഈ ഒരു ചേഞ്ചസ് ആണ് അല്ലെ. അപ്പം ആദ്യം ബന്ധുവായിരുന്നു, അത് കഴിഞ്ഞിട്ട് സുഹൃത്തായിരുന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് ഗുരുവായിട്ട് കണ്ടു, പിന്നെ സാക്ഷാൽ ഭഗവാനായിട്ട് കാണുന്ന ആ ഒരു അവസ്ഥ, സ്റ്റേജ് ചേഞ്ചസ് ആണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹരേ കൃഷ്ണ. ഗീതാ മാതാജി വിവോ ഇതുവരെ മാറ്റിയില്ലല്ലേ? ഞാൻ ഓർത്ത് ആരാണ് ഈ വിവോ മാതാജി എന്ന്. ഓക്കെ, മാറ്റിയില്ല. ഹരേ ഹരേ കൃഷ്ണ. അപ്പൊ അങ്ങനെ കണ്ട ഈ ഭഗവത്ഗീതയില് നമ്മൾ 18 അധ്യായങ്ങൾ 700 ശ്ലോകങ്ങൾ. അതില് ഒരു ശ്ലോകങ്ങളും അത്ര ഇമ്പോർട്ടന്റ് അല്ല എന്ന് പറയാണ്ട് നമുക്ക് മാർഗമില്ല. കാര്യം എല്ലാം തന്നെ ഭഗവാൻ പറഞ്ഞിരിക്കുന്ന കാരണം ഇമ്പോർട്ടന്റ് ആണ്. അപ്പം അതിൽ നമ്മൾ പ്രധാനപ്പെട്ട 5 കാര്യത്തെ പറ്റിയാണ് പറയുന്നത്. 5 കാര്യങ്ങൾ. ജ്ഞാനാംബിക മാതാജി, ഏതാണ് 5 കാര്യങ്ങൾ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുള്ള? മൈക്ക്. ആത്മാവ്, പരമാത്മാവ്, പ്രകൃതി, പ്രകൃതി പോയി ആത്മാവ്, ഓർമ്മക്കുറവല്ലേ? പ്രായം കൂടി ചെല്ലുമ്പോൾ നമുക്കെല്ലാം ഓർമ്മക്കുറവാണല്ലേ. ആത്മാവ്, ജീവാത്മാവ്, പ്രകൃതി, കാലം, കർമ്മം. ഓഹോ, കുറച്ചൊക്കെ ശരിയായി. ആണോ? കാലം, കറുപ്പ്, ആത്മാവ്, 1-2 ഒക്കെ ശരിയായി. കാലം, കർമ്മം ശരിയാ. കാലം, കർമ്മം, പ്രകൃതിയും ശരിയാന്ന് തോന്നല്ലേ? പ്രകൃതി ശരിയാ. ശരി. ശശികല പിന്നെ മാതാജി. ജീവാത്മാവ് ഈശ്വര, പ്രകൃതി, ജീവ, കാല, കർമ്മം. ഹരിബോൾ. അപ്പൊ ഈശ്വര, ആരാണ് ഈശ്വരൻ? ഭഗവത്ഗീതയിൽ ഞാനിപ്പോ ഇത് എടുക്കാനായിട്ട് കാര്യം, റിവിഷൻ ആയിട്ടൊന്ന് എടുക്കാൻ കാര്യം, നമുക്കിന്ന് പുതിയതായിട്ടൊരു മാതാജി ഉണ്ട്. അപ്പൊ ആ മാതാജിക്ക് വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഒന്നുകൂടെ ഇത് എടുക്കാന്ന് വിചാരിച്ചത്. അത് റിവിഷൻ അപ്പൊ നിങ്ങൾക്കൊക്കെ തന്നെ ഒരു ഇതാകും. അതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾക്കൊന്ന് പുറകിലേക്കൊന്ന് പോകാനായിട്ട് സാധിച്ചില്ലേ? ഈശ്വര, ആരാണ് ഈശ്വരൻ? പരമദിവ്യോത്തമ പുരുഷനായിട്ടുള്ള സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ. ഒരേ ഒരു ദൈവമേ ഉള്ളു അല്ലേ. നമ്മൾ കണ്ടല്ലോ, ഏകോ ദേവം ദേവകി പുത്രദേവം. ഒരേ ഒരു ദൈവമേ ഉള്ളൂ. അത് നമ്മള് ഹൈന്ദവ ധർമ്മത്തിൽ, സനാതന ധർമ്മത്തിൽ ഒരുപാട് ദൈവങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ആക്ഷേപമുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഒരേ ഒരു ദൈവമേ ഉള്ളൂ. അപ്പൊ ഭഗവത്ഗീത മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്, ആരാണ് ഈശ്വരൻ? ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിർ ആദിർ ഗോവിന്ദ സർവകാരണ കാരണം. എല്ലാ കാരണങ്ങൾക്കും കാരണമായിട്ടുള്ള ആ ഒരേ ഒരു ഈശ്വരനാണ് ഗോവിന്ദൻ. ഈ ഒരു സത്യം മനസ്സിലാക്കി അത് അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഭഗവത്ഗീത എന്തെങ്കിലും മനസ്സിലാകുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം, ചെയ്തേ പറ്റുള്ളൂ. കാര്യം വേദങ്ങളും ശാസ്ത്രങ്ങളും ഒക്കെ ഒന്നിച്ച് പറയുന്ന ഒരേ ഒരു കാര്യമാണ് അല്ലെ. നമുക്കിപ്പം ആധികാരികമായിട്ട് നമ്മള് എന്താണ്, നമ്മളുടെ അച്ഛൻ ആരാണെന്ന് ചോദിക്കാൻ നമുക്ക് ചോദിക്കേണ്ട ആൾ ആരാണ്? അതിന്റെ അധികാരപ്പെടുത്തിയിരിക്കുന്ന ആൾ അമ്മയാണ് അല്ലെ. അമ്മയോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയും, ഇന്ന ആളാണ് നിന്റെ അച്ഛൻ അല്ലെ. അത് ആധികാരികമായ ഒരു പ്രമാണമാണ്. അതിലൊരു വ്യത്യാസവുമില്ല. കാര്യം അമ്മയാണ് അതിന്റെ ആധികാരികമായിട്ടുള്ള അധികാരി. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഭഗവാൻ ആരാണെന്ന് അറിയാനായിട്ട് ആധികാരികമായിട്ടുള്ള വേദങ്ങളും ഉപനിഷത്തുകളും എല്ലാം മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞ ഒരു വ്യക്തിക്ക് കൃത്യമായിട്ടും ആചാര്യൻ അല്ലെങ്കിൽ ഗുരു പറഞ്ഞു തരും,
ഇതാണ് ഭഗവാൻ ഗോവിന്ദൻ. അപ്പൊ ഈശ്വര. അടുത്ത എന്താണ്? ജീവ. ഇപ്പൊ ജീവ എന്ന ആരാണ്? നമ്മൾ ജീവാത്മാക്കൾ. ജീവാത്മാക്കൾ ആരാണ്? ആ ജീവാത്മാവ്. ജീവാത്മാവും ഭഗവാനും തമ്മിലുള്ള ബന്ധം എന്താണ്? നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താണ്? നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിലും പറഞ്ഞു കഴിഞ്ഞു. അതായത് ഭാഗവതം ക്ലാസ്സിലും എന്താണ് ബന്ധം? ഭഗവാന്റെ അംശം, ഭഗവാന്റെ ശാശ്വത അംശമാണ് അല്ലെ? മമേവാംശ ജീവലോകെ ജീവഭൂത സനാതന എന്ന് പറഞ്ഞ ആ ശ്ലോകത്തിൽ കൂടെ നമ്മൾ കണ്ടു. നമ്മൾ ഭഗവാന്റെ ശാശ്വത അംശമാണ്. പിന്നെ ഗുണത്തിൽ നമ്മൾ രണ്ടുപേരും ഒന്നാണ്. ഭഗവാനുമായിട്ട് ഗുണത്തിൽ ഒന്നാണ്, പക്ഷെ അളവിൽ വ്യത്യാസമുണ്ട്. ഭഗവാൻ വിഭുവും നമ്മൾ അണുവുമാണ്. ഭഗവാൻ ഒരു മഹാസമുദ്രമാണെങ്കിൽ നമ്മൾ അതിൽ ഒരു തുള്ളി വെള്ളമാണ് എന്ന് നമ്മൾ കണ്ടു. ഭഗവാൻ ഒരു സ്വർണ്ണഖനിയാണെങ്കിൽ നമ്മൾ അതിൽ 1 ഗ്രാം സ്വർണമാണെന്ന് നമ്മൾ കണ്ടു അല്ലെ? അത്രയും വ്യത്യാസമുണ്ട് അല്ലെ? കാര്യം ഭഗവാൻ ഈ ഗുണങ്ങളെല്ലാം മുഴുവനായിട്ടുണ്ട്. നമുക്ക് അതില് ചെറിയ അംശങ്ങളേ ഉള്ളൂ. ഭഗവാനിൽ ഉള്ളത് തന്നെയാണ് നമുക്കും നമ്മുടെ കയ്യിലും ഉള്ളത് എന്ന് നമ്മൾ വിചാരിക്കണം. കാര്യം നമ്മളുടെ പിതാവിന്റെ ഒരുപാട് ഗുണങ്ങൾ നമുക്കെല്ലാം ഉണ്ടല്ലേ? ചിലപ്പോൾ നിറമായിരിക്കാം, ചിലപ്പോൾ കണ്ണിന്റെ ഷേപ്പ് ആയിരിക്കാം, ചിലപ്പോൾ ഇവിടെ ഒരു മറുകായിരിക്കാം. എന്ന് പറയുന്ന പോലെ ഭഗവാനിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മളിലും ഉള്ളത് അല്ലേ? അപ്പം അടുത്ത എന്താണ്? ഈശ്വര, ജീവ നമ്മൾ കഴിഞ്ഞു. അടുത്ത എന്താണ്? അടുത്ത കാലം അല്ലെ? കാലം. കാലം. പ്രകൃതി എന്താണ്? ഭഗവാന്റെ തന്നെ ഒരുപാട് തരത്തിലുള്ള പ്രകൃതി ഉണ്ട്. അതിലെ നമ്മൾ പ്രധാനപ്പെട്ട പ്രകൃതി അന്തരംഗ ശക്തിയും ബഹിരംഗ ശക്തിയും കണ്ടു അല്ലെ? തടസ്സ ശക്തിയാണ് നമ്മളെന്നും കണ്ടു അല്ലെ? പ്രകൃതി. അപ്പൊ എന്താണ് പ്രകൃതി? ഭഗവാൻ ഈ ബാഹ്യ പ്രകൃതിയെ സൃഷ്ടിച്ചതും അതിനെന്തൊക്കെ കർത്തവ്യങ്ങളാണ്? അതായത് പ്രകൃതി ശക്തികൾക്ക് എന്താണ്? യാതൊരു വിവേചനവും ഇല്ല അല്ലെ? പ്രകൃതി ശക്തി എന്താണ്? എവരി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. നമ്മൾ ന്യൂട്ടൺസ് തേർഡില് പഠിച്ചിട്ടുണ്ട് അല്ലെ? എന്ന് പറഞ്ഞ പോലെയാണ് അല്ലെ? നമ്മൾ കൂടുതലായിട്ട് പ്രകൃതിയെ ചൂഷണം ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേന് എന്താണ്? പ്രകൃതി തിരിച്ച് അറ്റാക്ക് ചെയ്യും. അപ്പൊ അവിടെ ആരൊക്കെ ഉണ്ടെന്നൊന്നും പ്രകൃതിക്ക് ഇതില്ല. കാര്യം പ്രകൃതിയുടെ നിയമങ്ങൾക്ക് എന്താണ്? യാതൊരു തരത്തിലുള്ള അയവുകളും ഇല്ല. പ്രകൃതി വളരെ ശക്തമാണ്. അപ്പൊ അവിടെ ഭഗവാന്റെ ഭക്തരുണ്ടോന്നോ അങ്ങനെ ആരുണ്ടോന്നോ നോക്കത്തില്ല. ആ ഒരു പ്രദേശത്തെ മുഴുവൻ പ്രകൃതി ഇല്ലായ്മ ചെയ്യും. പ്രകൃതിയുടെ നിയമങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള മാറ്റങ്ങളും ഇല്ല. എന്നാൽ ഒരാളുടെ പ്രത്യേകിച്ച് മമതയോ അങ്ങനെ കൂട്ടലും കുറച്ചിലും ഒന്നുമില്ല. പക്ഷെ ഭഗവാന്റെ അന്തരംഗ പ്രകൃതിക്ക് എപ്പോഴും ജീവാത്മാക്കളോട് എപ്പോഴും ഒരു എന്താണ്? കാര്യം അമ്മയാണ് അല്ലെ? അന്തരംഗ പ്രകൃതി രാധാറാണിയാണ് അല്ലെ? ആ ഒരു സ്നേഹവും വാത്സല്യവും എല്ലാം ഉണ്ടായിരിക്കും. പിന്നെ അടുത്ത് എന്താണ്? കാലം, ടൈം. കാലം എന്ന് പറഞ്ഞ എന്താണ്? ടൈം. ഭഗവാൻ എപ്പോഴും പറയുന്നുണ്ട് ഞാൻ കാലമാണ്, കാലസ്വരൂപനാണ് എന്ന് പറയുന്നുണ്ട് അല്ലെ? ടൈം നമുക്കറിയാം. ഈ നമുക്ക് നഷ്ടപ്പെട്ട സമയം എപ്പോഴും തിരിച്ചു കിട്ടാറുണ്ടോ? ഭയങ്കര വാല്യൂ ആണ് അല്ലെ? ഒരു നഷ്ടപ്പെട്ടു പോയ കാര്യം എനിക്ക് പഴയ ഞാൻ ഇന്നലെ അത് ചെയ്യേണ്ടായിരുന്നു. ഇന്നലെ പോയി നമുക്ക് പുറകോട്ട് പോയി ചെയ്യാനായിട്ട് പറ്റുമോ? ഇല്ലല്ലേ? ഇന്നലെ ചെയ്യേണ്ട കാര്യം ഇന്നലെ തന്നെ ചെയ്യണമായിരുന്നു അല്ലെ? ഒരിക്കലും നഷ്ടപ്പെട്ട സമയം തിരിച്ചു കിട്ടത്തില്ല. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഭഗവാനെ നഷ്ടപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അത്ര പ്രഷ്യസ് ആണ് അല്ലെ? ടൈം പോലെ തന്നെ അത്ര പ്രഷ്യസ് ആണ്. അപ്പൊ നമ്മളെല്ലാം കാലത്തിന് ഇമ്പോർട്ടന്റ്, ടൈമിന് ഇമ്പോർട്ടന്റ്. നമുക്ക് ഭഗവാൻ തന്നിരിക്കുന്ന ഈ ടൈം എപ്പോഴാണ് നമ്മളുടെ അന്ത്യം എന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല. അപ്പോൾ ഏത് സമയത്തും നമുക്ക് അവസാനം സംഭവിക്കാം, എന്ത് സംഭവിക്കാം. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? നമ്മൾ ഈ സമയം നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈ കാലചക്രത്തെ മാറ്റാനായിട്ട് ഭഗവാൻ മാത്രമേ പറ്റുള്ളൂ. പക്ഷെ ഭഗവാൻ പോലും ആ കാലചക്രത്തെ മാറ്റാനായിട്ട് വളരെ വിരളമായ സാഹചര്യങ്ങൾ, അതായത് ഭക്തന് വേണ്ടിയിട്ട് മാത്രമേ ഉള്ളൂ ഭഗവാൻ കാലചക്രത്തെ തിരിക്കാൻ ശ്രമിക്കാറുള്ളൂ അല്ലെ? നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ മഹാഭാരതത്തിൽ കൂടെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ? എന്തായിരുന്നു? ഒരു പ്രാവശ്യം നകുലൻ പറഞ്ഞത് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഗ്രഹണം വരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ വിളിച്ചു വരുത്തിയ കാര്യം അറിയാം. പ്രഭാസ തീർത്ഥത്തിലൊക്കെ വന്നിട്ടല്ലേ? എന്നിട്ട് ഗ്രഹണമാക്കി. നകുലൻ പറഞ്ഞു ഈ ഗ്രഹണം കഴിഞ്ഞു പോയെങ്കിൽ ഗ്രഹണത്തിന് മുൻപേ ആണ് ഈ യുദ്ധം നടക്കുന്നെങ്കിൽ കൗരവർക്കാണ് വിജയം എന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ നകുലൻ പറഞ്ഞത് ഫലിക്കുകയും വേണം, അതുപോലെ തന്നെ കൗരവർ ജയിക്കാനും പാടില്ല. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്തു? അവിടെ പ്രഭാസ തീർത്ഥത്തിൽ പോയി അവിടുന്ന് സൂര്യനെയും ചന്ദ്രനെയും എല്ലാം വെച്ചിട്ട് അമാവാസി വ്രതം അനുഷ്ഠിക്കാനായിട്ട് പോയി അല്ലെ? അവിടെ എന്ത് ചെയ്തു? സൂര്യനെയും ചന്ദ്രനെയും നേരെ വിളിച്ചു വരുത്തിയപ്പോ ഇവർ രണ്ടുകൂടെ ഒരു രേഖയിൽ വന്നു കഴിഞ്ഞാൽ, നേർരേഖയിൽ വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? ഗ്രഹണം. അങ്ങനെ ഗ്രഹണം സംഭവിച്ചു. അതിനുശേഷമാണ് യുദ്ധം നടന്നത്. അപ്പൊ ഇത് എന്ത് ചെയ്തു? കൗരവർക്ക് വിജയം ഉണ്ടായോ? ഇല്ല. അപ്പൊ അങ്ങനെ കാലത്തെ മാറ്റാനുണ്ട്. പിന്നെ രാധാറാണി കാലത്തെ തടഞ്ഞു നിർത്തിയാൽ നമുക്കൊരു കാര്യം അറിയാം അല്ലെ? ബാണ്ഡീര വനത്തിൽ വെച്ചിട്ട് രാധാകൃഷ്ണ ബാല്യ വിവാഹം നടന്ന സ്ഥലത്ത് വെച്ചിട്ട്
അതായത് ബാല്യവിവാഹം ബ്രഹ്മാവ് വന്നാണ് നടത്തി കൊടുക്കുന്നത്. നമ്മൾ ആ സ്ഥലത്ത് വൃന്ദാവനത്തിൽ വന്ന് എന്റെ കൂടെ വന്ന മാതാജിമാരൊക്കെ കണ്ടു കാണാം. നമുക്ക് 2-3 വൃക്ഷങ്ങൾ ഇങ്ങനെ നിൽക്കുന്നു, കൈയൊക്കെ കൊടുത്തിരിക്കുന്ന രീതിയിൽ. നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടാവുമോ? 3 വർഷം മുൻപേ നമ്മളെല്ലാം വൃന്ദാവനത്തിൽ പോയപ്പോൾ കണ്ടതാണ്. അപ്പം ആ ഒരു സമയത്ത് ഈ രാധാറാണി കാലത്തെ തടഞ്ഞു നിർത്തി. എത്ര കാലം ഇവരാ വിവാഹ ജീവിതം നയിച്ചു എന്നുള്ളത് ഒരാൾക്കും അറിയത്തില്ല. കാര്യം എന്താണ്? കാലചക്രത്തെ തടഞ്ഞു നിർത്തി. അതേപോലെ തന്നെ നമുക്ക് ഭഗവാൻ ഇതുപോലെ തന്നെ സുദർശനം കൊണ്ട് സൂര്യനെ തടഞ്ഞു നിർത്തി പകലിനെ രാത്രിയാക്കിയതൊക്കെ നമുക്കറിയാം. ഏത് ജയദ്രഥന്റെ ആ വധത്തിന്റെ സമയത്ത്. അങ്ങനെ ഒരുപാട് സന്ദർഭം ഉണ്ടായി. കാലം എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ? പിന്നെ അടുത്ത് എന്താണ്? കർമ്മം. നമ്മൾ ചെയ്യേണ്ട കർമ്മം എന്താണ്? സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണ വസ്തു. ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞ് നിർത്തുവാണ്, കാര്യം നമുക്ക് ടോപ്പിക് ഉള്ളതുകൊണ്ട്. അപ്പൊ മാതാജി 5 ടോപ്പിക്കാണ് പ്രധാനമായിട്ടും പുതിയതായിട്ട് വന്നതുകൊണ്ട് അതിനെ പറ്റിയൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ. ഹരേ കൃഷ്ണ. മാതാജിക്ക് മനസ്സിലാകുന്നുണ്ടോ? അത് വളരെ ഷോർട്ട് കട്ടായിട്ട് ഒരു സെന്റൻസിൽ ഞാൻ പറഞ്ഞു ഒതുക്കിയത്. മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഒറ്റ സെന്റൻസിൽ പറയേണ്ട കാര്യമല്ലത്. ഇതൊരു ഒരു യുഗങ്ങളിലായി പോകുന്ന ടോപ്പിക്കാണ്. ആചാര്യന്മാരൊക്കെ നമ്മളെ പോലെ അറിവില്ലാത്ത ആൾക്കാരൊക്കെ ഈ ഒരൊറ്റ സെന്റൻസിലൊക്കെ പറയുന്നതാണ്. ഇന്ന് ഒരുപാട് നാളിന് ശേഷം സൗഭാഗ്യവതി കലാമാതാജിയെ കണ്ടു. അതുപോലെ തന്നെ വളരെ സന്തോഷം. അതുപോലെ തന്നെ മാധവി രാധാ മാതാജി തിരുവനന്തപുരത്ത് നിന്നുള്ള 2 പേര് ഇന്ന് കയറിയിട്ടുണ്ട്. സന്തോഷം. ഒരു 4-6 മാസത്തോളം ആയെന്ന് തോന്നുന്നു. സൗഭാഗ്യവതി കാലാമാതാജി 1 വർഷത്തോളം ആയെന്ന് തോന്നുന്നു. നമ്മളുടെ ഹരേ കൃഷ്ണ പ്രഭുജി. കയറണതിന് പറ്റുന്നില്ല പ്രഭുജി, കുറെ ദിവസം. ഇപ്പൊ ഞാൻ മോനെ വിളിച്ച് മോനെ കൊണ്ട് ഇത് ഓണാക്കിച്ചൊക്കെയാണ് കയറാൻ പറ്റുന്നില്ല മുമ്പത്തെ പോലെ. അപ്പൊ പിന്നെ അങ്ങ് ഇരുന്ന് നാമം ജപിക്കും. ഇതെടുത്ത് വെച്ച് നോക്കിയിട്ട് കയറാൻ പറ്റാതാവുമ്പോ ഇന്ന് മനസ്സിനൊരു ഇത് വന്ന. അപ്പൊ ഞാൻ പിന്നെ അവിടെ ഇരുന്ന് മോനെ വിളിച്ച് മോനെ കൊണ്ട് ഓപ്പൺ ആക്കി. ശരി, സമയം കളയണ്ട പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഒരുപാട് സന്തോഷം. അപ്പൊ വീണ്ടും സ്വാഗതം സത്സംഗത്തിലേക്ക്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പൊ നമ്മള് എടുത്തുകൊണ്ടിരുന്ന അതീന്ദ്രിയ ജ്ഞാനത്തിലെ ഏത് ശ്ലോകങ്ങളാണ് ഇന്ന് എടുക്കേണ്ടതെന്ന് ഓർമ്മയുണ്ടോ? അതീന്ദ്രിയ ജ്ഞാനം ഇതിനെപ്പറ്റി ഞാൻ 29, 30, 31. അപ്പൊ നമ്മള് അതീന്ദ്രിയ ജ്ഞാനത്തെ പറ്റി ഞാൻ ഒന്ന് ഷോർട്ടായിട്ട് ഒരു സെന്റൻസിൽ പറഞ്ഞേക്കാം. 28 ആണ്. 28, 29, 30 ആണ്. അതെല്ല. 28, 29, 30. ഓക്കെ, നോക്കട്ടെ. ഞാൻ പോസ്റ്റ് എടുത്ത് ഒന്നുകൂടെ നോക്കിയേക്കാം. 28, 29, 30 ശരിയാണ്. 28, 29. അപ്പം നമ്മള് അതീന്ദ്രിയ ജ്ഞാനം എന്താണെന്ന് മാതാജിക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞേക്കാം. അതീന്ദ്രിയ ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധാരണഗതിയിലുള്ള അറിവുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പരിസരത്ത് കാണുന്ന ഈ ചുറ്റോടി ചുറ്റും നമ്മൾ കാണപ്പെടുന്ന കാര്യങ്ങളൊക്കെ അല്ലെ, ഭൗതിക പ്രകൃതി, അതുപോലെ തന്നെ അവിടെ നമ്മൾ നിത്യേന കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളുടെ ഈ കണ്ണിനും അതുപോലെ തന്നെ ഈ പഞ്ചേന്ദ്രിയങ്ങൾക്കൊക്കെ ഗ്രഹിക്കാൻ പറ്റുന്ന സംഭവങ്ങളാണ്. പക്ഷെ ഭഗവാനെ പറ്റിയുള്ള കാര്യങ്ങൾ കാണാനായിട്ട് നമ്മൾ ഈ സാധാരണഗതിയിലുള്ള നമ്മളെ ഈ അവയവങ്ങൾക്ക് മനസ്സിലാകുന്നതിലും ഉപരിയാണ്. അതിലുപരി ചിന്തിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണല്ലോ മറ്റുള്ള വിശ്വാസികൾക്ക് ഇത് അന്ധവിശ്വാസം, ഇതിനൊക്കെ എന്താണ് പ്രമാണമുണ്ടോ, തെളിവുണ്ടോ, ഇതെങ്ങനെ ഒരു ലാബിൽ തെളിയിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ പുച്ഛിച്ചു തള്ളുന്ന കാര്യങ്ങളാണ് ഇതല്ലേ. അപ്പൊ നമുക്കിത് മനസ്സിലാകണമെങ്കിൽ എന്താണ് നമ്മളുടെ അന്തരംഗ ചക്ഷുഷ് അല്ലെങ്കിൽ നമ്മളുടെ എന്താണ് ഉള്ളിലിരിക്കുന്ന ആ ഒരു നമ്മളുടെ 6th സെൻസ് അങ്ങനെയൊക്കെ പറയാം. കാര്യം നമുക്ക് ഇതിനകത്ത് ഒരു ബ്രഹ്മദേവന്റെ ആയുസ് വരെ പോലും നമുക്ക് ഒരു പേജിൽ എഴുതിയാൽ തീരത്തില്ല. അത്രയും പൂജയിട്ട് നമ്മൾ മടക്കും അല്ലെ. അപ്പൊ ഇതൊക്കെ നമ്മൾക്ക് മനസ്സിലാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടുകളാണ് അല്ലെ. അപ്പൊ ഭഗവാനെ പറ്റിയുള്ള കാര്യങ്ങള്, ഭഗവാനെ പറ്റിയുള്ള ശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളൊരു വേറൊരു വീക്ഷണകോണിൽ ചിന്തിച്ച് മനസ്സിലാക്കേണ്ട ഒരു സംഭവമാണ്. സാധാരണ ഇതിലെ മെറ്റീരിയൽ പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ ഭൗതികതയുടെ ആ ഒരു പ്ലാറ്റ്ഫോമിൽ ആയിരിക്കരുത് ഒരിക്കലും ഭഗവാനെ പറ്റി നമ്മൾ മനസ്സിലാക്കാനും അറിയാനും. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഇത് വേറൊരു പ്ലാറ്റ്ഫോം, ഇന്ദ്രിയങ്ങൾക്ക് അതീതമായിട്ട് ചിന്തിച്ച് പോയിക്കൊണ്ട് ഇരിക്കണം. അപ്പൊ അതുകൊണ്ട് ആ അതീന്ദ്രിയ ജ്ഞാനം ഭഗവാൻ ആദ്യമായിട്ട് പറയുവാണ് അല്ലെ. ഭഗവാൻ പറയുവാണ്, ഇത് ഞാൻ വളരെ പണ്ട് ഈ ജ്ഞാനം ആർക്കാണ് ഉപദേശിച്ചു കൊടുത്തത്? സൂര്യദേവനായ വിവസ്വാൻ അത് ഇക്ഷ്വാകുവിന് അല്ല മനുവംശ പിതാവായ
മനുവിന്, പിന്നെ ഇക്ഷ്വാകുവിന്, അങ്ങനെ ഇതിങ്ങനെ പരമ്പരകള് അങ്ങ് മുറിഞ്ഞു പോയപ്പോൾ ഞാനിത് വീണ്ടും അർജുനനായിക്കൊണ്ട് ഉപദേശിച്ചു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു തുടങ്ങുവാണ്. അല്ലെ, ഞാൻ വീണ്ടും ഇത് അർജുനനായി കൊണ്ട് ഉപദേശിച്ചു എന്ന് പറഞ്ഞു തുടങ്ങുവാണ്. അപ്പൊ അതില് 28ാമത്തെ ശ്ലോകമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ദ്രവ്യയജ്ഞാസ്തപോ യജ്ഞ യോഗയജ്ഞസ്തദാപരേ സ്വാധ്യായ യജ്ഞ യജ്ഞാനയജ്ഞാശ്ച യദയ സംസിത വ്രത. ദ്രവ്യയജ്ഞാസ്തപോ യജ്ഞ യോഗയജ്ഞസ്തദാപരേ സ്വാധ്യായ യജ്ഞാനയജ്ഞാശ്ച യതയഃ സംസിത വ്രതഃ. ഹരേ കൃഷ്ണ. ദേവി മാതാജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭഗവത്ഗീത യഥാരൂപം, അധ്യായം 4, അതീന്ദ്രിയജ്ഞാനം, ശ്ലോകം 28. ഹരേ കൃഷ്ണ. ദ്രവ്യയജ്ഞസ്തപോ യജ്ഞ യോഗയജ്ഞസ്തദാ പരേ സാധ്യായ യജ്ഞാച്ച യതയ സംസിത. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഗീത മാതാജി. ഹരേ കൃഷ്ണ. ശ്ലോകം 28. ദ്രവ്യയജ്ഞസ്തപോ യജ്ഞ യോഗയജ്ഞസ്തഥാ പരേ സ്വാധ്യായ ജ്ഞാനയജ്ഞാശ്ച യതയ സംസിത വ്രത. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മല്ലിക മാതാജി. ഓം നമോ ഭഗവതി വാസുദേവായ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 4, ശ്ലോകം 28. ദ്രവ്യയജ്ഞാസ്തപോ യജ്ഞ യോഗയജ്ഞസ്തഥാ പരേ സ്വാധ്യായ ജ്ഞാനയജ്ഞാശ്ച യതയ സംസിത വ്രത. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ജ്ഞാനാംബി മാതാജി. പദാനുപദ തർജ്ജമ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. തഥാ അപ്രകാരം സംസിത വ്രത യതയാ ദൃഢവ്രതന്മാരായിരിക്കുന്ന യതികൾ ദ്രവ്യയജ്ഞ സ്വന്തമായവയെ എല്ലാം ത്യജിക്കുന്നു. തപോയജ്ഞങ്ങളിൽ ഏർപ്പെടുന്നു. യോഗയജ്ഞ അഷ്ടാംഗയോഗ പ്രകാരമുള്ള ത്യാഗം ചെയ്യുന്നു. അവരെ മറ്റു ചിലർ സാധ്യായ ജ്ഞാനയജ്ഞ വേദപഠനത്തിനും ആധ്യാത്മിക ജ്ഞാനത്തിനും സമ്പാദനത്തിനും വേണ്ടി എല്ലാം ത്യജിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇനി നമുക്കതിന്റെ വിവർത്തനം, ഭാവാർത്ഥം. ജയശ്രീല പ്രഭുപാദ്. സ്വയം പ്രതിജ്ഞാബദ്ധരായി ചിലർ തങ്ങൾക്കുള്ളതെല്ലാം ത്യജിച്ച് ബോധദീപ്തരാകുന്നു. മറ്റു ചിലർ കഠിനമായ തപശ്ചര്യകൾ അനുഷ്ഠിച്ചും അഷ്ടാംഗയോഗ പരിശീലനത്താലും അതീന്ദ്രിയ ജ്ഞാന പുരോഗതിക്കായിട്ടുള്ള വേദാധ്യയനത്താലും ഈ അവസ്ഥ കൈവരിക്കുന്നു. അതിന്റെ ഭാവാർത്ഥം നമുക്ക് ആരാണ് വായിക്കുന്നത്? ശശികല മാതാജി. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം ബൈ ശ്രീല പ്രഭുപാദ്. ജയ് ശ്രീല പ്രഭുപാദ്. ഈ യജ്ഞങ്ങൾ പല വിധത്തിലാണ്. വിവിധ ദാന കർമ്മങ്ങൾക്കായി കൈവശമുള്ളതെല്ലാം വിനിയോഗിക്കുന്നവരുണ്ട്. ഭാരതത്തിൽ ധനികരായ വ്യവസായികളും രാജാക്കന്മാരും ധർമ്മശാല, അന്നക്ഷേത്രം, അതിഥിശാല, അനാഥാലയം, വിദ്യാപീഠം മുതലായ ധർമ്മസ്ഥാപനങ്ങൾ നടത്തിപ്പോരുന്നു. ആശുപത്രികളും വൃദ്ധമന്ദിരങ്ങളും ദരിദ്രർക്ക് സൗജന്യമായി ചികിത്സ, വിദ്യാഭ്യാസം, ആഹാരം തുടങ്ങിയവ നൽകുന്നതിനുള്ള ഇത്തരത്തിലുള്ള ധർമ്മസ്ഥാപനങ്ങളും മറ്റു രാജ്യങ്ങളിലുമുണ്ട്. ഈ പ്രവർത്തനങ്ങളെയെല്ലാം ദ്രവ്യമയ യജ്ഞമെന്ന് പറയുന്നു. ചിലർ ജീവിതോത്കർഷത്തിനോ പ്രപഞ്ചത്തിൽ തന്നെയുള്ള ഉപരിലോകങ്ങൾ നേടാനോ ചാന്ദ്രായനം, ചാതുർമാസ്യം തുടങ്ങിയ വ്രതങ്ങൾ സ്വമേധയാ കൈക്കൊള്ളുന്നു. ഈ പ്രക്രിയകൾക്ക് ചില കർക്കശ നിബന്ധനകൾ അനുസരിച്ച് ജീവിക്കാമെന്ന് ശപഥം ചെയ്യേണ്ടതായി ഉണ്ട്. ഉദാഹരണമായി, ചാതുർമാസ്യ വ്രതം എടുക്കുന്ന ആൾ കൊല്ലത്തിൽ 4 മാസം, ജൂലൈ മുതൽ ഒക്ടോബർ വരെ ക്ഷൗരം ചെയ്യാൻ പാടില്ല. ചില പ്രത്യേക ആഹാരങ്ങൾ ഭക്ഷിക്കുവാനോ ദിവസത്തിൽ ഒന്നിലേറെ തവണ ആഹാരം കഴിക്കുവാനോ വീടിന് പുറത്തിറങ്ങുവാനോ പാടില്ല. ഇങ്ങനെ ജീവിത സുഖങ്ങൾ ഉപേക്ഷിക്കുന്നതാണ് തപോമയ യജ്ഞം. വേറെ ചിലർ പതാഞ്ജല യോഗപദ്ധതി പോലെ സ്വയം നിരപേക്ഷതയിൽ ലയിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള യോഗനിഷ്ഠയിലോ പ്രത്യേക സിദ്ധികൾക്കായുള്ള ഹഠയോഗം, അഷ്ടാംഗയോഗം എന്നിവയിലോ ഏർപ്പെടുന്നു. ചിലർ തീർത്ഥയാത്രകൾ നടത്തുന്നു.
ഭൗതിക ലോകത്തിൽ പൂർണ്ണ നേടം ചെയ്യുന്ന ഇവയെല്ലാം യോഗയജ്ഞങ്ങളാണ്. വൈദിക സാഹിത്യം, വിശേഷിച്ച് ഉപനിഷത്തുകൾ, വേദാന്ത സൂത്രങ്ങൾ, സാഖ്യദർശനം എന്നിവ വായിച്ചു പഠിക്കുന്നവരായിട്ട് ഇനിയും ചിലരുണ്ട്. സ്വാധ്യായജ്ഞമാണ് ഇതെല്ലാം. പഠനയജ്ഞത്തിൽ മുഴുകലാണ് ഇത്. ജീവിത ഉത്കർഷ സിദ്ധിക്ക് വേണ്ടി വിശ്വാസപൂർവം വിവിധ യജ്ഞങ്ങൾ അനുഷ്ഠിക്കുന്നവരാണ് ഈ യോഗികളെല്ലാം. നേരിട്ടുള്ള ഭഗവത് സേവനമായതുകൊണ്ട് ഇവയിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് കൃഷ്ണാബോധം. മുൻ പറഞ്ഞ യജ്ഞങ്ങൾ കൊണ്ട് സിദ്ധിക്കാവതല്ലാത്ത ഈ അവസ്ഥ കൃഷ്ണന്റെയോ കൃഷ്ണഭക്തന്റെയോ കാരുണ്യം കൊണ്ട് മാത്രമേ ലഭിക്കൂ. അതുകൊണ്ട് കൃഷ്ണാബോധം ദിവ്യമാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് 3 തരത്തിലുള്ള യജ്ഞങ്ങളെ പറ്റിയാണ് ഇതിനകത്ത് കണ്ടത് അല്ലെ. അപ്പൊ അതിനകത്ത് സ്വയം പ്രതിജ്ഞാബദ്ധരായി ചിലർ തങ്ങൾക്കുള്ളതെല്ലാം ത്യജിച്ച് ബോധദീപ്തരാകുന്നു. അപ്പം നമ്മൾക്ക് ഓരോ തരത്തിലുള്ള പ്രതിജ്ഞകളാൽ നമ്മൾ ബന്ധനസ്ഥരാകുന്നുണ്ട് അല്ലെ. നമ്മൾ അറിയാം, ഓരോരുത്തരും ഓരോ സമയത്ത് ഓരോ പ്രതിജ്ഞകൾ എങ്ങനെ എടുക്കും അല്ലെ. ആ പ്രതിജ്ഞകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭീഷ്മർ എടുത്തിരിക്കുന്ന പ്രതിജ്ഞകളൊക്കെ തന്നെ ഭീഷ്മർക്ക് അവസാനം വിനയായിപ്പോ അല്ലെ. നമ്മൾ അങ്ങനെ അതിൽ ഞാൻ കുരുക്ഷേത്രത്തിൽ ആദ്യം ഒരു പ്രതിജ്ഞ എടുത്തു. എന്താണ്? ഞാൻ സ്ത്രീകളുമായിട്ടൊരു സംബന്ധം ഉണ്ടാകില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഭീഷ്മർ എന്നുള്ള പേരൊക്കെ കിട്ടി. പിന്നീട് എന്താണ്, ഈ ഹസ്തിനപുരത്തിന്റെ ഉപ്പും ചോറുമാണ് കഴിക്കുന്നത്. അപ്പൊ ഹസ്തിനപുരത്തോട് എപ്പോഴും കൂറുണ്ട് എന്നുള്ള പ്രതിജ്ഞ എടുത്തു. അങ്ങനെ ഓരോ പ്രതിജ്ഞകൾ എടുത്തു. പിന്നെ അർജുനൻ ഇങ്ങനെ ഒരു പ്രതിജ്ഞ എടുത്തല്ലേ. എങ്ങനെയാണ്? സന്താനഗോപാല ആ ഒരു കഥ നടക്കുമ്പോഴത്തേനും എന്താണ്, ബ്രാഹ്മണന്റെ കുട്ടികൾ അടുത്ത 10ാമത്തെ കുട്ടി ഉണ്ടാകുമ്പോൾ അതിനെ ഞാൻ രക്ഷപ്പെടുത്തി തരാമെന്ന് പറഞ്ഞിട്ട് പ്രതിജ്ഞ എടുത്തു അല്ലെ. അങ്ങനെ ഈ പ്രതിജ്ഞകൾ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എന്താണ്, ആ പ്രതിജ്ഞകളൊക്കെ ഭഗവാനെ സാക്ഷ്യപ്പെടുത്തിയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രതിജ്ഞകൾക്കൊക്കെ ഒരു ഇതുണ്ട്. കാര്യം ഭഗവാന്റെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാകും. ഇതല്ലാതെ നമ്മളുടെ പേരിനോ പ്രശസ്തിക്കോ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ട ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ആ പ്രതിജ്ഞകളൊക്കെ തന്നെ വിഫലമാകുകയാണ് എന്ന് മനസ്സിലാകും. കാര്യം അതിൽ ഭഗവാന്റെ ഒരു ടച്ച് ഇല്ല. ഒരു കരസ്പർശം ഇല്ലാതെ വരുന്ന ആ സംഭവങ്ങൾക്കൊക്കെ തന്നെ പിന്നീട് പ്രശ്നമാണ്. അപ്പൊ അവര് തങ്ങൾക്കുള്ളതെല്ലാം ത്യജിച്ച് കർണൻ എടുത്ത ഒരുപാട് ശപഥങ്ങളുണ്ടല്ലേ. അങ്ങനെ കർണൻ എടുത്ത ശപഥങ്ങളൊക്കെ തന്നെ കർണന്റെ കവചകുണ്ടലങ്ങളൊക്കെ എന്ത് ചെയ്തു? ബ്രാഹ്മണർക്ക് ദാനം കൊടുക്കുന്ന ആളാണെന്നുള്ള കേൾവി കിട്ടാൻ വേണ്ടിട്ട് അതൊക്കെ ദാനം ചെയ്തു. അങ്ങനെ എന്താണ് സംഭവിച്ചത്? കർണന് സ്വന്തം ജീവൻ തന്നെ ത്യജിക്കേണ്ടി വന്നു അല്ലെ. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ എടുത്തു കഴിയുമ്പോൾ അവര് ബോധദീപ്തരായി കൊണ്ടിരിക്കുന്നു. മറ്റു ചിലർ കഠിനമായ തപശ്ചര്യകൾ അനുഷ്ഠിച്ചും അഷ്ടാംഗയോഗ പരിശീലനത്താലും അതീന്ദ്രിയജ്ഞാന പുരോഗതിക്കാനുള്ള വേദാധ്യയനത്താലും ഈ അവസ്ഥ കൈവരിക്കുന്നു. ഇപ്പൊ ചിലർ എങ്ങനെയാണ് ഈ ചെയ്യുന്ന ദാനവും ഇതൊക്കെ ഒരു തരം പരിത്യാഗമാണല്ലോ അല്ലെ. ഈ പ്രതിജ്ഞകൾ എടുക്കുന്ന എന്താണ്? ഒരു സ്ത്രീയുമായിട്ടൊരു സംസർഗവും ഉണ്ടാകില്ല എന്ന് പറഞ്ഞിട്ട് ഭീഷ്മർ ഒരു തപസ് എടുത്തു. വന്നിട്ട് ഇത് 4 തലമുറകള് അദ്ദേഹം ജീവിച്ചിരുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തിന്റെ മക്കളും കൊച്ചുമക്കളും അവരുടെ മക്കളും ഒക്കെ ഉള്ള പ്രശ്നങ്ങളിലെല്ലാം അദ്ദേഹത്തിന് ഇങ്ങനെ ഇൻവോൾവ് ആയി എന്താണ് സ്വച്ഛന്ത മൃത്യു എന്നുള്ള വരദാനം കൂടെ കിട്ടി അതിന്റെ കൂടെ. അതുകൊണ്ട് എന്ത് ചെയ്തു? ഇതെല്ലാം നിന്ന് കണ്ട് അനുഭവിക്കേണ്ടി വന്നു. ഈ ഈ പറയുന്ന ദുരാചാരങ്ങളെല്ലാം കണ്ട് മടുത്ത് ഇതെന്തിന് ഞാനിവിടെ ജനിച്ചു എന്ന് തോന്നുന്ന ഒരവസ്ഥയിലേക്ക് എത്തി അല്ലേ. അപ്പം ഇങ്ങനത്തെയുള്ള തപശ്ചര്യകള് അനുഷ്ഠിച്ചും ചിലരെന്താണ്, അപ്പൊ നമ്മൾ കുറെ പരിത്യാഗങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താണ് മറ്റു പല സിദ്ധികളും കിട്ടും. ഓരോ കാര്യങ്ങളൊക്കെ നമ്മൾ വേണ്ടാന്ന് വെക്കുകയാണ് അല്ലേ. അപ്പോൾ വളരെ ദാനി ധർമ്മിഷ്ഠൻ എന്നൊക്കെ വരുമ്പോഴത്തേക്ക് എന്താണ്, നമുക്ക് ചിലപ്പോൾ എങ്ങോട്ടേക്ക് പോകാൻ പറ്റും? ഇന്ദ്രലോകത്തിലേക്ക് അല്ലെ, സ്വർഗത്തിലേക്ക് പോകാൻ പറ്റും ഈ ഒരു ഇതിന് ശേഷം അല്ലെ. അപ്പൊ അങ്ങനെ ചിലരെന്താണ് അഷ്ടാംഗയോഗ പരിശീലനം. അഷ്ടാംഗയോഗം എന്താണ്? 8 അംഗങ്ങളുണ്ടല്ലേ. ഏതൊക്കെയാണ് അഷ്ടാംഗയോഗത്തിലെ 8? ഇത് ഓർമ്മയുള്ളവർ ആരാണ്? എനിക്ക് ഓർമ്മയില്ല കേട്ടോ. മാതാജിക്ക് ഓർമ്മയുണ്ടോ? ശശീല മാതാജി. യമ, നിയമ, ആസന, ധാരണ, പ്രത്യാഹാര, ബാക്കി ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? സമാധി ലാസ്റ്റ് ഉള്ളതല്ലേ. എനിക്കും ഓർമ്മയില്ല, ഞാൻ എവിടെയോ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ 8 അംഗങ്ങളുണ്ടല്ലേ. ഇതൊക്കെ ഈ അഷ്ടാംഗ യോഗ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ യോഗയ്ക്ക് പോകുന്ന ഇപ്പൊ ശ്രീ അവരൊക്കെ യോഗ ഒക്കെ ചെയ്യുന്നവരാണല്ലോ അല്ലെ.
അപ്പൊ അതിന്റെ ഓരോ സ്റ്റേജസ് ഇങ്ങനെ കടന്നു പോയിട്ട് ഒരു പ്രത്യേക ലെവലിൽ സമാധി സ്റ്റേജ് ഉണ്ടല്ലേ. ഈ സ്റ്റേജിലൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ശ്വാസത്തെയൊക്കെ നിയന്ത്രിച്ചിട്ട് നമ്മളുടെ പല ഇന്ദ്രിയങ്ങളെയും ഒക്കെ നമ്മൾ നിയന്ത്രിക്കാനും മനസ്സിനെയൊക്കെ നിയന്ത്രിക്കാനായിട്ട് ഒരുപാട് സാധിക്കുന്നുണ്ടല്ലേ. ഭയങ്കര ശ്വസന പ്രക്രിയകളിലൂടെയൊക്കെ ചിലപ്പോൾ വർഷങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യേണ്ടി വരും അല്ലെ. ആ ഒരു സമാധി സ്റ്റേജ് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സാധാരണപ്പെട്ട കാര്യമല്ല. ആ സമാധി സ്റ്റേജിലൊക്കെ എത്തിക്കഴിഞ്ഞിട്ട് ജീവാത്മാവിനെയും പരമാത്മാവിനെയും കൂടി സംയോജിപ്പിക്കുന്ന ഒരു പരിപാടിയിലേക്ക് എത്തിച്ചേരുമ്പോൾ അവിടെ നമ്മൾ ചതുർഭുജ നാരായണ രൂപത്തെ മെഡിറ്റേറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിലാണ് അങ്ങനെയുള്ള യോഗികൾക്ക് വൈകുണ്ഠത്തിലേക്ക് പോകാൻ സാധിക്കുന്നത്. അല്ലാതെ സ്വന്തമായിട്ടുള്ള ഇഷ്ടപ്രകാരം എന്താണ് ആത്മാവിനെ നെറുകം തലയിൽ കൂടെ പുറത്തേക്ക് വിടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെന്താണ് യോഗികൾ എന്ന് പറയുന്നത് അല്ലെ. ഇരുത്തി അടക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ? യോഗികളൊക്കെ ഇരുത്തിയാണ് അടക്കുന്നത്. ഇവിടെ നെറുകന്തലയിലാണ് പൊട്ടലുണ്ടാകുന്നത്. ഈ സഹസ്രാരദളപത്മം പൊട്ടിയിട്ടാണ് അവരുടെ ആത്മാവ് വെളിയിലേക്ക് പോകുന്നത്. നമുക്കൊക്കെ സാധാരണപ്പെട്ട ആൾക്കാർക്ക് എങ്ങനെയാ ജീവൻ പോകുന്നത്? നമ്മളുടെ 9 ദ്വാരങ്ങൾ, നവദ്വാരങ്ങളിൽ കൂടെയാണ് അല്ലെ. 9 ദ്വാരങ്ങളിൽ കൂടെയാണ് ജീവൻ വെളി പോകുന്നത്. 2 കണ്ണുകള്, 2 മൂക്ക്, വായ, 2 ചെവി, ജനനേന്ദ്രിയം, വിസർജനേന്ദ്രിയം. ഇതിലേതിൽ കൂടെ ആകാം ജീവൻ പോകുന്നത് അല്ലെ. അപ്പൊ അതിലേതിൽ കൂടെ എങ്കിലും ജീവൻ പോയി കഴിഞ്ഞുള്ള അവസ്ഥ എന്താണ്? നമ്മൾക്ക് ഇതിന്റെ ഓരോ ഇന്ദ്രിയങ്ങളുടെ അവസ്ഥ അനുസരിച്ചിട്ടുള്ള ഒരു ജന്മമായിരിക്കും കിട്ടുന്നത് അല്ലെ. ചിലർക്ക് കാണാം കണ്ണ് മിഴിച്ചിട്ട് അങ്ങനെ ആയിരിക്കും, കണ്ണിൽ കൂടെ ആയിരിക്കും ജീവൻ പോകുന്നത്. ചിലർ വായിക്കൂടെ നുരയും പതയും വന്ന് വായൊക്കെ പൊളിച്ച് നാക്കൊക്കെ നീട്ടി അങ്ങനെ ആയിരിക്കും ചിലരുടെ ജീവൻ പോകുന്നത്. ചിലർ കണ്ണ് മിഴിച്ച് അങ്ങനെ ഓരോ അവസ്ഥയാണ് ഓരോരുത്തർക്കും. ചിലർക്ക് നമ്മൾ എങ്ങനെയാ ജീവൻ പോകുന്നതെന്ന് പോലും അറിയില്ല. യോഗികളൊക്കെ ജീവൻ എന്ത് ചെയ്തു? അവർ പുറത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണ്? ഈ നെറുകന്തല മൂലാധാരത്തിൽ നിന്ന് ഈ ജീവനെ കയറ്റി 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 എത്ര പ്രോസസ് ചെയ്ത് എന്തുമാത്രം ഈ പടി 6 കടന്ന് ദേ ഇവിടെ ചെല്ലാൻ വേണ്ടിയിട്ട് എന്തുമാത്രം ബുദ്ധിമുട്ടാണല്ലേ. അപ്പൊ അത്രയൊക്കെ ചെയ്തിട്ടാണ് അവരുടെ ജീവനെ പുറത്തേക്ക് വിടുന്നത്. അപ്പം ആ ഇത് ഒരു തരം തപശ്ചര്യകളാണ് അല്ലെ. ഇതെല്ലാം തപശ്ചര്യമാണ്. ഈ പരിശീലനങ്ങളൊക്കെ തന്നെ നമ്മൾ ഓരോ സംഭവങ്ങളെ നമ്മൾ വെടിയുവാണ്, ഉപേക്ഷിക്കാൻ പരിശീലിക്കുകയാണ് അല്ലെ. തപശ്ചര്യകളാണ്. അപ്പം ഇങ്ങനെയുള്ള ഈ പുരോഗതിയൊക്കെ നേടുന്ന ആൾക്കാർ പലതരത്തിലുണ്ട്. അപ്പൊ അവരെ പറ്റി ഭാവാർത്ഥത്തില് നമ്മൾ പറയുന്നതാണ്. ഇതിനെപ്പറ്റി നമ്മൾ അനാഥാലയം ചെയ്യുന്നവരുണ്ട്, അതിഥിശാല വിദ്യാപീഠം ചെയ്യുന്നവരുണ്ട്, ഗോശാലകൾ ചെയ്യുന്നവരുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള അവർക്ക് ദാനം കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഈ ഇങ്ങനെയുള്ള ദാനങ്ങളെയൊക്കെ നമ്മൾ കൃഷ്ണബോധം പ്രൊമോട്ട് ചെയ്യുന്നുണ്ടോ? കാര്യം ഈ ദാനങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഇതിന്റെ പുണ്യം അനുഭവിക്കാനായിട്ട് ജനിക്കേണ്ടി വരും. ഇതിന്റെ പുണ്യം അനുഭവിക്കാണ്ട് ജനിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇപ്പൊ നമുക്ക് ഇവിടെയൊക്കെ കാണാം, ഇവിടെയൊക്കെ ഉള്ള ഖത്രികളൊക്കെ എന്താണ് 4ഉം 5ഉം കാറും 5ഉം 6ഉം ഗദാമമാരും ഗദാമയോ അങ്ങനെയൊക്കെ ആയിട്ട് എത്ര സുഖലോലുപരായിട്ടും കഴിയുന്നില്ല. ഇടത്തും വലത്തും വേലക്കാരൊക്കെ നിന്നിട്ടാണ് പോകുന്നത് അല്ലെ. അവർ ഈ സുഖലോലുപതയ്ക്ക് കാരണം എന്താണ്? അവരുടെ കഴിഞ്ഞ ജന്മത്തിൽ ഇതേപോലെ ഒരുപാട് നല്ല ദാനങ്ങളൊക്കെ ചെയ്തു. പക്ഷെ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം വന്നു കഴിഞ്ഞപ്പോ അവരൊരിക്കലെങ്കിലും ഭഗവാനെ ഓർക്കുവോ? ഇല്ല. അവർ ഈ സുഖമെല്ലാം അനുഭവിച്ച് സുഖലോലുപരായിട്ട് പിന്നീട് എന്താണ് മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് വീണ്ടും ലോവർ കാറ്റഗറിയിലേക്ക് ജനിക്കേണ്ടി വരും അതിന് പിന്നീടുള്ള ജന്മങ്ങളിൽ അല്ലെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ പറയുന്ന ദാനങ്ങളിലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലും അവിടെ ഭഗവാൻ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് അവിടെ ഇല്ല എങ്കിൽ ഇതിനെല്ലാം തന്നെ നല്ലത് ചെയ്തു കഴിഞ്ഞാലും മോശം ചെയ്തു കഴിഞ്ഞാലും അതിന് പ്രതിപ്രവർത്തനം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. അപ്പം ഈ പ്രവർത്തനങ്ങളെയൊക്കെ നമ്മൾ ദ്രവ്യമായ യജ്ഞം എന്ന് പറയുന്നു. അപ്പൊ നമ്മള് പറയാൻ പോകുന്ന 3 തരത്തിലുള്ള യജ്ഞങ്ങളിൽ നമ്മൾ ഇപ്പൊ കണ്ടത് അനാഥാലയം, വിദ്യാപീഠം, അതിഥിമന്ദലം, ധർമ്മശാല, അന്നക്ഷേത്രം ഇങ്ങനെയൊക്കെയുള്ള അതിനെ ദ്രവ്യമായ യജ്ഞം എന്നാണ് പറയുന്നത്. ദ്രവ്യം എന്ന് പറഞ്ഞ ഒരു വസ്തു അല്ലെ. മറ്റു ചില ജീവോത്കർഷത്തിനോ പ്രപഞ്ചത്തിൽ തന്നെയുള്ള ഉപരിലോകങ്ങൾ നേടാനോ ചന്ദ്രായണം, ചതുർമാസം തുടങ്ങിയ വ്രതങ്ങൾ സ്വമേധയാ കൈക്കൊള്ളുന്നു. അപ്പം ഈ ചാതുർമാസം എന്ന് പറഞ്ഞ വ്രതമുണ്ട് 4 മാസം അടുപ്പിച്ചിട്ട്. അത് കാർത്തിക മാസം കൊണ്ടാണ് തീരുന്നത് അല്ലെ ചാതുർമാസി വ്രതം. അപ്പൊ അതിൻ്റെ അകത്ത് നമുക്കറിയാം ഒരു മാസം, അതായത് ഈ ക്ഷൗരം ചെയ്യാൻ പാടില്ല. ഈ 4 മാസവും നമ്മുടെ വീട് വിട്ട് പുറത്തു പോകാൻ പാടില്ല. കട്ടിലിൽ നിന്നും കിടക്കാൻ പറ്റത്തില്ല, വെറും തറയെ കിടക്കണം. പിന്നെ എന്താണ്, ഒരു മാസത്തിൽ ചിലപ്പോൾ തൈര് ഉപേക്ഷിക്കണം, അടുത്ത മാസത്തിൽ പാലും പാലുൽപ്പന്നങ്ങൾ ഉപേക്ഷിക്കണം, ഒരു മാസത്തിൽ ഇലക്കറികൾ ഉപയോഗിക്കണം, ഒരു മാസം എന്താണ് പരിപ്പും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ, പയറും അങ്ങനെയുള്ള ഉപേക്ഷിക്കണം. ഇങ്ങനെയൊക്കെ ഉള്ളത് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ചന്ദ്രായണം ചാതുർമാസമൊക്കെ അനുഷ്ഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നേടാൻ പറ്റുന്നത്? കർക്കശ നിബന്ധനകളാണ് അല്ലെ. അപ്പൊ ഈ ചാതുർമാസ്യം അവരെവിടെയാണ് ചെല്ലുന്നത്?
ഇതിനെ തപോമയ യജ്ഞ എന്നാണ് പറയുന്നത്. നമുക്ക് ദേവലോക പ്രാപ്തിയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം. അതായത് നമ്മൾ ഉപരി ലോകത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഈ വ്രതങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പം ഈ ഇതിനെ തപോമയ യജ്ഞം എന്നാണ് പറയുന്നത്, ഈ ചാതുർമാസി അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പം ഇങ്ങനെയുള്ളവർ പലതരത്തിലുള്ള ജീവിത സുഖങ്ങൾ ഉപേക്ഷിക്കുന്നു. പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി. വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടണം, അതും നിലത്തേ കിടക്കാൻ പറ്റുള്ളൂ, അല്ലെ വേണം ദർഭ വിരിച്ച് ചാണകമൊക്കെ വിരിച്ച സ്ഥലങ്ങളിലാണ് കിടന്നുറങ്ങാൻ പറ്റുന്നത്. വീട് അതുപോലെ തന്നെ ഓരോ മാസത്തിലും ഭക്ഷണത്തിന്റെ കർശന നിയന്ത്രണം. ഇത്രയൊക്കെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉപരിലോകങ്ങളിലോ അല്ലെങ്കിൽ നമുക്ക് സ്വർഗലോകങ്ങളിലാണ് പോകാനായിട്ട് പറ്റുന്നത്, അല്ലെ? അപ്പൊ ഇതിനെ നമ്മൾ ആദ്യം കണ്ടു ദ്രവ്യമയ യജ്ഞം, ഇത് രണ്ടാമത് കണ്ട തപോമയ യജ്ഞം. വേറെ ചിലർ പാതഞ്ജല യോഗ പദ്ധതിയിലെ സ്വയം നിരപേക്ഷതയിൽ ലയിക്കാനായിട്ടുള്ള യോഗനിഷ്ഠയിലോ പ്രത്യേക സിദ്ധികൾക്കായിട്ടുള്ള ഹഠയോഗം, അഷ്ടാംഗയോഗം എന്നിവയിൽ ഏതെങ്കിലും ചെയ്യുന്നു. ഇപ്പൊ പതഞ്ജലിയുടെ യോഗസൂത്രത്തിൽ പറയുന്ന ഹഠയോഗമോ അഷ്ടാംഗ യോഗമോ ഒക്കെ ചെയ്തിട്ട് അവര് എന്ത് ചെയ്യുന്നു? അവര് മറ്റുള്ള ഈ നമ്മുടെ ബ്രഹ്മജ്യോതിസിൽ ലയിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാന്റെ ബ്രഹ്മജ്യോതിസ് എന്ന് പറഞ്ഞ ഇന്നലെ ഞാൻ കഴിഞ്ഞ ദിവസം ക്ലാസ്സിലും പറഞ്ഞു. എന്താണ് ഭഗവാന്റെ അവ്യക്തിഗത ബ്രഹ്മം, അല്ലെങ്കിൽ എന്താണ് നിർവ്യക്തിഗത ബ്രഹ്മം എന്നൊക്കെ പറഞ്ഞ രൂപമില്ലാത്ത ആ ഒരു തേജസ്സിൽ ലയിക്കാനായിട്ട് ആഗ്രഹിച്ചിട്ടുള്ള ആൾക്കാരാണ് അല്ലെ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ അവരങ്ങനെ പൂർണ്ണത നേടാനായിട്ട് ചെയ്യുന്നു. അപ്പൊ ഇതിനെ യോഗയജ്ഞം എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ദ്രവ്യയജ്ഞം കണ്ടു, തപോമയ യജ്ഞം കണ്ടു, യോഗയജ്ഞവും കണ്ടു. അപ്പോൾ വൈദിക സാഹിത്യം, വിശേഷിച്ച് ഉപനിഷത്തുകൾ, വേദാന്ത സൂത്രങ്ങൾ, സാങ്ഖ്യദർശനം എന്നിവ വായിച്ച് പഠിക്കുന്നവരായിട്ട് ഇനിയും ചിലരും ഉണ്ട്. അപ്പം ഈ പറഞ്ഞ പദ്ധതികളല്ലാതെ മറ്റു ചില കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. അപ്പൊ അത് സ്വാധ്യായ യജ്ഞം എന്നാണ് പറയുന്നത് അതിനെ. അതായത് നമ്മള് ഈ ഭഗവത്ഗീതയിൽ പറയുന്ന രണ്ടാമത്തെ അധ്യായം എന്താണ്? സാഖ്യയോഗം എന്നാണ് പറയുന്നത്, അല്ലെ? ഇത് ആരാണ് സാഖ്യയോഗത്തിന്റെ ഉപജ്ഞാതാവ്? കപില മഹർഷി. കപില മഹർഷി. കപില മഹർഷി ആരുടെ പുത്രനാണ്? ദേവഹൂതിയുടെയും പുത്രനാണ്, അല്ലെ? അദ്ദേഹമാണ് സാഖ്യ ശാസ്ത്രത്തിന്റെ ഉപജ്ഞാതാവ്. കപില മുനി ആരാണ്? അച്ഛനും അമ്മയൊക്കെ പറഞ്ഞ ആരാണ്? സാക്ഷാൽ ഭഗവാൻ തന്നെയാണ്, അല്ലെ? ഭഗവാന്റെ അവതാരമാണ്, അല്ലെ കപിലമുനി. അപ്പൊ ആ കപിലമുനി നമുക്ക് പറഞ്ഞു തന്ന ആ സാഖ്യശാസ്ത്രത്തിന്റെ അതേ പിടിയായിട്ടുള്ള ഒരു പകർപ്പാണ് ഭഗവത്ഗീതയിലെ രണ്ടാമത്തെ അധ്യായം. അതായത് ആത്മാവിന്റെ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ആത്മാവിനെ കുറിച്ച് പ്രധാനമായിട്ട് പറയുന്നത് ഭഗവത്ഗീതയിലെ 72 ശ്ലോകങ്ങളുള്ള രണ്ടാമത്തെ അധ്യായത്തിലാണ്. അപ്പൊ യോഗയജ്ഞം കണ്ടു, അതുപോലെ തന്നെ ഇത് നമ്മൾ സ്വാധ്യായ യജ്ഞം കണ്ടു. ഇപ്പൊ സ്വാധ്യായ യജ്ഞങ്ങളിൽ ഈ എന്താണ് സാഖ്യ ദർശനം, അതുപോലെ ഉപനിഷത്തുകൾ, വേദാന്ത സൂത്രങ്ങൾ. ഭഗവത്ഗീത ഒരു ഗീതോപനിഷത്ത് എന്നാണ് ഭഗവത്ഗീതയെ പറയുന്നത്. കാര്യം ഉപനിഷത്തിലുള്ള കാര്യങ്ങളിലൊക്കെ സംഗ്രഹമാണ് ഭഗവത്ഗീത, അല്ലെ? ഉപനിഷത്തുകളൊക്കെ വായിക്കുന്നതിന് പകരം നമുക്ക് ഭഗവത്ഗീത പഠിച്ചാൽ തന്നെ ഈ ജ്ഞാനമെല്ലാം നമുക്ക് കിട്ടും. അപ്പൊ പഠന യജ്ഞത്തിൽ മുഴുകലാണ് ഇത്. ജീവോത്കൃഷ്ട സിദ്ധികൾക്ക് വേണ്ടി വിശ്വാസപൂർവ്വം വിവിധ യജ്ഞങ്ങൾ അനുഷ്ഠിക്കുന്നവരാണ് ഈ യോഗികളെല്ലാം. നേരിട്ടുള്ള ഭഗവത് യജ്ഞം ആയതുകൊണ്ട് ഇവയിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് കൃഷ്ണാവബോധം. അപ്പൊ കൃഷ്ണാവബോധം എന്ന് പറഞ്ഞ ഈ പ്രോസസ് അല്ല നമ്മൾ ആദ്യം കണ്ട ആ ദ്രവ്യങ്ങളൊക്കെ ദാനം ചെയ്യുന്നതും, അതുപോലെ തന്നെ നമ്മൾ ഈ ചന്ദ്രമാസവും ചന്ദ്രായണവും, അതുപോലെ തന്നെ മറ്റൊരു വ്രതം ചാതുർമാസ്യം ഒക്കെ അനുഷ്ഠിക്കുന്ന പോലെയും അല്ല. അതുപോലെ തന്നെ സ്വാധ്യായ യജ്ഞമല്ല, യോഗയജ്ഞവും അല്ല ഈ കൃഷ്ണാബോധം എന്ന് പറയുന്ന പരിപാടി, അല്ലേ? ഇപ്പൊ കൃഷ്ണാബോധത്തിലെ അവസ്ഥ കൃഷ്ണന്റെയോ കൃഷ്ണഭക്തന്റെയോ കാരുണ്യം കൊണ്ട് മാത്രമേ അത് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് കൃഷ്ണാബോധം ദിവ്യമാണ്. അപ്പൊ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് നമുക്ക് ഭഗവാന്റെ ഭക്തരുടെ സത്സംഗത്തിൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്നു, അല്ലെങ്കിൽ ഒരു ഗുരുവിനെ തരുന്നു ഭഗവാന്റെ കാരുണ്യം കൊണ്ട്. കാര്യം ഭഗവാൻ നമ്മളുടെ എല്ലാം പരംപിതാവാണ്, അല്ലെ? ഒരു പിതാവിനും മാതാവിനും എപ്പോഴും ഇഷ്ടം എന്താണ്? മക്കളെല്ലാം നല്ലതായി നല്ല രീതിയിൽ നമ്മുടെ സ്വന്തം ഗൃഹത്തിലേക്ക് തിരിച്ചെത്തുക എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഇരിക്കുന്ന പിതാവിന് എപ്പോഴും നമ്മളെ സംബന്ധിച്ചിട്ട് നമ്മൾ ഏതെല്ലാം രീതിയിൽ വഴിപഴിച്ച് പോയി കഴിഞ്ഞാലും നമ്മളോട് യാതൊരു ദേഷ്യവും ഇല്ല. സമോഹം സർവഭൂതേഷു, എല്ലാവരോടും ഒരുപോലെയാണ്, അല്ലെ? അപ്പൊ അതുകൊണ്ട് ഭഗവാന്റെ അമിതമായ കാരുണ്യം ഇങ്ങനെ വഴിഞ്ഞൊഴുകുന്ന ആ ഒരു ഭഗവാൻ ഉള്ളത് കൊണ്ട് മാത്രം ഭഗവാൻ എന്ത് ചെയ്യും? നമ്മളെ ഏതെങ്കിലും സത്സംഗത്തിലോ ഏതെങ്കിലും ഭക്തന്മാരുടെ അടുക്കലോ പറഞ്ഞയക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുണ്യക്ഷേത്രത്തിലോ നമ്മളെ എത്തിക്കുന്നു. അങ്ങനെ പല രീതിയിൽ ഭഗവാൻ നമ്മളെ സഹായിക്കുന്നു. അപ്പൊ ആ സമയത്ത് നമ്മളത്
ആ ഒരു അവസരം വിനിയോഗിച്ചിട്ട് നമ്മൾ അവിടെ നിന്നിട്ട് ഉയരാനായിട്ട് ശ്രമിക്കണം അല്ലേ? അപ്പൊ ഒരു ഭക്തന്റെ കാരുണ്യം കൊണ്ടോ അല്ലെങ്കിൽ ഭഗവാന്റെ കാരുണ്യം കൊണ്ടോ മാത്രമേ നമുക്ക് കൃഷ്ണാവബോധം എന്ന് പറയുന്നത് കിട്ടുള്ളൂ. അപ്പൊ ഈ അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള കൃഷ്ണാവബോധം. ദ്രവ്യയജ്ഞം കണ്ടു നമ്മള്, പിന്നെ അടുത്ത് എന്താണ് തപോമയ യജ്ഞം കണ്ടു, യോഗയജ്ഞം കണ്ടു, സ്വാധ്യായ യജ്ഞം കണ്ടു. അടുത്ത് എന്താണ് കൃഷ്ണാവബോധം എന്ന് പറയുന്നതിലെ ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ആ ഒരു സംഭവമാണ് കണ്ടത്. അതൊരു ഈ പറയുന്ന പ്രക്രിയകളൊന്നും അനുഷ്ഠിക്കേണ്ട കാര്യമില്ല. ഭഗവാന്റെ കൃപയും, അത് ചിലപ്പോൾ അജ്ഞാത സുഹൃതികൾ ഉണ്ടാകാം, അജാമിലിനൊക്കെ സംഭവിച്ച പോലെ അജ്ഞാത സുഹൃതി, അല്ലെങ്കിൽ എന്താണ് ഒരു കൃഷ്ണഭക്തന്റെ കൃപ കൊണ്ട് നമുക്കിത് കിട്ടാവുന്നതാണ് അല്ലെ? ഇത്രയും വലിയ പാടൊന്നുമില്ല. നമ്മള് എന്താണ് കൃഷ്ണാവബോധം എന്ന് പറയുന്നത് വളരെ ഈസിയാണ്. ഈ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്ത 29ാമത്തെ ശ്ലോകം. 29. അപാനേ ജുഹ്വതി പ്രാണം പ്രാണേപാനം തഥാപരേ പ്രാണാപാന ഗതി രുദ്ധ്വാ പ്രാണായാമ പരായണ അപരേ നിയതാഹാര പ്രാണാൻ പ്രാണേഷു ജുഹ്വതി. അപാനേ ജുഹ്വതി പ്രാണം പ്രാണേപാനം തഥാപരേ പ്രാണാപാനഗതിരുദ്ധോ പ്രാണായാമപരായണ അപരേ നിയതാഹാര പ്രാണൻ പ്രാണേഷു ജുഹ്വതി. ഹരേ കൃഷ്ണ. നമുക്കത് വായിക്കാനായിട്ട് ഇനി ബാക്കിയുള്ളത് രാധിക മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 29. അപാനേ ജുഹ്വതി പ്രാണം പ്രാണേ പാനം തഥാ പരേ പ്രാണാപാനഗതിരുദ്ധ്വാ പ്രാണായാമപരായണ അപരേ നിയതാഹാര പ്രാണാൻ പ്രാണേഷു ജുഹ്വതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സുജന മാതാജി. മാതാജി വായിക്കുന്നുണ്ടോ ഇല്ലയോ? ഞാൻ വായിക്കട്ടെ? വായിക്കും. ഞാൻ വിളിച്ചായിരുന്നല്ലോ മാതാജി, കേട്ടില്ലേ? ഈ ഫോൺ വന്നായിരുന്നു ഇടയ്ക്ക്. അപാനേ ജുഹതി പ്രാണം പ്രാണേ അപാനം തഥാപരേ പ്രാണാപാനഗതിരുദ്ധോ പ്രാണായാമപരായണാഃ അപരേ നിയതാഹാര പ്രാണാൻ പ്രാണേഷു ജുഹതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. അടുത്തത് സബിത മാതാജി. ഹരേ കൃഷ്ണ. അപാനേ ജുഹ്വതി പ്രാണം പ്രാണേ പാനം തഥാ പരേ പ്രാണാപാനഗതിരുദ്ധ്വാ പ്രാണായാമപരായണ അപരേ നിയതാഹാര പ്രാണൻ പ്രാണേഷു ജുഹ്വതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മാധവി രാധ മാതാജി. ഹരേ കൃഷ്ണ. അപാനേ ജുഹ്വതി പ്രാണം പ്രാണേ പാനം തഥാ പരേ പ്രാണാപാനഗതിരുദ്ധ്വാ പ്രാണായാമപരായണഃ അപരേ നിയതാഹാര പ്രാണാൻ പ്രാണേഷു ജുഹ്വതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണകുമാരി മാതാജി, അതിന്റെ പദാനുപത തർജ്ജമ. ഹരേ കൃഷ്ണ. അപരെ മറ്റുള്ളവർ പ്രാണായാമപരായണന്മാർ അപാനഗതി പുറത്തേക്കും അകത്തേക്കും പോകുന്ന വായുവിന്റെ ഗതികളെ ശുദ്ധ നിയന്ത്രിച്ചിട്ട് അപാനെ താഴോട്ട് പോകുന്ന വായുവിൽ പ്രാണം പുറത്തോട്ട് പോകുന്ന വായുവിന് ജുഹ്യതി ഹോമിക്കുന്ന കഥ പ്രാണെ പുറത്തേക്ക് പോകുന്ന വായുവിൽ അപാനം ച അപാനനെയും ജുഹ്യതി ഹോമിക്കുന്നു. അപരേ വേറെ ചിലർ നിയതാഹാരന്മാരായിട്ട് നിയന്ത്രിതമായ ആഹാരത്തോടെ കൂടിയവരായിട്ട് പ്രാണങ്ങളെ പുറത്തേക്ക് പോകുന്ന വായുവിനെ പ്രാണേഷു പ്രാണങ്ങളെ യുഹ്യതി ഹോമിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് ഇവിടെ എന്താണ് ഭാവാർത്ഥത്തിൽ പറയുന്നതെന്ന് നോക്കാം. ഇതെല്ലാം 3-4 ശ്ലോകങ്ങളിലൊക്കെ തന്നെ നമ്മളിനി ധ്യാന യോഗത്തിലേക്ക് 6ാമത്തെ അധ്യായത്തിലേക്ക് പോകുമ്പോൾ അവിടെ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ധ്യാന യോഗത്തില്. അപ്പൊ അതിന്റെയൊക്കെ ഒരു പ്രാരംഭമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞു പോകുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു ഭാവാർത്ഥം നമുക്ക് നോക്കാം. ശ്രീരഞ്ജനി മാതാജി ഭാവാർത്ഥം വായിക്കുന്നു. ശാന്തകുമാരി മാതാജി.
ഒരാരും ഇല്ലയോ? പത്മമാതാജി വായിച്ചോളൂ. വായിക്കാം പ്രഭു, വായിക്കാം. ഞാൻ പറഞ്ഞു. എന്നാ വായിക്കോ. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം. ശ്വാസോച്ഛ്വാസ നിയന്ത്രണത്തിനായുള്ള ഈ യോഗ പ്രക്രിയ പ്രാണായാമം എന്നറിയപ്പെടുന്നു. ആരംഭത്തിൽ ഹഠയോഗ പദ്ധതി പ്രകാരം വ്യത്യസ്തങ്ങളായ ആസനങ്ങൾ അവലംബിച്ചുകൊണ്ടാണ് ഇത് ശീലിക്കുന്നത്. ആത്മസാക്ഷാത്കാര പുരോഗതിക്ക് വേണ്ടിയും ഇന്ദ്രിയ സംയമനത്തിനായും വേണ്ടി നിർദ്ദേശിക്കപ്പെട്ടതാണ് ഈ പ്രക്രിയകളെല്ലാം. ശരീരത്തിലുള്ള വായുവിനെ നിയന്ത്രിച്ച് തിരിച്ചു വിടുന്നതിന് ഈ പരിശീലനം സഹായിക്കുന്നു. അപാന വായു താഴോട്ട് പോകുന്നതും പ്രാണവായു മേലിലോട്ടുയരുന്നതുമാണ്. പ്രാണായാമ യോഗി എതിർദിശകളിൽ ശ്വാസത്തെ സഞ്ചരിപ്പിക്കുന്നു. രണ്ട് പ്രവാഹങ്ങളും തുല്യമായി പൂരകമെന്ന സ്ഥിതി കൈവരിക്കുന്നത് വരെ അത് തുടരുകയും ചെയ്യുന്നു. ഉച്ഛ്വാസം ശ്വാസത്തിൽ അർപ്പിതമാകുമ്പോൾ രേചകമെന്നും വായുപ്രവാഹങ്ങൾ രണ്ടും സ്തംഭിക്കുമ്പോൾ കുംഭകയോഗമെന്നും പറയുന്നു. ഈ കുംഭകയോഗം പരിശീലിച്ചിട്ട് ആത്മസാക്ഷാത്കാര പൂർണ്ണതയ്ക്കായി ജീവദൈർഘ്യം കൂട്ടാൻ സാധിക്കും. ബുദ്ധിമാനായ ഒരു യോഗി അടുത്ത ജന്മത്തിന് കാത്തിരിക്കാതെ ഈ ജന്മത്തിൽ തന്നെ പൂർണ്ണത കൈവരിക്കുവാൻ ആഗ്രഹിക്കുന്നു. കുംഭകയോഗ പരിശീലനം കൊണ്ട് യോഗി തന്റെ ജീവിതത്തെ ദൈർഘ്യം അനേകം വർഷങ്ങളായി വർദ്ധിപ്പിക്കുന്നു. കൃഷ്ണാവബോധം വന്ന ഒരാൾക്കാകട്ടെ എപ്പോഴും അതീന്ദ്രിയമായ ഭഗവത് സേവനത്തിൽ മുഴുകിയിരിക്കിയാൽ സ്വാഭാവികമായി തന്നെ ഇന്ദ്രിയ നിയന്ത്രണം സാധിക്കുന്നു. എല്ലായ്പ്പോഴും കൃഷ്ണന്റെ സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന അയാളുടെ ഇന്ദ്രിയങ്ങൾക്ക് മറ്റു കർമ്മങ്ങളിൽ ചെന്നുപെടാനാവില്ല. അതുകൊണ്ട് ജീവിതാവസാനത്തിൽ അതീന്ദ്രിയ തലത്തിൽ സ്വാഭാവികമായും അയാൾ എത്തിച്ചേരും. നിലയ്ക്ക് തന്റെ ഇഹലോക ജീവിതം ഗീതയിൽ പറയുന്നത് ഇയാൾ തന്നെ തന്നെ പദത്തിലേക്ക് ഉയർത്തപ്പെടുന്നു. ഭക്തിയോഗേന സേവതേ സ്വഗുണാൻ സമിതീന്ദ്രൈത്യതാൽ ബ്രഹ്മഭൂയായ കൽപ്പതേ. ഭഗവാന്റെ കലർപ്പില്ലാത്ത ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുന്ന ഒരാൾ പ്രകൃതിയുടെ ത്രിഗുണങ്ങളെ അതിക്രമിച്ച് ക്ഷണേന ആത്മീയ തലത്തിലേക്ക് ഉയർത്തപ്പെടുന്നു. കൃഷ്ണാവബോധവാനായ വ്യക്തിയുടെ തുടക്കം തന്നെ അതീന്ദ്രിയതയിൽ നിന്നാണ്. അയാൾ എപ്പോഴും ആ അവബോധത്തിൽ തന്നെ നിലകൊള്ളുകയും ചെയ്യും. അതുകൊണ്ട് പതനത്തിന്റെ പ്രശ്നമില്ല. അവസാനം അയാൾക്ക് അജിരേണ ഭഗവത് സന്നിധി പോകുകയും ചെയ്യും. കൃഷ്ണപ്രസാദം അഥവാ ഭഗവാന് ആദ്യം നിവേദിച്ച ആഹാരം മാത്രം ഭക്ഷിക്കുന്നത് കൊണ്ട് ആഹാര നിയന്ത്രണത്തിന്റെ ഫലം താനെ സിദ്ധിക്കുന്നു. ആഹാരം ചുരുക്കുന്നത് ഇന്ദ്രിയ സംയമനത്തിന് വളരെ സഹായകമത്രേ. ഭൗതിക ബന്ധങ്ങളിൽ നിന്നുള്ള മോചനം ഇന്ദ്രിയ സംയമനം ഇല്ലാതെ സാധ്യവുമല്ല. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. അപ്പൊ നമ്മൾ വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞല്ലേ. അപ്പൊ ഈ ശ്വാസോച്ഛ്വാസത്തെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞ പദ്ധതി നിങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, നല്ലതാണ്. പക്ഷെ അതാണ് ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള പദ്ധതി എന്ന് മാത്രം നമ്മൾ അങ്ങ് വിചാരിക്കരുത്. അത് ചെയ്യുന്നതുകൊണ്ടൊക്കെ കുഴപ്പം. ഒരുപാട് അസുഖങ്ങൾ നിയന്ത്രിക്കാൻ, മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റും. നമുക്ക് മനസ്സിൽ ഒരുപാട് ടെൻഷനും ഒക്കെ ഉണ്ടെങ്കിൽ ഈ യോഗയൊക്കെ ചെയ്യുന്നത് കൊണ്ടും ഒക്കെ നല്ലതാണ് അല്ലെ. യോഗ നമ്മൾ ശ്വാസത്തെ ഇങ്ങനെ ഒരുപാട് നാൾ പിടിച്ചു വെച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ആയുസ് നീട്ടാൻ സാധിക്കും. നമ്മള് കുംഭമേളയിലൊക്കെ പോയിരിക്കുന്ന ആൾക്കാർ കണ്ടു കാണും, അല്ലെ വീഡിയോയിൽ യൂട്യൂബിലൊക്കെ കണ്ടു കാണും. അവിടെ 400-450 വയസ്സിട്ടുള്ള ആൾക്കാരൊക്കെ വന്നിരിക്കുന്നത് അല്ലെ. ഒരു അസ്ഥിപഞ്ജരമായിട്ട് മുടികളൊക്കെ ഇങ്ങനെ ജടയൊക്കെ പിടിച്ചിട്ട് നിലത്ത് വരെ മുട്ടുന്ന രീതിയിൽ മുടികൾക്കൊക്കെ നീളം ഉണ്ടാകും, താടിയെല്ലാം മീശയൊക്കെ. അപ്പൊ അവർക്ക് എന്താണ്, അവര് ദിഗംബരരുമായിട്ടുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ട്, നാഗസന്യാസിമാരെ ഒക്കെ കണ്ടിട്ടുണ്ട് അല്ലെ. വസ്ത്രങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട്, കാര്യം അവര് ശരീരം എന്ന് പറയുന്ന സംഭവത്തെ അവർ കെയർ ചെയ്യുന്നില്ല. അവര് എന്താണ്, ആത്മാവും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ എന്താണ് ഭഗവാന്റെ നിർവ്യക്തിഗതമായിട്ടുള്ള രൂപമില്ലാത്ത ഒരു അവസ്ഥയിലാണ് അവർ മെഡിറ്റേറ്റ് ചെയ്യുന്നത് അല്ലെ. ഇപ്പൊ ശങ്കരാചാര്യരുടെ ഫോളോവേഴ്സ് ആണ് അവരൊക്കെ, ഈ പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ. അപ്പൊ ഈ പ്രാണായാമം, അപ്പൊ ഇങ്ങനെ ശ്വാസം ഇങ്ങനെ നിയന്ത്രിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ തന്നെ ആയുസ് നീട്ടി എടുക്കാനായിട്ട് സാധിക്കും അല്ലെ. ആ ഒരു പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ആയുസ് നീട്ടി വെച്ചിട്ട് നമ്മൾക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? അസുഖങ്ങളൊന്നും വരത്തില്ല. ഇങ്ങനെ ശ്വാസം നിയന്ത്രിച്ചു കഴിഞ്ഞ്
നമ്മളപ്പം വേറൊരു അല്പാഹാര എന്ന് പറഞ്ഞൊരു ശ്ലോകമുണ്ട്, ഉപദേശാമൃതത്തിലാണെന്ന് തോന്നുന്നു അല്ലെ. ആം, ആ ആ ഒരു ശ്ലോകത്തിൽ തന്നെ പറയുന്നത് നമ്മൾ ആഹാരം 3 നേരം കഴിക്കുന്ന 3 നേരം ആഹാരം കഴിക്കുന്ന വ്യക്തികൾ എന്താ പറയുന്നത്? 3 നേരം ആഹാരം കഴിക്കുന്ന കുട്ടികൾ യോഗി യോഗി രോഗി എന്നാണ് യോഗി പറയുന്നത് അല്ലെ. രോഗി. 2 നേരം കഴിക്കുന്ന ആൾക്കാര് യോഗി. അതുപോലെ 1 നേരം ആഹാരം കഴിക്കുന്ന ആൾക്കാര് അതല്ല യോഗി, 2 നേരം കഴിക്കുന്നത് തിരിച്ചുപോയി. ഭോഗിയല്ലേ? ആ 2 നേരം കഴിക്കുന്ന ആൾക്കാര് ഭോഗി, 1 നേരം കഴിക്കുന്ന ആള് യോഗി. അപ്പൊ ഇതാണ്, അതായത് യോഗി. 3 നേരം കഴിക്കുന്ന ആൾക്കാര് രോഗി എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ നമ്മളൊക്കെ ഈ ആഹാരം ഇങ്ങനെ ഇഷ്ടംപോലെ, അതായത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളായ നാവിനെയും വായിനെയും ഒക്കെ നമ്മൾ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് മൂക്കിനെയൊക്കെ, മൂക്കിൽ സ്മെൽ അടിക്കുമ്പോഴത്തേനും മൂക്ക് എന്താണ് നമുക്ക് ഇങ്ങനെ സിഗ്നൽസ് തരും അല്ലെ, കഴിക്കാൻ വേണ്ടി പ്രേരണ തരും. അപ്പൊ അങ്ങനെ പഞ്ചേന്ദ്രിയങ്ങളെ നമ്മള് തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇതെല്ലാം കൂടെ കഴിച്ചു വാരി കൂട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾക്കത് എന്താണ് രോഗങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുകയുള്ളൂ. അതുകൊണ്ട് ആഹാരത്തെ നിയന്ത്രിച്ചിട്ട് ശ്വാസത്തെയൊക്കെ നമ്മൾ പിടിച്ചു നിർത്തിയിട്ട് നമ്മള് ഇതേപോലെ തന്നെ ഈ യോഗ പ്രക്രിയകളൊക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ടൊക്കെ ഉണ്ടാകുന്ന ആത്യന്തികമായിട്ട് ഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആയുസ് നീട്ടിക്കിട്ടും, രോഗമില്ലാത്ത അവസ്ഥ വരും. എന്നിട്ട് ഫൈനലി നമ്മൾ ഈ ആത്മാവിനെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഈ യോഗ പ്രക്രിയ എല്ലാം പ്രാക്ടീസ് ചെയ്തിട്ട് ഈ യോഗം എന്ന് പറഞ്ഞാൽ എന്താണ്? കൂടിച്ചേരലാണ് അല്ലെ. ജീവാത്മാവിനെയും പരമാത്മാവിനെയും തമ്മിലുള്ള ആ ഒരു സമ്മേളനം. ആ സമ്മേളിപ്പിക്കുന്ന സമയത്ത് നമ്മള് എന്താണ് ഭഗവാന്റെ നിർവ്യക്തിഗത രൂപമില്ലാത്ത അവസ്ഥയിലാണ് നമ്മൾ ഈ സമ്മേളനം നടത്തുന്നതെങ്കിൽ നമ്മൾ ചെല്ലുന്നത് ഭഗവാന്റെ രൂപമില്ലാത്ത ബ്രഹ്മത്തിലാണ്. അവ്യക്തിഗത ബ്രഹ്മം എന്ന് പറയുന്നത്. ആ സമയത്ത് പരമാത്മാവിന് രൂപമുള്ള, അതായത് നമ്മളുടെ ഈ ചതുർഭുജ നാരായണ രൂപത്തിൽ ഭഗവാനെ മെഡിറ്റേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു പ്രക്രിയ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ വൈകുണ്ഠ ലോകങ്ങളിൽ എവിടെയും അവിടെ ചെന്നെത്തും. അപ്പം ഈ ഒരു പ്രക്രിയ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള പ്രക്രിയയാണ് അല്ലെ. ഈ ആഹാരം നിയന്ത്രിക്കുക, അതുപോലെ തന്നെ നമ്മൾ ശ്വാസം നിയന്ത്രിക്കുക, ഇതൊക്കെ തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. കാര്യം നമുക്ക് ഒരുപാട് ചേഞ്ചസ് ഉണ്ടാകും, നമ്മുടെ ഹെൽത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെച്ചപ്പെടും. പക്ഷെ നമ്മള് കൃഷ്ണാബോധത്തിലുള്ള ആൾക്കാര് എന്താണ് ചെയ്യുന്നത്? കൃഷ്ണാബോധത്തിലുള്ള ആൾക്കാർ ചെയ്യുന്നത് അതിനേക്കാളൊക്കെ ടോപ്പ് മോസ്റ്റ്. അവർ ഭഗവാന് നിവേദിച്ച ഭക്ഷണ പദാർത്ഥം പ്രസാദമായിട്ട് കിട്ടും. ഭഗവാന്റെ ഉച്ചിഷ്ടത്തിനെയാണ് പ്രസാദം എന്ന് പറയുന്നത് അല്ലെ. ആ പ്രസാദം കഴിച്ചുകൊണ്ട് തന്നെ ഈ ആഹാര നിയന്ത്രണം അവർക്ക് സാധ്യമാകും. കാര്യം അതിനകത്ത് ഉപയോഗിക്കുന്ന വസ്തുക്കൾ എന്താണ്? സാത്വിക ഗുണത്തിലുള്ള സാധനങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കൂടുതൽ. സാത്വിക ഗുണം അത് ഭഗവാന് നിവേദിച്ച് കിട്ടുമ്പോൾ അത് ശുദ്ധ സാത്വിക് മുടിലായി മാറി, പ്രസാദമായി മാറി അല്ലെ. അപ്പൊ ആ ഒരു പ്രസാദ സേവ തന്നെ എന്താണ് നമ്മളിലെ എന്താണ് ഈ ആഹാരം നിയന്ത്രിക്കുന്ന ഫീസ്റ്റാണ് കൃഷ്ണാബോധത്തിലുള്ളവരൊക്കെ കഴിക്കുന്നത് അല്ലെ. ഇഷ്ടം പോലെയാണ് കഴിക്കുന്നത് അല്ലെ. കാര്യം അത് ഭഗവത് പ്രസാദമാണ്, അതീന്ദ്രിയമാണ്. അതുകൊണ്ട് ഭഗവാന്റെ കലർപ്പില്ലാത്ത ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുന്ന ഒരാൾ പ്രകൃതിയുടെ ത്രിഗുണങ്ങളെ അതിക്രമിച്ച് ക്ഷണേന ആത്മീയ ലോകത്തിലേക്ക് ഉയർത്തപ്പെടുന്നു. അപ്പൊ നമ്മള് ഭക്തിയുത സേവനം, ഡിവോഷണൽ സർവീസ് ചെയ്യുന്ന ഒരാൾക്ക് ക്രമേണ ഈ ത്രിഗുണങ്ങളെ അതിജീവിച്ചിട്ട് നമ്മള് ആത്മീയ തലത്തിലേക്ക് നമ്മൾ ഉയർത്തപ്പെടുന്നു. കൃഷ്ണാബോധവാനായ വ്യക്തിയുടെ തുടക്കം തന്നെ അതീന്ദ്രിയയിൽ നിന്നാണ്. അപ്പം നമ്മള് ഭഗവാന്റെ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ ബാക്കിയെല്ലാം നമ്മൾ കണ്ട പ്രക്രിയകളെല്ലാം ഭൗതികതയുടെ തലത്തിലാണ്, ഭൗതികതയുടെ തലമാണ്. അപ്പൊ കൃഷ്ണാബോധം എന്ന് പറയുന്നത് അതിൽ ഒരു പടി ഉയർന്നാണ്, അതീന്ദ്രിയതയുടെ തലത്തിൽ നിന്നാണ് അത് തുടങ്ങുന്നത് തന്നെ. കാര്യം ഭഗവാൻ ആരാണ് എന്ന് മനസ്സിലാക്കുക, ആ ഭഗവാന് ചെയ്യേണ്ട സേവ എന്താണ്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കർമ്മം എന്താണ് എന്നൊക്കെ മനസ്സിലാക്കുന്ന ആ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്? അതിലും ഒന്നുകൂടെ കൂടി ഉയർന്ന തലമാണ്. അപ്പൊ അയാൾ എപ്പോഴും ആ അവബോധത്തിൽ തന്നെ നിലകൊള്ളുകയും ചെയ്യുന്നു. അതുകൊണ്ട് പതനത്തിന് പ്രശ്നമില്ല. അതുകൊണ്ട് അദ്ദേഹം അല്ലെങ്കിൽ താഴോട്ട് പതിക്കുക എന്നുള്ള ഒരു കാര്യമില്ല. കാര്യം ഒന്ന് നമ്മൾ പതിച്ചത് കൊണ്ടാണ് നമ്മളിപ്പോ ഈ അവസ്ഥയിൽ ഇവിടെ നിൽക്കുന്നത് അല്ലെ. നമ്മൾ ഭഗവാന്റെ അടുത്തായിരുന്നു, ഭഗവാന്റെ ഗോലോക വൃന്ദാവനത്തിലായിരുന്നു നമ്മുടെ സ്വധാമ. നമ്മൾ എന്തുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നു എന്ന് നമുക്ക് തന്നെ നമ്മളിപ്പോ മനസ്സിലാക്കി. നമുക്ക് ശരിക്കും അറിയില്ലായിരുന്നു നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നതെന്ന് അല്ലെ. കാര്യം നമ്മള് ഭഗവാന് സേവ ചെയ്യാൻ ഭഗവാന്റെ ദാസരായിട്ട് നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഭഗവാൻ എല്ലാത്തിന്റെയും എൻജോയർ ആണ്, എല്ലാത്തിന്റെയും ഭോക്താവാണ്, സുപ്രീം എൻജോയർ ആണെന്ന് കണ്ടപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ആസ്വദിക്കണം തോന്നും, ഭഗവാനോട് അസൂയ തോന്നി.
ആ അസൂയ തോന്നി അതേ സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്തു? താഴ്ത്തപ്പെട്ടു. ഇതാ മാതാജി ഇവിടെ ഇത് അടിക്കുന്നുണ്ട് കേട്ടോ, ബോംബ് വീഴാൻ ചാൻസ് ഉണ്ട്. അതെ അതെ. Required to remain indoors, refrain from going out, and stay away from the windows and exposed areas. മോനെ ജനലിന്റെ അടുത്ത് മാറിയിരിക്കേ. എന്താ ന്യൂസിൽ കാണണ്ടോ പ്രഭു? അല്ല, ഞങ്ങൾക്ക് മൊബൈലിൽ ഗവൺമെന്റിൽ നിന്ന് അലാറം വരും ഇങ്ങനെ ബോംബ് വരുന്നതിന് മുൻപ്. ശശീല മാതാജി സൗണ്ട് ഏത്? കേൾക്കുന്നുണ്ടായിരുന്നു പ്രഭു, കുറച്ചു നേരം കേൾക്കുന്നുണ്ടായിരുന്നു സൗണ്ട് ദൂരെ. അതെയോ? അതെ അതെ. എല്ലാവരും safe ആയിരിക്കും. ഏത് സ്ഥലമാ? ഖത്തർ. അപ്പൊ എന്തോ ഒന്നുകിൽ സംഭവിച്ചു കഴിഞ്ഞ അറിയില്ല, അതോ ഇനി സംഭവിക്കാൻ പോകുന്നു എന്ന് എനിക്ക് അറിയത്തില്ല. ഇന്ന് വെളുപ്പിനെ ഉണ്ടായിരുന്നു, 3:30-4 മണിയായ സമയത്തും ഭയങ്കര ശബ്ദത്തോടു കൂടി. പക്ഷെ ഞാനതൊരു സ്വപ്നം പോലെ കണ്ടു. മൊബൈലിലൊക്കെ ഇത് വരുന്നുണ്ട്. കാര്യം ഞാൻ കിടന്നപ്പോ 12:30-1 മണി ആയിരുന്നു. അതുകൊണ്ട് എന്തോ ഒരു ശബ്ദം, അതോ സ്വപ്നം കണ്ടതാണോ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇല്ല, സൈറൺ ഒക്കെ ഉണ്ടായിരുന്നു പ്രഭു, സൈറൺ മുഴങ്ങിയായിരുന്നു. സൈറൻ മുഴങ്ങിയായിരുന്നു. പക്ഷെ ഞാനത് നല്ല ഉറക്കത്തിലായ കാരണം അത് യാഥാർത്ഥ്യമാണോ എന്താണെന്നൊന്നും ഓർമ്മയില്ലായിരുന്നു. രാവിലെ ഇന്നിപ്പോ അടുത്തുള്ള വീട്ടിലെ ആള് പറയുമ്പോഴാണ് മനസ്സിലാക്കിയത് ഇത് ബോംബ് പൊട്ടിയതാണെന്ന്. അപ്പം ഇപ്പൊ മനസ്സിലായില്ലേ നമ്മളുടെ ഈ ചുറ്റോടിയിട്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ എത്ര വലുതാണ്, എന്തുമാത്രം ബുദ്ധിമുട്ടുകൾ ഓരോരുത്തർ അനുഭവിക്കുന്നുണ്ട്. എയർപോർട്ടിൽ തന്നെ ട്രാൻസിറ്റിൽ കുടുങ്ങിയ എത്ര പേരുണ്ടെന്നറിയോ? അവരവിടെ ഇരുന്നിരുന്ന് ജീവിതം കഴിക്കുക. ഇപ്പൊ ഓരോ രീതിയിലും ചിലരെയൊക്കെ ഓരോ സ്ഥലത്തേക്ക് അവരുടെ ഡെസ്റ്റിനേഷൻ ചെന്നിറങ്ങേണ്ട സ്ഥലം പ്രശ്നമല്ലാത്തവരുടെ ഒക്കെ തന്നെ അവരെ ഇറക്കി വിടുന്നുണ്ട്. ഫ്ലൈറ്റ് ഒക്കെ ചാലുവാക്കിയിട്ടുണ്ട്. എത്ര ദിവസം ഇവരെ സംരക്ഷിക്കും? ഇവർക്ക് അക്കോമഡേഷൻ കൊടുക്കണം, ഫുഡും കൊടുക്കണം. അപ്പൊ അതിൽ നല്ലത് അവരെ കയറ്റി വിടുന്നുണ്ട്. ചില ഫ്ലൈറ്റുകളൊക്കെ ചിലയിടത്തൊക്കെ ചാലുവായിട്ടുണ്ട്. ചിലരുടെ വിസ തീർന്നുപോയി, ചിലരുടെ ബന്ധുക്കളുടെ മരണം സംഭവിച്ചിട്ടുണ്ട്, ചിലർക്ക് നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പോരാനായിട്ട് പറ്റാത്തതിൽ ചിലരുടെ വിസ തീർന്നു പോകുന്നത്. അങ്ങനെ ചിലരുടെ ഇവിടെ തന്നെ വിസിറ്റിലൊക്കെ വന്നവരുടെയൊക്കെ വിസ തീർന്നു പോയി, അവരുടെ കയ്യിൽ പൈസ ഇല്ല പിന്നീട് സ്റ്റേ ചെയ്യാനായിട്ട്. അങ്ങനെ ചിലർക്ക് ജോബ് ഓഫർ കിട്ടിയിട്ട് വന്നിട്ട് അത് ഇങ്ങോട്ടേക്ക് വന്നില്ലെങ്കിൽ ഓഫർ പോകും, വരാനൊരു മാർഗ്ഗമില്ല. ചിലർ വിസായിക്കൊക്കെ ഒരുപാട് പൈസ ഇറക്കി, ബിസിനസ്സിൽ പൈസ ഇറക്കി, അവരുടെ എല്ലാം ബിസിനസ്സും സർവ്വ സംഭവങ്ങളും എല്ലാം നിലച്ചു ഇതോടുകൂടി. അങ്ങനെ ഒരുപാട് പേര് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. നമുക്ക് അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് 3 പ്രാവശ്യം ഈ യുദ്ധം എത്രയും പെട്ടെന്ന് തീരട്ടെ എന്നും ഭഗവാൻ നരസിംഹദേവനോട് 3 പ്രാവശ്യം പ്രാർത്ഥിച്ച് നമുക്ക് ഈ ഒരു സമയത്ത് നമുക്ക് ഭഗവാന്റെ അടുക്കൽ നിവേദിക്കാം. ഉഗ്രം വീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോമുഖം നരസിംഹം വിഷ്ണും ഭദ്രം മൃത്യോർമൃത്യം നമാമ്യഹം. ഉഗ്രം വീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോമുഖം നരസിംഹം വിഷ്ണും ഭദ്രം മൃത്യോർമൃത്യം നമാമ്യഹം. ഉഗ്രം വീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോമുഖം നരസിംഹം വിഷ്ണും ഭദ്രം മൃത്യോർമൃത്യം നമാമ്യഹം. ജയ നരസിംഹ ശ്രീ നരസിംഹ ജയ ജയ നരസിംഹ. जय प्रहलादेश जय पद्ममुख मुख पद्मभंग बुद्धि विनाश नरसिंह भगवान की जय। भक्त प्रहलाद महाराज की जय। गुरुदेव महाराज की जय। शिल प्रभात की जय। गौर प्रेमानंदे हरि हरि बोल। ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപർണ മാതാജി സേഫ് ആയിട്ടുള്ള സ്ഥലത്താണോ ഇരിക്കുന്നത്? അതെ, സേഫാണ് പ്രഭുജി, സേഫാണ്. അക്കോമഡേഷനിൽ തന്നെയാണല്ലോ അല്ലേ? അക്കോമഡേഷനിൽ തന്നെയാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അവരെ കാത്തോളണേ ഭഗവാനെ. മാതാജി എന്തായാലും നന്നായിട്ട് പ്രാർത്ഥിക്കുക. സൗഭാഗ്യ കലാവതി മാതാജി ഭഗവാനോട് വളരെ അടുത്ത ആളാണ്. നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കുക ഞങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വേണ്ടിയിട്ട്, ഈ അനുഭവിക്കുന്ന രാജ്യങ്ങൾ. എന്നും പ്രാർത്ഥിക്കാറുണ്ട് പ്രഭുജി. യുദ്ധം കഴിയുണ്ട് പ്രഭുജിയെ കാണാൻ വേണ്ടിയാണ് സത്യം പറഞ്ഞ നാമം പോലും ചോദിക്കാൻ കയറിയത്. എന്തായാലും സന്തോഷം മാതാജി. നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കുക. ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ട്. നമ്മളുടെ തൊട്ടടുത്ത അമേരിക്കൻ എംബസിയാണ് എന്റെ വീടിന്റെ വഴി കഴിഞ്ഞ ഓപ്പോസിറ്റ്. അപ്പൊ അത് ടാർഗറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അവിടെ നിന്നുള്ള ആൾക്കാരെ എല്ലാം ഒഴിപ്പിച്ചു. 500 മീറ്റർ പരിധിയിലുള്ള, ഞങ്ങൾ 600 മീറ്ററിലാണ്. എന്നിട്ട് നമ്മളെ വീടിന്റെ അടുത്തുള്ള ആൾക്കാരൊക്കെ പേടിച്ചിട്ട് ബാഗെല്ലാം എടുത്തുകൊണ്ട് ഇന്നലെ ഓടിപ്പോയി. കുറെ പേര് ഫാമിലി എങ്ങോട്ടോ പോയി. ഞങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഹോട്ടലും എല്ലാം ഫുള്ളാണ്. അങ്ങനെ എങ്ങോട്ടും പോയില്ല, ഇവിടെ തന്നെ ഇരുന്നു. അത് കാരണം അമേരിക്കൻ എംബസി അവർ ടാർഗറ്റ് ചെയ്തിരിക്കുകയാണ്, ആക്രമിക്കാണ്ട് ഇറാൻ. അതുകൊണ്ട് അറിയില്ല.
ബാഗൊക്കെ അവിടെ റെഡിയാക്കി ഇരിക്കുകയാണ്. ഇനി ഒന്നും അറിയില്ല. ഹോട്ടൽ റൂം ഒന്നും കിട്ടാനേ ഇല്ല, എല്ലാം ഫുള്ളാണ്. എങ്ങോട്ട് പോകുന്നൊന്നും അറിയില്ല. അപ്പൊ അങ്ങനെ ഒരവസ്ഥയിൽ ഇരിക്കുകയാണ്. എല്ലാവരും ഗവൺമെന്റ് എന്തെങ്കിലും മാർഗം ഉണ്ടാക്കി തരട്ടെ. അവരുടെ ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്യാന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മള് കണ്ടത് എന്താ? ഹരേ കൃഷ്ണ. മാതാജി എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? അപ്പം എന്താണ് പറയുന്നത്? നമ്മള് കൃഷ്ണപ്രസാദം ഭഗവാനെ നിവേദിച്ച ആഹാരം കൊടുക്കുക എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട കാര്യം, അല്ലെ? അപ്പൊ ആഹാരം ചുരുങ്ങിയത് ഇന്ദ്രിയ സംയമനത്തിന് വളരെയധികം സഹായകമത്രേ. ഭൗതിക ബന്ധങ്ങളിൽ നിന്നുള്ള മോചനം ഇന്ദ്രിയ സംയമനമില്ലാതെ സാധ്യവുമല്ല. അടുത്ത ക്ലാസ് എടുക്കാൻ പ്രഭു. സേഫ് ആകാൻ നോക്ക് പ്രഭു. ഇല്ല, ഇവിടുന്ന് എങ്ങോട്ട് ഓടാനായിട്ടാ? അതെ, എവിടോട്ടെങ്കിലും ജനലിന്റെ അടുത്തൊന്നും ഇവിടുന്ന് ഇരിക്കാൻ. ഓടാനാണ് മാതാജി. പുറത്തേക്ക് ഇറങ്ങിയ പുറത്തല്ലേ പ്രശ്നം. ഇത് വാർക്കക്കെട്ടറായതുകൊണ്ട് തൊട്ടടുത്തൊക്കെ ജനലൊക്കെ ഇങ്ങനെ വിറയ്ക്കുന്നത്. ആദ്യത്തെ കുറെ ദിവസങ്ങളിൽ വളരെയധികം പേടിച്ചിരുന്നു. പക്ഷെ ഇപ്പൊ അത് കേട്ട് കേട്ട് തഴമ്പിച്ചു. ഒരു 100-120 എണ്ണത്തോളം അടിച്ചു. അത് കാരണം അത് കേട്ട് കേട്ട് ഒച്ച കേട്ട് തഴമ്പിച്ചു. പക്ഷെ ഇതിന്റെ ശകലങ്ങൾ അവിടെ എവിടെയും വീഴുന്നിടത്ത് തീപിടുത്തം ഉണ്ടാകുന്നുണ്ട്. തീപിടുത്തം ഉണ്ടായി. മോനൊക്കെ പ്രഭുജി, ഹരേ കൃഷ്ണ എന്തോ? പ്രഭുജി, മോനൊക്കെ മോൻ ഇവിടെ ഉണ്ട്. അവന് ഓൺലൈൻ ക്ലാസ് ആണ്, അതുകൊണ്ട് പോകണ്ട സ്കൂളില്. അപ്പൊ അങ്ങനെ നമ്മൾ കണ്ടു, കൃഷ്ണപ്രസാദം ഭഗവാന് ആദ്യം നിവേദിച്ച ആഹാരം മാത്രം ഭക്ഷിക്കുന്നത് കൊണ്ട് ആഹാര നിയന്ത്രണത്തിന്റെ ഫലം താനെ സിദ്ധിക്കുന്നു എന്ന് നമ്മൾ കണ്ടു, അല്ലെ? ആഹാരം ചുരുക്കുന്നത് ഇന്ദ്രിയ സംയമനത്തിന് വളരെ സഹായകമത്രേ. ഭൗതിക ബന്ധങ്ങളിൽ നിന്നുള്ള മോചനം ഇന്ദ്രിയ സംയമനം ഇല്ലാതെ സാധ്യവുമല്ല എന്ന് നമ്മൾ കണ്ടു, അല്ലെ? അപ്പം നമ്മൾ ഈ പറയുന്ന 3 അടുത്ത ശ്ലോകങ്ങളോട് കൂടി ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള ശ്ലോകമാണ്. ഇതെല്ലാം പ്രധാനപ്പെട്ട യോഗ പ്രക്രിയ, അതായത് നമ്മളെ നാട്ടിലുള്ള ആൾക്കാരൊക്കെ അംഗീകരിച്ചിട്ടുള്ള ആ ശാസ്ത്ര പ്രക്രിയകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലെ? നമ്മൾ ആ കൃഷ്ണാവബോധം മാത്രമാണ് ആൾക്കാർക്ക് ദഹിക്കാത്തതും അംഗീകരിക്കാത്തതും, അല്ലെ? ബാക്കി കാര്യങ്ങൾ യോഗ വരെ ലോകം മുഴുവൻ അംഗീകരിച്ചു. പക്ഷെ ഈ മറ്റുള്ള ആ കാര്യങ്ങൾക്ക് തെളിവുകൾ വേണമല്ലോ, അല്ലെ? ഈ യോഗ അങ്ങനെയൊക്കെ ഉള്ളത് പ്രാക്ടീസ് ചെയ്ത് തഴമ്പിച്ചു അതിനെല്ലാം തന്നെ ആചരിക്കുന്നവർക്കൊക്കെ തന്നെ അതിൻ്റെതായിട്ടുള്ള ചേഞ്ചസും ഒക്കെ കണ്ടു. ഒറ്റ മിനിറ്റ്. ഹലോ ഹലോ. ഹരേ കൃഷ്ണ. നമ്മളുടെ അയൽവക്കംകാർ വിളിച്ചാണ്. അവര് വേറൊരു സ്ഥലത്ത് കുടുങ്ങിയിരിക്കുകയാണ്. ഒരു ബന്ധു വീട്ടിൽ പോയതാണ്. എങ്ങോട്ടും പോകാരെന്ന് ഗവൺമെന്റ് ഇൻസ്ട്രക്ഷൻ കൊടുത്താണ്. അവർ കുട്ടികളെല്ലാരും കൂടെ കൂടി 3 കുട്ടികളുണ്ട് അവർക്ക്. കുട്ടികളെല്ലാരും കൂടെ കൂടി പുറത്തിറങ്ങാതെ ഇങ്ങനെ അടച്ച് കുറെ ദിവസം ഇരുന്ന് അവരെല്ലാം വഴക്ക് പിടിച്ചിട്ട് അവരുടെ ബന്ധുവിനെ വീട്ടിൽ പോയതാണ്. അപ്പോഴാണ് അലാറം അടിക്കുന്നത്. അതുകൊണ്ട് അവിടെ കുടുങ്ങിയിരിക്കുക. അപ്പൊ അവരുടെ സെർവന്റ് ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മൾ എങ്ങോട്ടെങ്കിലും ഓടുവാണെന്നുണ്ടെങ്കിൽ ആ സെർവന്റിനെ കൂടെ കൂട്ടിക്കോണം പറയാൻ വിളിച്ചാ. അപ്പൊ അങ്ങനെ നമ്മൾ കണ്ടത് ഈ പറയുന്ന ഈ ലാബിൽ തെളിയിച്ച് കാണിച്ചു കൊടുക്കാൻ പറ്റാത്ത കാര്യങ്ങള്, അതായത് നമ്മളെ നാട്ടിലുള്ള പ്രാമാണികരും സയന്റിസ്റ്റും ഒന്നും അംഗീകരിക്കാത്ത കാര്യങ്ങൾ, ഇതൊക്കെ തന്നെ ഒരുപാട് ഇപ്പൊ യോഗ ഒക്കെ ലോകം മുഴുവനും ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെ? എന്നിട്ടും ആ ഒരു ലെവലിൽ എത്തുന്നുള്ളൂ. ഹയർ ലെവലിലേക്ക് ആൾക്കാർ എത്തുന്നില്ല. വളരെ കുറച്ച് 0.000.1% ആൾക്കാരേ ഉള്ളൂ എന്താണ് കൃഷ്ണാബോധത്തിലേക്ക് വന്നിട്ടുള്ളൂ, അല്ലെ? കാര്യം ഇതെന്താണ്? ഈ ഒരു ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഹ്യമാണ്, അത് രഹസ്യമാണ്, അല്ലെങ്കിൽ ഗുഹ്യങ്ങളിൽ അതീവ ഗുഹ്യമാണ്.
കാര്യം എന്താണ്? മോക്ഷം എന്ന് പറയുന്ന സാധനം വളരെ ഈസിയാണ്. പക്ഷെ അതിന്റെ ഇതെല്ലാം വളരെ രഹസ്യമാക്കി എല്ലാ സ്ഥലത്തും വെച്ചിരുന്നത് സാധാരണക്കാർക്ക് അത്ര ഈസിലി അവൈലബിൾ അല്ല. കാര്യം ഇത് ടോപ്പ് മോസ്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് സാധാരണക്കാർക്ക് മോക്ഷം എന്നുള്ള ആ ഒരു സംഭവം, അല്ലെങ്കിൽ ഏറ്റവും പരമമായ ദിവ്യമായുള്ള ജ്ഞാനം, അല്ലെങ്കിൽ അതിനെപ്പറ്റി അത്രയ്ക്ക് ഈസിലി ഗ്രാഹ്യമല്ല. അപ്പൊ ഈ ഒരു യോഗ ലെവല് വരെ ഉള്ളൂ അവർക്കൊക്കെ എത്തിയിട്ടുള്ളൂ എന്നാണ് അതിന്റെ അർത്ഥം. 30-ാമത്തെ ശ്ലോകം. സർവേപ്യതേ യജ്ഞവിദോ യജ്ഞശിബിത കൽമഷ യജ്ഞശിഷ്ടാമൃത കുജോ യാന്തി ബ്രഹ്മസനാതനം. സർവേപ്യതേ യജ്ഞവിദോ യജ്ഞക്ഷപിത കൽമഷ യജ്ഞശിഷ്ടാമൃത കുജോ യാന്തി ബ്രഹ്മസനാതനം. സർവേപ്യതേ യജ്ഞവിദോ യജ്ഞ ശപിത കൽമഷ യജ്ഞശിഷ്ടാമൃത ഭുജോ യാന്തി ബ്രഹ്മസനാതനം. ഹരേ കൃഷ്ണ. രാധിക മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 30. സർവേപ്യതേ യജ്ഞവിദോ യജ്ഞക്ഷപിത കൽമഷ യജ്ഞശിഷ്ടാമൃത ഭുജോ യാന്തി ബ്രഹ്മസനാതനം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പത്മ മാതാജി. സർവേപ്യതേ യജ്ഞവിദോ യജ്ഞക്ഷപിത കൽമഷ യജ്ഞശിഷ്ടാമൃതഭുജോ യാന്തി ബ്രഹ്മ സനാതനം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ജ്ഞാനാംബിക മാതാജി. ഹരേ കൃഷ്ണ. സർവേപ്യതേ യജ്ഞവിദോ യജ്ഞക്ഷപിത കന്മഷഃ യജ്ഞശിഷ്ടാമൃതഭുജോ യാന്തി ബ്രഹ്മ സനാതനം. ഹരേ കൃഷ്ണ. ഗീതാ മാതാജി, എന്റെ പദാനുപദ തർജ്ജമ. പ്രഭുജി ഞാൻ വായിച്ചോട്ടെ? മാതാജിയുടെ ഉണ്ടോ? ഭഗവത്ഗീത ഉണ്ടോ? ഗൂഗിളില്. ഉണ്ടല്ലോ. എന്ന് മാതാജി കൂടെ വായിച്ചു വന്നിട്ട് ഗീതാ മാതാജിക്ക് പദാനുപദ. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണേ. ഇല്ല കുഴപ്പമില്ല. എന്റെ പ്രൊനൗൺസിയേഷൻ എന്തെങ്കിലും. സർവേപ്യതേ യജ്ഞവിദോ യജ്ഞ ശപിത കൽമഷ യജ്ഞ ശിഷ്ടാമൃത ഭുജോ ഇഷ്ടാമൃതഭുജോ യാന്തി ബ്രഹ്മ സനാതനം. ഹരിബോൾ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. അടുത്ത് ഗീതാ മാതാജി. ഗീതാ മാതാജി. ഹരേ കൃഷ്ണ. ഏതേ ഇവർ സർവേ അഭി എല്ലാവരും യജ്ഞവിധ യജ്ഞവിത്തുകളും യജ്ഞം നടത്തുന്നതിന്റെ ഉദ്ദേശം അറിഞ്ഞു. യജ്ഞക്ഷപിത കൽമഷ യജ്ഞം കൊണ്ട് പാപം നശിപ്പിച്ചവരുമാകുന്നു. യജ്ഞശിഷ്ടാമൃത ഭുജ യജ്ഞം ചെയ്ത ഫലമാകുന്ന അമൃതത്തെ ഭുജിക്കുന്നവർ. സനാതനം സനാതനമായ ബ്രഹ്മത്തെ യാന്തി പ്രാപിക്കുന്നു. അടുത്ത് വായിക്കണോ? ഹരേ കൃഷ്ണ. ഞാൻ വായിച്ചോളാം. അടുത്ത ഇതിന്റെ വിവർത്തന ഭാവാർത്ഥം. ഡിവൈൻ ഗ്രേസ് എസി ഭക്തിവേദാന്ത സ്വാമി ശ്രീലപ്രഭ ജയ ശ്രീലപ്രഭ. യജ്ഞോദ്ദേശം ഗ്രഹിച്ചവരും യജ്ഞത്താൽ പാപപ്രതികരണങ്ങൾ നീങ്ങിയവരുമാണ് ഈ യോഗികളെല്ലാം. യജ്ഞഫലങ്ങളുടെ അമൃതം നുകർന്ന അവർ പരമമായ സനാതന വ്യോമത്തിലേക്ക് മുന്നേറുന്നു. ഭാവാർത്ഥം രതിദേവി മാതാജി. ഹരേ കൃഷ്ണ. ഈ ശ്രീലപ്രഭുവാദർ ഭാവാർത്ഥം. ഇതുവരെ പലവിധത്തിലുള്ള യജ്ഞങ്ങളെ പറ്റി അവതനം കൊണ്ടോ വേദാധ്യയനം കൊണ്ടോ തത്വചിന്തനം കൊണ്ടോ യോഗ പരിശീലനത്താലോ നിർവഹിച്ചതാകട്ടെ, വിവരിച്ചതിൽ നിന്ന് അവയുടെ എല്ലാം ലക്ഷ്യം ഇന്ദ്രിയ നിയന്ത്രണമാണെന്ന് മനസ്സിലാക്കാം. ഇന്ദ്രിയ ഭോഗാസക്തികത്രേ ഭൗതികാസ്തിത്വത്തിന്റെ മൂലകാരണം. അതുകൊണ്ട് ഇന്ദ്രിയ സന്ദർഭണത്തിൽ നിന്ന് ഭിന്നമായ ഒരു നിലയിൽ വർത്തിക്കാത്തിടത്തോളം കാലം സച്ചിദാനന്ദമയമായ സനാതന നിലയിലേക്ക് ഉയർത്തപ്പെടാൻ യാതൊരു നിർവാഹവുമില്ല. ശാശ്വതാന്തരീക്ഷത്തിൽ അഥവാ ബ്രഹ്മാന്തരീക്ഷത്തിലാണ് ആസ്ഥാനം. മുൻപറഞ്ഞ യജ്ഞങ്ങൾ ഭൗതിക ജീവിതത്തിലെ പാപപ്രതികരണങ്ങളിൽ നിന്ന് മോചനം നേടാൻ സഹായിക്കുന്നു. ഇങ്ങനെ ജീവിതത്തിൽ പുരോഗമിച്ച ഒരാൾ ഈ ജന്മത്തിൽ സന്തുഷ്ടനും ഐശ്വര്യവാനുമാകുന്നത് കൂടാതെ അവസാന അവ്യക്തിഗത ബ്രഹ്മത്തിൽ ജയിച്ചോ ശ്രീകൃഷ്ണ ഭഗവാന്റെ സഹവാസം നേടിയോ ശാശ്വതമായ ദൈവ സാമ്രാജ്യത്തിൽ പ്രവേശിക്കുകയും ചെയ്യും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മളിവിടെ
മാതാജിക്ക് സൗണ്ട് ഇതുവരെ ശരിയാകുന്നില്ല അല്ലേ? സൗണ്ട് തൊണ്ടയിൽ ശരിയാവുന്നില്ല, മനസ്സും ശരിയാവുന്നില്ല, എന്തോ ഒക്കുന്നില്ല ഒന്നും. അതെ അല്ലേ? പിള്ളേരൊക്കെ പലയിടത്തും കിടക്കല്ലേ. ആ യുദ്ധമുഖാണല്ലേ മാതാജി? മനസ്സിലും സംഘർഷങ്ങളാണല്ലേ? അത് തന്നെയാണ് നമ്മളിവിടെ പറഞ്ഞത്. നമ്മളെ ഈ ഇന്ദ്രിയ നിയന്ത്രണം ആണ് ഈ പറയുന്ന യോഗ പ്രക്രിയകളുടെ, ഇപ്പൊ നമ്മൾ 3-4 തരത്തിലുള്ള യോഗ പ്രക്രിയകൾ പറഞ്ഞല്ലേ? അവധനം കൊണ്ടോ വേദാധ്യയനം കൊണ്ടോ തത്വചിന്തനം കൊണ്ടോ യോഗ പരിശീലനം, ഇതെല്ലാം നമ്മൾ ഇന്ദ്രിയ നിയന്ത്രണമാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ? ഈ ഇന്ദ്രിയങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ 5 ഗേറ്റ് വേസ് ആണ് അല്ലെ? 5 ഗേറ്റ് വേസ്. ഈ 5 ഗേറ്റ് വേസ് എങ്ങോട്ടേക്കാണ് ആ ഇന്ദ്രിയങ്ങളെ നയിക്കുന്നത്? അർക്കാനലാതി വെളിവൊക്കെ വിലസും ഒരു കണ്ണിന്നു കണ്ണുമനമാകുന്ന കണ്ണതിനു കണ്ണായിടുന്ന പൊരുൾ താനെന്നുറയ്ക്കും അളവാനന്ദമെന്തു ഹരി നാരായണായ നമാം. അല്ലെ? അർക്കൻ, അനലിൽ അങ്ങനെ ഈ പഞ്ചഭൂതങ്ങളെയും ഇതിനെയെല്ലാം നമ്മളെ ചുറ്റോടിയിട്ടുള്ള സംഭവത്തിനെ കാണുന്ന കണ്ണ്. ആ കണ്ണ് തുറന്നിരുന്നാൽ കാണുമോ? ഇല്ല. മനസ്സൂടെ അവിടെ എത്തണം അല്ലെ? അപ്പൊ ഈ കണ്ണിനെ കാണിക്കുന്ന മനസ്സാണ്. പക്ഷെ ഈ മനസ്സിനെയും കാണിക്കുന്ന പൊരുളാണ് നമ്മുടെ ഹൃദയത്തിലിരിക്കുന്ന പരമാത്മാവ് എന്നുള്ള ആ ഒരു തത്വം അല്ലെങ്കിൽ ആ ഒരു ബോധം മനസ്സിലാക്കുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വലുതാണെന്നാണ് നമ്മുടെ തുഞ്ചത്ത് രാമാനുജനാചാര്യൻ പറയുന്ന ആ ഒരു ഹരിനാമ കീർത്തനത്തിലെ ഒരു ശ്ലോകമാണ് നമ്മളിപ്പോ കണ്ടത്. അപ്പോൾ ഈ മനസ്സിനെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമല്ല. മനസ്സിനെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞത് അർജുനന് പോലും അസാധ്യമായെന്ന് അർജുനൻ ഭഗവാനോട് പറഞ്ഞു അല്ലെ? നമ്മളെ ഭഗവത്ഗീതയെ കണ്ടു അല്ലെ? ചഞ്ചലം ഹി മനഃ കൃഷ്ണ എന്ന് പറയുന്ന ആ ശ്ലോകം അല്ലെ? എനിക്ക് കാറ്റിനെ പിടിച്ചു നിർത്താനുള്ള യോഗ പ്രക്രിയ ഞാൻ പഠിച്ചിട്ടുണ്ട്, പക്ഷെ മനസ്സിനെ പിടിച്ചു നിർത്താൻ ഞാൻ അസാധ്യമാണ്, എന്ത് ചെയ്യുന്നു പറഞ്ഞു. അപ്പം ഭഗവാൻ പറയുന്നുണ്ട് മനസ്സിനെ പിടിച്ചു നിർത്തുന്നത് വളരെ ദുഷ്കരമാണ്. മമ മായ ദുരത്യ, എന്റെ മായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വളരെ ശക്തിമത്താണ്. പക്ഷെ എന്നിൽ സറണ്ടർ ചെയ്തിരുന്നവർക്ക് അത് വളരെ ഈസിലി അതിനെ നിയന്ത്രിക്കാണ്ട് സാധ്യമാകും. എന്നിൽ ശരണാഗതി പ്രാപിച്ചവർക്ക് അല്ലെ? എന്റെ മായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വളരെയധികം ശക്തിമത്താണ്. മായയുടെ ആരാണ്? മായയുടെ പ്രൊപ്പറേറ്റർ ആരാണ്? മായയുടെ അധിപതി ദുർഗാദേവിയാണ് അല്ലെ? ദുർഗാദേവി. ദുർഗാദേവിയുടെ പരീക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കടന്നു പോകുക. ഇന്ന് കൈപോൽ ഇന്ന് ഇത്രയും പേരെ കണ്ടു ഒരുപാട് നാളിന് ശേഷം. 2, 3, 4 പേരൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇത്രയും പേരെ കണ്ടത് തന്നെ ഒരു വലിയ ഭാഗ്യം. അപ്പൊ അവരൊക്കെ ദുർഗാദേവിയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നാണെന്ന് അല്ല. ഇപ്പൊ സൗഭാഗ്യവതി കലാമാതാജിക്കും നാമം ജപിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് കയറാത്തത്. അല്ലാത്ത ആൾക്കാരൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ അറിയില്ല, നമുക്കറിയില്ല ഓരോരുത്തരുടെ സാഹചര്യങ്ങൾ എന്താണെന്ന്. നാട്ടിൻ പുറത്തെ നമുക്കറിയില്ല. അപ്പൊ നമ്മളുടെ സാഹചര്യം ഇവിടെ ഇതാണ്. ഓരോരുത്തർക്കും വ്യത്യസ്ത സാഹചര്യം ആയിരിക്കാം. അപ്പൊ അതും ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ പ്രധാനമായിട്ടും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന എന്താണ്? ഈ സത്സംഗത്തിൽ കയറാതെ വരുമ്പോൾ എന്താണ് നമുക്കുള്ള അവസ്ഥ വരുന്നത്? എന്താണ്? നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, നമുക്ക് എന്താണ്? പോഷണം കിട്ടുന്നില്ല, ന്യൂട്രീഷൻസ്. അതാണ് പ്രശ്നം. നമ്മള് പ്രോട്ടീൻ ആയിട്ടുള്ള സംഭവങ്ങൾ കഴിക്കാത്ത അവസ്ഥയിൽ നമ്മുടെ ശരീരം ഗ്രഹണി ബാധിച്ച് പോകുന്നത് പോലെ തന്നെ ഉള്ള അവസ്ഥയാണ് സത്സംഗത്തിൽ കയറാതിരിക്കുന്ന അവസ്ഥ. ബാക്കിയെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്, വിളക്ക് കത്തിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ സത്സംഗമാണ് നമ്മളെ മുന്നോട്ട് കൃഷ്ണാവബോധം പ്രാക്ടീസ് ചെയ്ത് ഭഗവാന്റെ അടുത്തേക്ക് നമുക്ക് പോകാനായിട്ടുള്ള ഒരു വഴി തെളിച്ചു തരുന്നത് അല്ലേ? അതൊരു പ്രേരണയാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മളെ ഈ മനസ്സിനെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പൊ മനസ്സിനെ നിയന്ത്രിക്കാനായിട്ടുള്ള പദ്ധതികൾ, യോഗ പദ്ധതികളൊക്കെ നമ്മൾ കണ്ടു. ഒരുപാട് പദ്ധതികളൊക്കെ ഉണ്ട്. അതുകൊണ്ടൊക്കെ ഒരു പരിധി വരെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷെ നമ്മള് വേറൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ മനസ്സിനെ ത്രാണനം ചെയ്യുന്നത് എന്താണ്? മന്ത്രം അല്ലെ? മനസ്സിനെ ഉദ്ധരിപ്പിക്കുന്ന അല്ലെങ്കിൽ ഉയർത്തുന്ന സംഭവമാണ് മന്ത്രം. ആ മന്ത്രം കലിയുഗത്തിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്ന മന്ത്രം ഏതാണ്? ഹരേർനാമ 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 ഇവ കേവലം കലൗ നാസ്തീവ 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 ഗതിരന്യത. കലിയുഗത്തിൽ ഭഗവാൻ ഹരിയുടെ നാമമല്ലാതെ മറ്റൊരു മാർഗമില്ല, മറ്റൊരു മാർഗമില്ല, മറ്റൊരു മാർഗമില്ല എന്ന് 3 പ്രാവശ്യം എടുത്തു പറഞ്ഞിരിക്കുന്ന അർത്ഥം എന്താണ്? അത് യാതൊരു വ്യത്യാസമില്ല, ഇത് തന്നെയാണ് പ്രമാണം, സത്യം, പരമസത്യമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ? എന്താണ് നമ്മൾ കണ്ടിരിക്കുന്നത്? നമോസ് ഇതെന്താണ്? വേറൊരു ഇതുണ്ട്, നദൈവം കേശവാത്പരം എന്നുള്ള ആ ശ്ലോകത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. ഭഗവാൻ ഹരിയുടെ നാമം അതാണ് പ്രമാണമായിട്ടുള്ളത്. മനസ്സിനെ നമുക്ക് പിടിച്ചു നിർത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ്? നാമം
ജപിച്ചുകൊണ്ടിരിക്കും. ഭഗവാൻ ഹരിയുടെ നാമം ഇതിനെല്ലാം, ഈ അപവിത്രങ്ങളെല്ലാം ഹരിച്ചുകൊണ്ടിരിക്കുന്നു. മന്ത്രം എന്ന് പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ മനസ്സിനെ ത്രാണനം ചെയ്യുന്ന, ഉയർത്തുന്ന ആ ഒരു സംഭവമാണ് അല്ലെ. അപ്പൊ മന്ത്രം കൊണ്ട് മാത്രമേ അത് പറ്റുള്ളൂ. അതുകൊണ്ടാണ് തന്നെയാണ് ചൈതന്യ മഹാപ്രഭു ശിഷ്ടാഷ്ടത്തിൽ പറഞ്ഞിരിക്കുന്നത്, ചേതോദർപ്പണമാർജനം ഭവം മഹാദാവാഗ്നി നിർവാപണം ശ്രേയ കൈരവ ചന്ദ്രിക വിതരണം വിദ്യാവധൂ ജീവനം ആനന്ദാമുതി വർദ്ധനം പ്രതിപദം പൂർണ്ണാമൃതാസ്വാദനം സർവാത്മാ സ്നവനം പരം വിജയതേ ശ്രീകൃഷ്ണ സങ്കീർത്തനം. ശ്രീകൃഷ്ണ സങ്കീർത്തനം ഒന്നും മാത്രമാണ് എന്താണ് നമ്മളെ ഈ മനസ്സിലുള്ള മാലിന്യങ്ങളെയെല്ലാം മാറ്റിയിട്ട് എന്താണ് ആനന്ദം. അപ്പൊ ആ മാലിന്യങ്ങളൊക്കെ മാറിക്കഴിയുമ്പോൾ എന്താണ് നമുക്ക് ആനന്ദം, അല്ലെങ്കിൽ ആനന്ദാംബുതിയാണ് ഉണ്ടാകുന്നത് അല്ലെ. അമ്പുതി അതിങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആനന്ദ അമ്പുതിയാണ് ഉണ്ടാകാൻ പോകുന്നത്. ആനന്ദാംബുതി വർദ്ധനം പ്രതിപദം പൂർണ്ണാമൃതാസ്വാദനം. ഒരു പൂർണ്ണ കുംഭം, ഒരു കുംഭം നിറയെ അമൃത് എടുത്ത് കുടിക്കുന്ന അത്രയും തന്നെ ആസ്വാദനമാണ്. നമുക്ക് നാമം ജപിക്കുമ്പോൾ എത്ര പേർക്ക് ഇത് ഉണ്ടാവുന്നുണ്ട്? ഉണ്ടാകുന്നില്ല. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നാമരുചി ഉണ്ടായിട്ടില്ല എന്നാണ്. ഈ ആനന്ദാംബുതി ഉണ്ടായിട്ടില്ല എങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? നാമ രുചി ഉണ്ടായിട്ടില്ല എന്നുണ്ടാണ്. ആ നാമരുചി ഉണ്ടാകാതിരിക്കാനുള്ള കാരണം എന്താണ്? നാമ അപരാധങ്ങളാണ് അല്ലെ. നമ്മൾ നാമം ചെയ്യുമ്പോൾ ചെയ്യുന്ന അപരാധങ്ങൾ കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? അടുത്ത മെസ്സേജ് വന്നു. മാതാജി നോക്കിക്കോ. ദി സെക്യൂരിറ്റി ത്രെറ്റ് ഹാസ് ബീൻ എലിമിനേറ്റഡ് ആൻഡ് ദി സിറ്റുവേഷൻ ഹാസ് റിട്ടേൺ ടു നോർമൽ. ഹരേ കൃഷ്ണ. അപ്പൊ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ട് ആ ഒരു സെക്യൂരിറ്റി ഇഷ്യൂ റിസോൾവ് ആയി. അപ്പം ഭഗവാനും നിങ്ങൾ പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി. ഇന്നത്തെ ത്രെട്ട് ഉണ്ട്, ഇനി രാത്രിയിൽ ഉണ്ടാവുമെന്ന് അറിയില്ല. അപ്പം എന്താണ്, എവിടെയാണ് നാശനഷ്ടം ഉണ്ടായതെന്ന് അറിയില്ല. പത്രങ്ങളിലും ഒന്നും അറിയത്തില്ല. നാട്ടിലുള്ളവർക്കാണ് കൂടുതൽ അറിയാവുന്നത്. അവരൊക്കെ പറഞ്ഞാൽ നമ്മൾ അറിയുന്നത്. നമുക്ക് ഇതൊന്നും കാണാനോ കേൾക്കാനോ പറയാനോട്ടോ ഇതില്ല, ഒരു പെർമിഷൻ ഇല്ല. അതുകൊണ്ട് നാട്ടിലെ ചാനലൊക്കെ ചിലപ്പോൾ വെക്കുമ്പോഴാണ് ചിലപ്പോൾ അത് കണ്ടപ്പോൾ പാനിക് ആവുകയും ചെയ്യും. നാട്ടിലെ ചാനലുകൾക്ക് ഇങ്ങനെ എരിവും പുളിയും ചേർത്ത് റേറ്റിംഗ് കൂട്ടാനായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ അതുകൊണ്ട് നമുക്ക് അപ്പൊ നമ്മൾ കണ്ടത് ഈ മന്ത്രത്തിന്റെ ആ ഒരു ഇതാണ്. ഇപ്പൊ എന്തുകൊണ്ടാണ് നമുക്ക് ഹരിനാമത്തിൽ ടേസ്റ്റ് ഇല്ലാത്തത്? നാമാപരാധങ്ങളാണ്. ആ നാമാപരാധങ്ങൾ 10 നമ്മൾ മെയിനായിട്ട് കണ്ടത്. 28 ആ 10 അപരാധങ്ങള് നമ്മൾ നിങ്ങളുടെ കയ്യിൽ വൈഷ്ണവ ഗീതം ഉള്ളവരൊക്കെ തന്നെ ആ 10 അപരാധങ്ങൾ എടുത്ത് ദിവസം വായിച്ചു നോക്കണം. അപ്പൊ നമുക്കറിയാം നമ്മൾ ചെയ്യുമ്പോൾ എന്തൊക്കെ അപരാധങ്ങളാണ് നമ്മൾ വരുത്തിയെന്ന്. അത് നമ്മൾ പലതവണ ക്ലാസ് എടുത്തുകൊണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. കാര്യം നമുക്ക് ഇനി ഹരിനാമ കീർത്തനം കൂടെ എന്ന് പറഞ്ഞൊരു സെക്ഷൻ കൂടെ ഉണ്ട്. അപ്പൊ അതിൽ ഇന്ന് ശശികല മാതാജിയാണ് അത് നമുക്ക് അത് പറഞ്ഞു തരാൻ പോകുന്ന 2 ശ്ലോകം 7 8. അപ്പൊ അതുകൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ഈ 10 അപരാധത്തിലേക്കൊന്നും പോകുന്നില്ല. അപ്പൊ ഇന്ദ്രിയ സന്ദർപ്പണത്തിൽ നിന്ന് ഭിന്നമായ ഒരു നിലയിൽ വർത്തിക്കാത്തിടത്തോളം കാലം സച്ചിദാനന്ദമായ സനാതനമായ നിലയത്തിൽ ഉയർത്തിപ്പെടാൻ യാതൊരു നിർവാഹവുമില്ല. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനായിട്ട് ഒരേ ഒരു മാർഗം എന്താണ്? ഋഷികേശ സേവനം ഭക്തിരുച്ഛതേ. അതായത് ഇന്ദ്രിയങ്ങളുടെ നാഥനായ ഋഷികേശനെ. ഇപ്പൊ ഋഷികേശൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? ഇന്ദ്രിയങ്ങളുടെ നാഥൻ. ഇന്ദ്രിയങ്ങളുടെ നാഥനെ നമ്മളുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് സംതൃപ്തിപ്പെടുത്തും. ഇന്ദ്രിയങ്ങൾക്ക് എങ്ങനെ സംതൃപ്തിപ്പെടുത്താൻ പറ്റും ഭഗവാനെ? ഈ 5 ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് എങ്ങനെ ഭഗവാന്റെ സേവ ചെയ്യാൻ പറ്റും? കണ്ണുകൾ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? കണ്ണുകൾ കൊണ്ട് ഭഗവാന്റെ അർച്ച വിഗ്രഹം കാണുക, ഭഗവാന്റെ പരമഭക്തരെ കാണുക. പിന്നെ അടുത്തത് ചെവികൾ കൊണ്ട് ഭഗവാന്റെ കീർത്തനം കേൾക്കുക. നാവുകൾ കൊണ്ട് 2 കാര്യം ചെയ്യാം. എന്തൊക്കെയാണ്? ഭഗവാന്റെ തിരുനാമം ജപിക്കാൻ പറ്റും. ഭഗവാന്റെ കൃഷ്ണപ്രസാദം രുചിച്ച് ആസ്വദിച്ച് ഭക്ഷിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പിന്നെ എന്താണ്? ത്വക്കുകൾ കൊണ്ടോ ഭഗവാന്റെ തിലകവും ചന്ദനങ്ങളും ഇതെല്ലാം അനുഭവിക്കും. മൂക്കുകൾ കൊണ്ടോ ഭഗവാൻ ആരതി ചെയ്ത ആ ഒരു ധൂപം മണക്കാനും, അതുപോലെ തന്നെ തുളസി, ഭഗവാന്റെ പാദത്തിൽ വെച്ച് തുളസീദളം മണക്കാനും ഒക്കെയാണ് മൂക്കുകൾ. അപ്പം ഇപ്പൊ എല്ലാ ഇന്ദ്രിയങ്ങളും ആയില്ല. അതുപോലെ തന്നെ കർമ്മേന്ദ്രിയങ്ങളായിട്ടുള്ള അംബരീഷ് മഹാരാജ് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളൂടെ ഉണ്ട്. എന്താണ്? 2 കൈകൾ കൊണ്ട് എന്ത് ചെയ്യും? ഭഗവാന് ആരതി ചെയ്ത് കർമ്മേന്ദ്രിയം ആരതി ചെയ്യാനായിട്ടും, അതുപോലെ തന്നെ കാലുകൾ കൊണ്ട് വിഷ്ണു ക്ഷേത്രങ്ങളില് പോകാൻ വേണ്ടിയിട്ട് നടന്നെത്തിച്ചെന്ന് അവിടെ സേവ ചെയ്യാനായിട്ടും. അപ്പോൾ എല്ലാ ഇന്ദ്രിയങ്ങളെയും നമുക്ക് ഭഗവാന്റെ സേവയിലേക്ക് വിനിയോഗിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഇന്ദ്രിയങ്ങളുടെ നാഥന് സേവ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ പറ്റും. ഇന്ദ്രിയ നിയന്ത്രണം അല്ലാതെ
എന്താണ് ഇതിന് മുന്നേക്ക് പോകാനായിട്ട് യാതൊരു മാർഗവുമില്ല, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചിട്ടില്ല എങ്കിൽ. അപ്പം ആ, ശാശ്വത അന്തരീക്ഷത്തിൽ അഥവാ ബ്രഹ്മ അന്തരീക്ഷത്തിലാണ് ആസ്ഥാനം. മുൻപറഞ്ഞ യജ്ഞങ്ങൾ ഭൗതിക ജീവിതത്തിൽ പാപപ്രതികളിൽ നിന്ന് മോചനം നേടാൻ സഹായിക്കുന്നു. അപ്പൊ നമുക്ക് മറ്റുള്ള യജ്ഞങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഭൗതിക ജീവിതത്തിൽ നമ്മൾ ചെയ്ത ഒരുപാട് ആ, പാപപ്രതികളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ നേടാനൊക്കെ സാധിക്കും, ഇല്ലാതില്ല. അത് ചെയ്യരുതെന്നും അല്ല പറയുന്നത്. ഇങ്ങനെ ജീവിതത്തിൽ പുരോഗമിച്ച ഒരാൾ ഈ ജന്മത്തിൽ സന്തുഷ്ടനും ഐശ്വര്യവാനുമാകുന്നത് കൂടെ അവസാന അവ്യക്തിഗത ബ്രഹ്മത്തിൽ ലയിച്ചോ ശ്രീകൃഷ്ണ ഭഗവാന്റെ സഹവാസം നേടിയോ ശാശ്വതമായ ദൈവസാമ്രാജ്യത്തിൽ പ്രവേശിക്കുകയും ചെയ്യും. അപ്പോൾ മറ്റുള്ള രീതിയിലുള്ള ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മാക്സിമം ചെന്നെത്തുന്നത് ഭഗവാന്റെ അവ്യക്തിഗത രൂപമില്ലാത്ത ആ ബ്രഹ്മത്തിൽ ചെന്നിട്ട് ലയിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെ? അവിടെ നിന്ന് വീണ്ടും താഴേക്ക് പോരേണ്ടി വരുമെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലെ? അപ്പൊ ഭഗവാന് ഡയറക്റ്റ്ലി സേവ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചു പോരാത്ത മദ്ധാമ പരമം മമം, എന്റെ ധാമമാണ് ഏറ്റവും പരമമായ സുപ്രീം, ഏറ്റവും ഉയർന്നതാണ്, പരമമാണ്. പക്ഷെ അവിടെ പോയ ഒരാൾക്ക് തിരിച്ചു പോരേണ്ട അവസ്ഥ വരില്ല. കാര്യം ഒന്ന് നമ്മൾ താഴേക്ക് പോകുന്നു. അതായത് നമ്മൾ കാണത്തില്ല, ഒരു പൂച്ച ചൂടുവെള്ളത്തിൽ ചവിട്ടിയ പൂച്ച പച്ചവെള്ളം കാണുമ്പോൾ അറയ്ക്കും, നമ്മളൊരു പഴഞ്ചൊല്ലി കേട്ടിട്ടില്ലേ? ഒരു പ്രാവശ്യം നമ്മൾ അവിടുന്ന് പോകുന്നു ഭഗവാന്റെ ധാമത്തിൽ നിന്ന്. അപ്പൊ നമ്മൾ ഇത്രയും കറങ്ങി എത്ര 84 ലക്ഷം ജീവരാശികളിൽ കൂടെ ജനിച്ചും മരിച്ചും ഇങ്ങനെ ജന്മ മൃത്യു ജരാവ്യാധി ദുഃഖ ദോഷാന ദർശനം, അതുപോലെ തന്നെ എന്താണ് ആദിദൈവിക ആദി ഭൗതിക ആധ്യാത്മികമായ ക്ലേശങ്ങളിൽ കൂടെ ഇങ്ങനെ കടന്നുപോയി നമ്മൾക്ക് ഒരു പ്രാവശ്യം ഇങ്ങോട്ട് വന്നപ്പോൾ പിന്നീട് നമ്മൾ തിരിച്ചെത്തി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ പോരാനായിട്ട് ചെയ്യുവോ? നമ്മൾ ഭഗവാന് സേവ ചെയ്തിട്ട് അവിടെ അങ്ങ് കഴിഞ്ഞുകൂടും. പിന്നീട് ഒരിക്കലും നമ്മൾ തിരിച്ചു പോരാനായിട്ട് ആരും ഇടയാക്കില്ല. കാര്യം ഭഗവാനോട് അസൂയ പിന്നെ വീണ്ടും തോന്നില്ല എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ നമ്മളെല്ലാവരുടെയും ഉദ്ദേശം എന്താണ്? ഗോ ബാക്ക് ടു ഗോഡ് ഹെഡ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡിവോഷണൽ സർവീസ് പ്രാക്ടീസ് ചെയ്യണം. നിരന്തരമായിട്ടുള്ള പ്രാക്ടീസ് കൊണ്ടേ ഇത് നമുക്ക് പറ്റുള്ളൂ. അതായത് ഞാനിപ്പോ ഏകദേശം 10 വർഷത്തിനടുത്തായി പ്രാക്ടീസ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ LKGയുടെ ആ ഒരു പടിയിൽ എത്തിയിട്ടില്ല എന്നാണ് ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത്. അത് വാസ്തവത്തിൽ ശരിയാണ് താനും. അപ്പം നമ്മള് ഇത്രയും പ്രായമായി നമുക്ക് കൃഷ്ണാബോധത്തിലേക്ക് നമ്മൾ എത്തിയപ്പോൾ അല്ലേ, എന്തുകൊണ്ട് അത് കുട്ടികൾക്ക് ഗർഭാവസ്ഥയിൽ തന്നെ കൃഷ്ണാബോധം കൊടുത്തുകൂടാ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കേണ്ടത് പ്രധാനമായിട്ടും, അല്ലെ? അപ്പൊ അതുകൊണ്ട് നമ്മള് പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടത് എന്താണ്? ഈ കൃഷ്ണാബോധം എന്ന് പറയുന്നത് എന്താണ്? ഗർഭാവസ്ഥയിൽ തൊട്ട് തുടങ്ങണം എന്നുള്ളതാണ്. നമ്മൾ ഭാഗവതം എന്ന് പറഞ്ഞ ഒരു കുട്ടിയുടെ കാര്യം എല്ലാവർക്കും അറിയാമല്ലോ, വീഡിയോ കാണുന്നില്ല എല്ലാവരും, അല്ലെ? ഭാഗവത് ബ്രഹ്മചാരി എന്ന് പറഞ്ഞിട്ടുള്ള വൃന്ദാവനത്തിൽ താമസിക്കുന്ന ഗോവർദ്ധനത്തിന്റെ പരിസരത്ത് 4 വയസ്സുള്ള 5 വയസ്സുള്ള ഒരു കുട്ടി, അല്ലെ? ഭഗവത്ഗീതയുടെയൊക്കെ ക്ലാസ് വലിയ വലിയ ആൾക്കാർക്കൊക്കെ എടുക്കുന്ന ഒരു കുട്ടിയെ കണ്ടില്ലേ? ആ കുട്ടിക്ക് എവിടുന്നാ കിട്ടി ജ്ഞാനം മുഴുവനും? പ്രഹ്ലാദനെ പോലെ അച്ഛന്റെ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തുടങ്ങി ഈ ജ്ഞാനം അതിന് കിട്ടിയത് കൊണ്ടാണ് അതിന്റെ കണ്ടിന്യൂഷൻ ആണ് അത് ചെയ്തു വരുന്നത്, അല്ലെ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും എന്താണ് ചെയ്യേണ്ടത്? സമയം നമ്മൾക്ക് ഇനി അധികമില്ല. എപ്പോഴാണ് ഏത് സമയത്താണ് ആർക്ക് എന്ത് സംഭവിക്കാം നമുക്കൊന്നും ഒരു ഗ്യാരണ്ടി ഇല്ല. അപ്പൊ നമ്മള് ഭഗവാന്റെ സേവ ചെയ്തു പോവുക. നമുക്ക് എന്ത് സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ സോളിനെ ഭഗവാൻ സംരക്ഷിക്കും. ശരീരത്തിന് എന്ത് സംഭവിച്ചോട്ടെ, ഒരു ശരീരം നശിക്കുന്നതാണ്, പഞ്ചഭൂതങ്ങളിൽ നിന്ന് വന്നതാണ്, മണ്ണിൽ നിന്ന് വന്ന് മണ്ണിനോട് തന്നെ ചേരും. പക്ഷെ ആ സോളിനെ ഭഗവാൻ പ്രൊട്ടക്ട് ചെയ്യുകയും നമുക്ക് ഇനി ഒരു ജന്മം ഉണ്ടാകാതിരിക്കാനും അവസാന സമയം എത്ര വേദനയാണെങ്കിലും അബോധാവസ്ഥയിലാണെങ്കിലും ഭഗവാന്റെ നാമം ഓർക്കുകയും ഭഗവാന്റെ നാമവും ഭഗവാനുമായിട്ട് യാതൊരു വ്യത്യാസവും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഭഗവാനിലേക്ക് തന്നെ തിരിച്ചെത്താനായിട്ടും നമുക്ക് എല്ലാവർക്കും കൃപയുണ്ടാകട്ടെ എന്ന് ഒന്നുകൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നേരെ ഹരിനാമ കീർത്തനത്തിലേക്ക് പോകാം. ഹരേ കൃഷ്ണ. സംശയമില്ലെങ്കിൽ ഓരോ പോയിന്റ് വേണമെങ്കിൽ പറയാം. ഹരേ കൃഷ്ണ പ്രഭുജി. എന്റെ അമ്മയുടെ അനിയത്തി 100 വയസ്സുള്ള ഒരു അമ്മൂമ്മ ഈയിടെ മരിച്ചായിരുന്നു. അപ്പോഴേ മരിക്കുന്നതിന് ഒരു 6-7 ദിവസം മുമ്പ് തൊട്ടേ ഹരിനാമ കീർത്തനം ഇങ്ങനെ മൊബൈലിനകത്ത് ഓണാക്കി തലയാണയിൽ അതും കൂടെ വെച്ചിട്ട് അപ്പൊ ഈ കണ്ണടച്ച് കൈ കൂപ്പി ഇങ്ങനെ കിടക്കുമായിരുന്നു. ഹരിനാമ കീർത്തനം കേട്ട് 7 ദിവസം കേട്ടു. 7 ദിവസം 7 ദിവസം കേട്ടല്ലേ? അതൊരു ഭയങ്കര വലിയൊരു ഭാഗ്യമാണ്. നമുക്കറിയാതെ അത് കേൾക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. കൈ ഇങ്ങനെ പിടിച്ചുണ്ടാകണം.
തൊഴുത് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെ, അതൊരു മുജ്ജന്മത്തിൽ കിട്ടിയ ഒരു സുഹൃതമാണ്. അങ്ങനെയൊക്കെ ആ ഒരു അതെ സമയത്ത് വിചാരിക്കുക, അബോധാവസ്ഥയിലായിരിക്കും പലരും, അല്ലെ. നമുക്കൊന്നും അറിയാൻ ആ പറ്റില്ല നമ്മുടെ അവസാനം എങ്ങനെയാന്ന്. ചിലപ്പോൾ കണ്ണൊന്നും അബോധാവസ്ഥയിലായിരിക്കും. തുറക്കുന്നൊന്നുമില്ല, പക്ഷെ ഉള്ളിൽ ബോധം ഉണ്ടായിരുന്നു. ഉള്ളിൽ കണ്ണ് ബോധമുണ്ട്. ബോധമുണ്ട്. അതെയല്ലേ, അതൊരു ഭയങ്കര വലിയ റിയലൈസേഷൻ ആണ്. അങ്ങനെ അതെ ഒന്ന് ഭഗവാന്റെ നാമം കേട്ട് മരിക്കുക, അതും സ്വബോധത്തിൽ മരിക്കുക എന്നുള്ളതും ഒരു ഭാഗ്യം തന്നെയാണത്. തീർച്ചയായിട്ടും ആ സോളിന് എത്തിച്ചേരേണ്ട സ്ഥലത്ത് തന്നെ എത്തിച്ചേരട്ടെ എന്ന് നമുക്കൊക്കെ പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണൻ. പ്രഭുജി അപ്പൊ ഞാൻ ഇറങ്ങിക്കോട്ടെ പ്രഭുജി. മാതാജി ലീവ് ചെയ്യുവാണോ? ലീവ് ചെയ്യുന്നു പ്രഭുജി. ശരി ശരി, ആയിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹരിനാമ കീർത്തനത്തിലേക്ക് സമയം പോവാണ്. ആരും ഒന്നും പറയുന്നില്ല. പോയിന്റ് പറയാനുണ്ട് ആർക്കെങ്കിലും? 1-2 പേർക്ക് പറയാൻ പറ്റുന്ന. പ്രഭു, അഷ്ടാംഗ യോഗം ഞാൻ എഴുതിയത് വായിക്കാം, ശരിയാണോ നോക്കണേ. യമ നിയമ പ്രത്യാഹാര ആസനം ധ്യാനം പ്രാണായാമ ധാരണ സമാധി. ശരിയാണ് മാതാജി. ശരിയാ. ഹരേ കൃഷ്ണ. മാതാജി അത് എഴുതിയല്ലേ. അപ്പൊ അങ്ങനത്തെ ഈ 8 സ്റ്റേജ്, അതിനെപ്പറ്റി ഒരു ക്ലാസ് എടുക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ, എനിക്കറിയില്ല ക്ലാസ് എടുക്കാനായിട്ട്. എടുക്കുകയാണെങ്കിൽ അതൊരു വലിയ ടോപ്പിക്കാണ്. നമ്മൾ പക്ഷെ അഷ്ടാംഗ യോഗ അല്ലല്ലോ ചെയ്യുന്നത്, നമ്മൾ ഭക്തി യോഗമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിലെ ആവശ്യമില്ല. ധ്യാനയോഗം പഠിക്കുമ്പോൾ അതിനെപ്പറ്റി പഠിക്കും. ധ്യാനയോഗം 6ാമത്തെ ചാപ്റ്ററിലുണ്ട്, നമ്മൾ പഠിക്കും, ഇതിനെപ്പറ്റിയും പഠിക്കും. അപ്പൊ ഇനി ആരെങ്കിലും ഉണ്ടോ? പ്രഭു, ഭഗവാനെ കുറിച്ചുള്ള ശാസ്ത്രം ആത്മീയതയിലാണ്, ഇന്ദ്രിയ അതീതമാണ്. ഭക്തന്റെയോ ഭഗവാന്റെയോ കാരുണ്യം ഉണ്ടെങ്കിലേ കൃഷ്ണാവബോധം ഉണ്ടാവുകയുള്ളൂ. ഹരേ കൃഷ്ണ. മാതാജിക്ക് എന്തെങ്കിലും പോയിന്റ്? രാധാറാണി വിവാഹം നടന്ന സ്ഥലം ഏതായിരുന്നു? അത് ബാണ്ടീരവൻ. 12 വനങ്ങളുണ്ട്. വൃന്ദാവനത്തിലാണോ? അത് ഈ വ്രജ എന്ന് പറയും. വ്രജയിലെ ഒരു സ്ഥലം, ഒരുപാട് സ്ഥലങ്ങളിലെ ഒരു സ്ഥലമാണ് ഈ ബാണ്ടീരവൻ. 12 വനങ്ങളുണ്ട് ഭഗവാന്റെ. നിധിവൻ ഉണ്ട്, അങ്ങനെ അങ്ങനെ പല പല വനങ്ങളുണ്ട്. അതിലെ ഒരു വനമാണ് ഈ ബാണ്ടീരവൻ. പിന്നെ അതിലെ ഒരു സ്ഥലമാണ് വൃന്ദാവനം. ഗോകുലമുണ്ട്, അമ്പാടി എന്ന് പറയുന്ന സ്ഥലമില്ലേ, ഗോകുലം. പിന്നെ ഭഗവാൻ ജനിച്ച് മാറ്റപ്പെട്ട സ്ഥലം ഗോകുലം. അവിടെ നിന്ന് പോയത് നന്ദഗാവ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. നന്ദഗാവിൽ നിന്ന് വീണ്ടും വന്ന സ്ഥലം വൃന്ദാവനം. വൃന്ദാവനത്തിൽ നിന്ന് വീണ്ടും പോയത് മധുര. മധുരയിൽ നിന്ന് ദ്വാരക. ദ്വാരക വ്രജയുടെ പുറത്താണ്. മധുരയിൽ ജനിച്ചിട്ട് വൃന്ദാവനത്തിൽ വളർന്നു, ദ്വാരകയിൽ. അങ്ങനെയല്ല പ്രഭു, ഞങ്ങള് 10-ാം തീയതി രാത്രി പോവും വൃന്ദാവനത്തിന്, കേട്ടോ. ഹരേ കൃഷ്ണ. ഓക്കെ, നമുക്ക് പ്രാർത്ഥിക്കാം മാതാജി. അവസാനം മാതാജി, ഞാൻ ഓർത്തിരിപ്പുണ്ട്, അവസാനം നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പൊ മധുരയിൽ ജനിച്ചു, ഗോകുലത്തിലേക്ക് മാറ്റപ്പെട്ടു, ഗോകുലത്തിൽ നിന്ന് നന്ദഗാവിലേക്ക് മാറ്റപ്പെട്ടു, അവിടെ നിന്ന് വൃന്ദാവനം, വൃന്ദാവനത്തിൽ നിന്ന് മധുര, മധുരയിൽ നിന്ന് ദ്വാരക. ഇങ്ങനെയായിരുന്നു ഭഗവാന്റെ സഞ്ചാരം. ഓക്കെ, അപ്പം അടുത്തത് നമുക്ക് ഹരിനാമ കീർത്തനത്തിലേക്ക് കിടക്കാണ്. കാര്യം പലർക്കും എക്സിറ്റ് ചെയ്യേണ്ട സമയമായി. അതുകൊണ്ട് 7ാമത്തെ ശ്ലോകം ശശികല മാതാജി. മാതാജിക്ക് ഒരു സമ്മർ വേണമെങ്കിൽ പറയാം, ഈ ഒരു ശ്ലോകത്തിന്റെ 3 ശ്ലോകത്തിന്റെ സമയമുണ്ടോ പ്രഭു? ഒരു വളരെ ചുരുക്കി എന്ന് പറഞ്ഞേക്കും. ഹരേ കൃഷ്ണ പ്രഭു. 28ാമത്തെ ശ്ലോകത്തില് നമ്മള് 4 വിധത്തിലുള്ള യജ്ഞങ്ങളെ പറ്റി പറഞ്ഞായിരുന്നു. ദ്രവ്യയജ്ഞം, തപോയജ്ഞം, യോഗയജ്ഞം, സ്വാധ്യായ യജ്ഞം. അതിൽ ദ്രവ്യയജ്ഞം എന്ന് പറഞ്ഞാൽ നമ്മുടെ ധനം, സമ്പത്ത് അങ്ങനെയുള്ള ഉള്ളവര് അവരുടെ സമ്പത്തും ധനവും കൊടുത്തുകൊണ്ട് ചാരിറ്റി ചെയ്യുക. സ്കൂളുകള്, വൃദ്ധാശ്രമം, ഹോസ്പിറ്റൽ അങ്ങനെയൊക്കെ ചെയ്ത് അതൊരു യജ്ഞം. പിന്നെ 2ാമത്തത് തപോയജ്ഞം എന്ന് വെച്ചാല് ചാതുർമാസത്തില് നമ്മൾ പലതും വർജിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു യജ്ഞം. അതിൽ ഇസ്കോണിലാണെങ്കിൽ തൈര് ആദ്യത്തെ മാസം ഇലക്കറികള്, പിന്നെ തൈര്, പാല്, ഉഴുന്നുവർഗം അങ്ങനെ വർജിച്ചുകൊണ്ട് ചെയ്യുന്നതാണ് തപോ എന്ന് പറയുന്നത്. 3ാമത്തേത് യോഗയജ്ഞം എന്ന് വെച്ചാല് യമ നിയമ അഷ്ടാംഗ യോഗത്തിലെ 8 എണ്ണത്തെ കൊണ്ട് നമ്മള് ചെയ്യുന്ന യജ്ഞം. പക്ഷെ അത് പലരും യമനിയമങ്ങളൊന്നും ആരും പാലിക്കുന്നില്ല, കാരണം അത് ബുദ്ധിമുട്ടാണ്. യമ എന്ന് പറഞ്ഞാൽ അഹിംസ, സത്യം, ബ്രഹ്മചര്യം അതൊക്കെ അനുവർത്തിക്കുക. നിയമ എന്ന് പറഞ്ഞാൽ ശൗചം, പിന്നെ തപസ്യ, ഈശ്വര സറണ്ടർ ചെയ്യുക, അതൊന്നും ആരും വർത്തിക്കുന്നില്ല. കൂടുതൽ അവര് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പ്രാണായാമത്തിലാണ്. പിന്നെ 4ാമത്തെ എന്ന് പറഞ്ഞാൽ സ്വാധ്യായ യജ്ഞം എന്ന് പറഞ്ഞാൽ നമ്മൾ ശാസ്ത്രങ്ങളും ഉപനിഷത്തുക്കളൊക്കെ പഠിക്കുക, വേദം പഠിക്കുക, അതൊക്കെ. ഇതാണ് ഈ 4 യജ്ഞങ്ങള്.
ഇതെല്ലാം നമ്മൾ യജ്ഞങ്ങൾ സാധാരണ ചെയ്യുന്നത് വിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുവാനാണ്. പക്ഷെ നമുക്ക് അതിനേക്കാളെല്ലാം എളുപ്പം ഇതൊക്കെ വളഞ്ഞ വഴിയാണ്. ഇപ്പൊ നമ്മുടെ വീട്ടിലെ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പൊ നമ്മുടെ ലിഫ്റ്റിൽ ഒരു 10ാമത്തെ നിലയിൽ കയറുന്നുണ്ടെങ്കിൽ നമുക്ക് ലിഫ്റ്റും എടുക്കാം, പടി കയറിയും പോവാം. പക്ഷെ എളുപ്പം എന്ന് പറഞ്ഞാൽ ലിഫ്റ്റ് കയറി പോകുന്നതാണ്. അതുപോലെയാണ് കൃഷ്ണാബോധം. ഇതൊന്നും കൂടാണ്ട് നമ്മളെ ഭഗവാനെ ഡയറക്റ്റ് ആയിട്ട് സേവിക്കാം. നമ്മുടെ നാമജപത്തിലൂടെയും ഭഗവാനെ പറ്റി കേൾക്കുക, ഭഗവാനെ പറ്റി പറയുക, ഭഗവത് നാമം ജപിക്കുക, ഭാഗവതം പഠിക്കുക. ഇതിലൂടെയൊക്കെ കൃഷ്ണഭക്തിയിലൂടെ ഭഗവാനെ നേരിട്ട് നമ്മൾ സമീപിക്കുക. അതാണ് ഏറ്റവും ഉചിതമായ മാർഗം എന്ന് പറയുന്നത്. അടുത്ത 29ാമത്തില് കൂടുതലായിട്ട് പറയുന്നത് ശ്വാസ നിയന്ത്രണത്തിലൂടെ എങ്ങനെ നമുക്ക് എങ്ങനെയാണ് നമ്മളത് ആയുസ് നീട്ടുന്ന, അതായത് പറയുന്ന എങ്ങനെ നമുക്ക് ശ്വാസം നിയന്ത്രിച്ച് ആയുസ് നീട്ടാം എന്ന് പറയുന്നു. അവർ ഉദ്ദേശിക്കുന്നത് ആയുസ് നീട്ട് ഭഗവത് സേവനം ചെയ്യുക. പക്ഷേ അതൊക്കെ വളരെ ഈ കലിയുഗത്തിലൊക്കെ വളരെ ബുദ്ധിമുട്ടായ ഒരു കാര്യമാണ്. ഇതിന്റെ നമ്മുടെ പരമമായ ലക്ഷ്യം എന്ന് പറയുന്നത് കൃഷ്ണപ്രേമം നേടുക, അതുപോലെ ആത്മാവിന് കൃഷ്ണഭക്തി കിട്ടുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഭക്തിയോഗം പ്രാക്ടീസ് ചെയ്യുക. ഇപ്പൊ ഇസ്കോണിലാണെങ്കിൽ തന്നെ നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് ഭഗവാനെ ഏത് സമയവും സ്മരിക്കുക, ഭഗവാൻ നാമം ചൊല്ലുക. അതിലൂടെ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് സെൻസ് കൺട്രോൾ ഉണ്ടാവും. ഇതിന്റെയൊക്കെ ലക്ഷ്യം നമ്മുടെ സെൻസിനെ കൺട്രോൾ ചെയ്യുക, മനസ്സിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഈ കൃഷ്ണാബോധം പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സ് ശുദ്ധമാവുന്നു, സെൻസസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നു. അങ്ങനെ നമ്മളൊരു അതീത തലത്തിലേക്ക് നമ്മൾ ഉയർത്തപ്പെടും. പിന്നെ അടുത്തത് 30ാമത്തിൽ പറയുന്നത്, ഇപ്പൊ ഈ നമ്മൾ യജ്ഞങ്ങളെ പറ്റി എല്ലാം പറഞ്ഞു. അതിന്റെയൊക്കെ ഉദ്ദേശം നമ്മുടെ സെൻസസിനെ കൺട്രോൾ ചെയ്യുക, അതുപോലെ തന്നെ മൈൻഡിനെയും കൺട്രോൾ ചെയ്യുക. പിന്നെ പല തപസ്യകളെ പറ്റിയും പറഞ്ഞു. പക്ഷെ നമ്മൾ സാധാരണ പലരും പല ദിവസങ്ങളിൽ പല ഉപാസനകളിൽ ഏർപ്പെടാറുണ്ട്. നമ്മൾ ഭക്ഷണമൊക്കെ ഉപേക്ഷിച്ച് പലതിലും ചെയ്യാറുണ്ട്. പക്ഷെ ആക്ച്വലി നമുക്ക് അതുകൊണ്ടൊന്നും നമ്മുടെ മനസ്സ് ശുദ്ധമാവുകയോ ഹൃദയം ശുദ്ധമാവുകയോ ചെയ്യുന്നില്ല. ഇതൊക്കെ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ ആത്മാവ് എന്ന് പറയുന്നത് ഭഗവാനിൽ നിന്ന് വരുമ്പോൾ നമ്മുടെ ആത്മാവ് വളരെ ശുദ്ധമാണ്. ഈ ഭൗതിക ലോകത്തിലെ നമ്മുടെ ഈ 3 മോഡ്സുമായിട്ട് ചേരുമ്പോഴാണ് നമ്മുടെ ഈ ആത്മാവ് അശുദ്ധമാവുന്നത്. അപ്പൊ നമ്മൾ ചെളിയിൽ വീഴുന്ന ഒരാൾക്ക് ശുദ്ധമാണെങ്കിൽ നമ്മൾ കുളിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ആത്മാവിനെ നമ്മുടെ ഈ അശുദ്ധിയിൽ നിന്ന് നമ്മൾ ശുദ്ധമാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബന്ധനം ഉണ്ടാവാൻ കാരണം എന്താ? നമുക്ക് ഈ അറ്റാച്ച്മെന്റ്, ഓരോന്നിനോടുള്ള അറ്റാച്ച്മെന്റും നമ്മുടെ ആഗ്രഹങ്ങളുമാണ് നമുക്ക് ഈ പ്രകൃതിയുമായിട്ട് നമ്മളെ ബന്ധിപ്പിക്കുന്നത്. അപ്പൊ ഇതിൽ നിന്നെല്ലാം നമുക്ക് മുക്തമാവണം മാത്രമേ നമുക്ക് മോക്ഷം കിട്ടുള്ളൂ. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഹൃദയവും ശുദ്ധവും ഒക്കെ മനസ്സും ഒക്കെ ശുദ്ധമാക്കണം. അതിനുള്ള എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഭഗവാനിലെ നമ്മുടെ മനസ്സിനെ അർപ്പിക്കുക, ഭഗവത് പാദത്തിൽ നമ്മൾ അർപ്പിക്കുക. യോഗീനാം അഭി സർവേശ മദ്ഗതേ അന്തരാത്മ എന്ന് പറയുന്നുണ്ടല്ലോ. കാരണം യോഗികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠം എന്ന് പറയുന്നത് ഭഗവാനിൽ മനസ്സർപ്പിച്ചതാണെന്ന് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. അപ്പോ നമ്മള് കൃഷ്ണഭക്തി ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യും? ആദ്യം നമ്മളെ കൃഷ്ണഭക്തിയിലൂടെ നമ്മുടെ ഹൃദയം ആദ്യം ശുദ്ധമാകും. പിന്നെ നമ്മള് മാത്രമല്ല, നമ്മള് കൃഷ്ണഭക്തി നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഭഗവാനായിട്ട് നേരിട്ട് നമ്മൾ സമ്പർക്കത്തിലാവുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മള് ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലുമ്പോൾ ഹരേ കൃഷ്ണ മഹാമന്ത്രവും ഭഗവാനും രണ്ടല്ല, ഒന്നാണെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഭഗവാനുമായിട്ട് നേരിട്ട് നമുക്ക് സമ്പർക്കത്തിലിടാൻ സാധിക്കുന്നു. അപ്പോൾ നമ്മുടെ പ്യൂരിഫിക്കേഷൻ നമുക്ക് വേഗം സാധിക്കും. ഇപ്പൊ പ്രഹ്ലാദ തന്നെ ഹിരണ്യകശിപു പറഞ്ഞില്ലല്ലോ, 9 വിധ ഭക്തിയിലൂടെ ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, അങ്ങനെ 9 വിധത്തിലുള്ള ഭക്തിയിലൂടെ നമ്മുടെ ഭക്തി നമുക്ക് ഉണ്ടാക്കാം. ഭക്തി വർദ്ധിപ്പിക്കാനും അങ്ങനെ ഭക്തി ഉണ്ടായി ഭക്തി വർദ്ധിക്കുന്നതിലൂടെ നമുക്ക് എന്താ പറ്റും? നമ്മുടെ മനഃശുദ്ധമാവും, ഹൃദയം ശുദ്ധമാവും, നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം കൺട്രോൾ ആവും. അപ്പോൾ നമുക്ക് സുഖവും സമൃദ്ധിയും ഉണ്ടാവും. എന്തുകൊണ്ട്? നമ്മുടെ മനഃശുദ്ധമാവുമ്പോൾ നമ്മുടെ മനോഭാവത്തിന് മാറ്റം വരും. മറ്റുള്ളവരുടെ ഇടപെടലാണെങ്കിലും എന്തിൽ നമുക്ക് മനസ്സിന് മാറ്റം വരുമ്പോൾ നമുക്ക് സുഖം ഉണ്ടാവും, നമ്മുടെ മനസ്സ് തൃപ്തിയും ഉണ്ടാവും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാ യജ്ഞങ്ങളുടെയും ഉദ്ദേശം എന്ന് പറയുന്നത് ഭഗവാനിലേക്ക് യോഗികളൊക്കെ ചെയ്യുന്നത് എന്താണ്? അവരെ യജ്ഞങ്ങൾ നടത്തിയാലും അവരെ ബ്രഹ്മജ്യോതിയിൽ ലയിക്കുന്നുള്ളൂ, ഭഗവാനിലേക്ക് ചെല്ലുന്നില്ല. പക്ഷെ നമ്മുടെ കൃഷ്ണാബോധം പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് മുക്തി മോക്ഷം കിട്ടി ഭഗവാന്റെ ധാമത്തിലേക്ക് തന്നെ എത്തിച്ചേരാൻ സാധിക്കും. അപ്പൊ എപ്പോഴും നമ്മൾ മഹാമന്ത്രം ചൊല്ലുക. എന്തുമാത്രം അത് വളരെ ക്വാളിറ്റിയോടുകൂടി നമ്മളെ കൊണ്ടാവുന്ന പോലെ ക്വാളിറ്റിയോടുകൂടി ചൊല്ലാനായിട്ട് ശ്രമിക്കുക. ഹരേ കൃഷ്ണ. കൃഷ്ണ, താങ്ക് യു മാതാജി, വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഹരിബോൾ. ഹരിബോൾ മാതാജി, ഹരേ നന്നായിരുന്നു. കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വളരെ നന്നായിരുന്നു. ഓക്കെ, ഇനി ഹരിനാമത്തിന്റെ 7ാമത്തെ ശ്ലോകം. ഗർഭസ്ഥനായി ഭുവി. പറയട്ടെ പ്രഭു.
ഹരേ കൃഷ്ണ. ഇപ്പൊ നമ്മൾ ഇപ്പോ ഏഴാമത്തെയാണ് ഞാൻ പറയാൻ പോകുന്നത്. അഞ്ചാമത്തെ മുതൽ നമുക്കറിയാം. അഞ്ചാമത്തെ ശ്ലോകം ഹരി, ആറാമത്തേത് ശ്രീമൂല, അങ്ങനെ ഹരിശ്രീ ഗണപതേ നമ എന്ന് പറയുന്ന ആ ഗണപതി മന്ത്രത്തിന്റെ വാക്കുകൾ കൊണ്ടാണ് ഈ ഹരിനാമ കീർത്തനം. ഇങ്ങനെയുള്ള ശ്ലോകങ്ങളെല്ലാം ബാക്കിയുള്ള 50 അക്ഷരങ്ങൾ കൊണ്ടുമാണ് ബാക്കിയുള്ള എല്ലാ ശ്ലോകങ്ങളുടെയും ആദ്യം തുടങ്ങിയിരിക്കുന്നത്. അതില് ആറാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് നമ്മളെല്ലാം മായയ്ക്ക് അടിമപ്പെട്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഈ ഏഴാമത്തെ ശ്ലോകത്തില് ഈ മായയിൽ നമുക്ക് എങ്ങനെ രക്ഷപ്പെടാമെന്നാണ് പറയുന്നത്. ആ ശ്ലോകം ഞാൻ ചൊല്ലാം. ഗർഭസ്ഥനായി ഭുവി ജനിച്ചും മരിച്ചു മുതകപ്പോളെ പോലെ ജനനാന്ത്യേന നിത്യഗതി തൊൽഭക്തി വർദ്ധനമുദിക്കേണമെൻ മനസ്സി നിത്യം തൊഴായി വരിക നാരായണായ. അതിന്റെ അർത്ഥം ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മുടെയൊക്കെ കർമ്മഫലം അനുസരിച്ചാണ് നമ്മൾ ഓരോ അമ്മയുടെയും ഗർഭത്തില് അങ്കുരിച്ച് പിന്നീട് ജനിച്ച് വെള്ളത്തിലെ കുമിളകൾ പോലെ നമ്മളെ ജീവിച്ച് തീർത്ത് നമ്മുടെ ജന്മത്തിന്റെ അവസാനം, അതായത് മരണസമയത്ത് എന്ത് പറ്റുന്നു, നമുക്ക് ആർക്കും മോക്ഷം കിട്ടുന്നില്ല. അതുകൊണ്ട് മോക്ഷം കിട്ടുന്ന എന്തുകൊണ്ട് വേണം, നമുക്ക് ഭഗവാനിൽ ഭക്തി ഉണ്ടാവണം. ഭക്തി ഉണ്ടാവണമെങ്കിൽ ഭഗവാന്റെ കരുണയും കാരുണ്യം നമുക്ക് ഉണ്ടാവണം. പിന്നെ ഭക്തി വർദ്ധിക്കുകയും ചെയ്യണം. അപ്പോ അങ്ങനെയുള്ള ഭക്തി ഉണ്ടായി ഭക്തി വർദ്ധിക്കാനായിട്ട് ഭഗവാനെ വന്ദിച്ച് മോക്ഷം ലഭിക്കാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടാവണേ നാരായണ എന്നാണ് ഇവിടെ പറയുന്നത്. നമ്മൾ കുറച്ച് വിശദീകരിച്ച് പറയുവാണെങ്കിൽ നമുക്കറിയാം, നമ്മുടെ ചുറ്റും നമ്മൾ കാണുന്നുണ്ട് ഗർഭം ധരിക്കുന്നു, ജനിക്കുന്നു, ജീവിക്കുന്നു, മരിക്കുന്നു. ഇതൊക്കെ നമ്മൾ എപ്പോഴും എന്തും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ. പക്ഷെ ഇതൊരു ജനന മരണ ചക്രമാണിത്. ഇതിനകത്ത് ഈ ഭൗതിക ലോകത്ത് നമുക്കുള്ള ദുഃഖം മാത്രമേ ഉള്ളൂ. ഈ ഇങ്ങനെ ജനിച്ചും മരിച്ചും വീണ്ടും ജനന മരണം ഉണ്ടാവുന്നത് ദുഃഖങ്ങൾ മാത്രമാണ്. കാരണം ഈ മായയിൽ, നമ്മുടെ എല്ലാം മായയിൽ അകപ്പെട്ടിരിക്കുന്നവരാണ്. അപ്പൊ ഇതിൽ നിന്ന് മോചനം നമുക്ക് എങ്ങനെ നേടാം എന്നതിനെ പറ്റി നമ്മൾ ഒരിക്കലും ആലോചിക്കുന്നില്ല. എങ്ങനെ നമുക്ക് മോചനം നേടാം എന്നുള്ളൊരു വഴിയാണ് എഴുത്തച്ഛൻ നമുക്ക് ഇതിലൂടെ പറഞ്ഞു തരുന്നത്. ഇപ്പൊ നമ്മൾ തന്നെ കപില ദേവൻ അമ്മയായ ദേവഭൂതിയോട് പറയുന്നുണ്ട്, ഗർഭത്തിൽ ഒരു കുട്ടി അനുഭവിക്കുന്ന ദുഃഖങ്ങളെല്ലാം പറയുന്നുണ്ട്. ഒരു അമ്മയുടെ ശരീരത്തില് വേറൊരു കുട്ടി ഉണ്ടാവും. അപ്പൊ 2 ശരീരവും 2 ആത്മാവുമാണ്. അപ്പൊ ആ കുട്ടി ആ അമ്മയുടെ വയറ്റിരുന്നു കൊണ്ട് പല ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നുണ്ട്. അതിനകത്ത് ഞെരുങ്ങിയാണ് കഴിയുന്നത്. അതുപോലെ തന്നെ അമ്മ കഴിക്കുന്ന പല ഭക്ഷണങ്ങളും ചൂടുള്ളതും എരിവുള്ളതും കഴിക്കുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുള്ള ആ കുട്ടിക്ക് ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ പല പല ബുദ്ധിമുട്ടുകളും ആ കുട്ടിക്കകത്ത് ഉണ്ടാവുന്നുണ്ട്. ഇതൊക്കെ അനുഭവിക്കുന്ന സമയത്ത് ആ കുട്ടി ഓർക്കും, ഞാനിതെല്ലാം എന്തുകൊണ്ടാണ് അനുഭവിക്കുന്നത്, ഞാൻ കഴിഞ്ഞ ചെയ്ത കർമ്മത്തിന്റെ ആ പാപത്തിന്റെ ഫലം കൊണ്ടാണ് അനുഭവിക്കുന്നത്. അതുകൊണ്ട് ഇനി പുറത്ത് വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഭഗവാനെ സേവിച്ച് ഭഗവത് ഭക്തിയിലൂടെ ഇനി പുറത്ത് വന്ന് അതുപോലെയൊക്കെ ജീവിച്ച് മോക്ഷം നേടണമെന്ന് ആഗ്രഹിക്കും അമ്മയുടെ വയറ്റിയിരിക്കുമ്പോൾ. പക്ഷെ പുറത്ത് വന്നു കഴിഞ്ഞ് ഈ നമ്മുടെ ഈ ത്രിഗുണങ്ങൾക്ക് അധീനത്തിലായി കഴിയുമ്പോൾ, ഈ മായയ്ക്ക് അടിമപ്പെട്ട് കഴിയുമ്പോൾ ഈ കുട്ടി ഇതെല്ലാം മറന്നു പോകുന്നു. അപ്പൊ വീണ്ടും എന്ത് ചെയ്യും, വീണ്ടും പാപങ്ങളെല്ലാം ചെയ്ത് കർമ്മബന്ധനസ്ഥനാവുകയാണ് ചെയ്യുന്നത്. അപ്പോ നമുക്ക് എന്ത് വേണം, ഇനിയൊരു ജന്മം വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ഈശ്വരഭക്തി ഉണ്ടാവണം. ആ ഭക്തി ഉണ്ടാവണം എന്ത് ചെയ്യണം, നമ്മുടെ ഉള്ളിലുള്ള പരമാത്മാവ് വർത്തിക്കുന്ന ആ ഭഗവാനെ നമുക്ക്, ആ ഭഗവാൻ നമ്മുടെ ഉള്ളിലുണ്ട്, ആ ഭഗവാൻ നമ്മളെ തിരിച്ചറിയണം. നമ്മുടെ ചുറ്റുമുള്ള എല്ലാത്തിലും നമ്മൾ ഭഗവാനെ കാണാനായിട്ട് ശ്രമിക്കണം. കാരണം ഭാഗവത്തിലെ പല ഭാഗത്തും പറയുന്നുണ്ട്, മുക്തിക്ക് ആധാരം എന്ന് പറയുന്നത് ഭക്തിയാണ്. ഭക്തിയിൽ കൂടി മാത്രമേ നമുക്ക് മുക്തി കടാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ പ്രഹ്ലാദൻ ഹിരണ്യകശിപുവിനോട് പറയുന്നുണ്ട്, നവവിധ ഭക്തിയെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ ഏത് വിധത്തിലാണെങ്കിലും ശ്രവണം, ഭഗവാനെ പറ്റി കേൾക്കുക, പറയുക, സ്മരിക്കുക, പാദസേവനം, വിഷ്ണു സ്മരണം, സഖ്യം, ദാസ്യം, അങ്ങനെ 9 മാർഗത്തിലൂടെ ഭഗവാനെ നമ്മൾ എപ്പോഴും സേവിക്കുക. അത് മാത്രമേ നമുക്ക് മോക്ഷം തരാനായിട്ട് സാധ്യമാവുകയുള്ളൂ. ഇപ്പൊ നമുക്ക് ഭക്തി ചെയ്യാൻ പല വിധത്തിൽ നമുക്ക് ഭക്തി ചെയ്യാൻ സാധിക്കും. ഇപ്പൊ ഗോപികമാരുടെ പ്രേമഭക്തിയായിരുന്നു. അതേസമയം കംസൻ, ശിശുപാലൻ, ഹിരണ്യാക്ഷൻ, ഹിരണ്യകശിപു അവരൊക്കെ ശത്രുഭാവത്തിലാണ് ഭഗവാനെ ഓർത്തുകൊണ്ടിരുന്നത്. പക്ഷെ ശത്രുഭാവത്തിലാണെങ്കിലും അവരെപ്പോഴും ഭഗവാനെ സ്മരിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഹിരണ്യകശിപുവിനൊക്കെ വൈകുണ്ഠ ലോകമാണ് കിട്ടിയത്. അപ്പോ നമുക്ക് ഭഗവാനിൽ ഭക്തി വർദ്ധിക്കുമ്പോൾ നമുക്ക് എല്ലാത്തിലും ഭഗവാനെ കാണാൻ സാധിക്കും. ഭഗവാന്റെ സ്വരൂപം നമുക്ക് കാണാൻ സാധിക്കും. ഭഗവാന്റെ സാന്നിധ്യവും നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഇത് മാത്രമേ നമുക്ക് മോക്ഷം കിട്ടാനായിട്ട് ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ. അപ്പോ നമുക്ക് ഭക്തി കൂടുമ്പോൾ നമുക്ക് നമ്മുടെ ദേഹത്തോടുള്ള അറ്റാച്ച്മെന്റ് നമുക്ക് കുറയും.
ഭഗവാനോട് നമുക്ക് അനന്യഭക്തി, നിഷ്കാഭക്തി നമുക്ക് ഉണ്ടാവും. അപ്പോൾ അതാണ് നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്, ഭഗവാനെ എന്നെ ഈ മായയിൽ നിന്നും കരകയറ്റണേ. കാരണം ഈ മായ എന്ന് പറയുന്നത് ഭഗവാന്റെ അധീനതയിലാണ്. അപ്പൊ ഈ മായയിൽ നിന്നും കരകയറുന്നുണ്ടെങ്കിൽ ഭഗവാന്റെ ഒരു ആശ്രയം കൊണ്ട് മാത്രമേ നമുക്ക് അതിനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അതിന് ഭഗവാൻ തന്നെ നമുക്ക് കനിയണം. നമുക്കറിയാം ഈ ലോകം എന്ന് പറഞ്ഞാൽ ശാശ്വതമല്ല. അതുകൊണ്ട് ഈ ശാശ്വതമല്ലാത്ത ഈ ലോകത്ത് നമ്മൾ ജനിച്ചും മരിച്ചും കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോ ഇങ്ങനെ ഒരു ലോകത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് ഭഗവാനെ സ്മരിക്കുക, ഭഗവാൻ ഭക്തി ചെയ്യുക. അപ്പോൾ മാത്രമേ ഭഗവാൻ മാത്രമാണ് എനിക്കൊരു ആശ്രയം എന്ന ചിന്ത നമുക്ക് വരികയുള്ളൂ. ഇതിനെല്ലാം ഇങ്ങനെ ചിന്ത ഉണ്ടാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വേണ്ടത് ഭഗവാന്റെ ഒരു അനുഗ്രഹമാണ്. അപ്പൊ അതിനായി ഭഗവാനെ തൊഴാനായിട്ട് എനിക്ക് സാധിക്കണമേ നാരായണ എന്നാണ് ഈ 7ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അടുത്തത് 2ാമത്തേത് 8ാമത്തെ ശ്ലോകം. നത്താരിൽ മാനിനി മണാളൻ പുരാണ പുരുഷൻ ഭക്തവത്സലന അനന്താതിഹീനനിധി ചിത്തത്തിൽ അച്യുത കളിപ്പന്തലിട്ടു വിളയാടിയിടുകൻ മനസ്സി നാരായണായ നമ. അത് പറയുന്നത് നത്താരിൽ മാനിനി. നാന്ന് വെച്ചാൽ രണ്ടർത്ഥമുണ്ട്, ജലം എന്നുമുണ്ട്, ചുവപ്പും എന്നുണ്ട്. നത്താരിൽ മാനിനി എന്ന് വെച്ചാൽ താമരയിൽ, ജലത്തിൽ ഉണ്ടാവുന്ന ആ പുഷ്പത്തിൽ, അതായത് താമരയിൽ ഉണ്ടാവുന്ന മാനിനി, അത് ലക്ഷ്മി ദേവിയാണ്. ആ ലക്ഷ്മി ദേവിയുടെ മണാളൻ എന്ന് വെച്ചാൽ പ്രിയതമൻ. ആ ഭഗവാൻ പുരാണ പുരുഷനാണ് എന്ന് വെച്ചാൽ ഈ സൃഷ്ടിക്കെല്ലാം ആദ്യം മുതലേ ഭഗവാൻ ഉണ്ടായിരുന്നു. ആ ഭഗവാൻ സൃഷ്ടിക്ക് മുൻപ് ഉണ്ടായിരുന്നു, ആദി പുരുഷനാണ്. ആ പുരുഷൻ എങ്ങനെയുള്ളതാണ് ഇവിടെ പറയുന്നത്? ഭക്തവത്സലൻ എന്ന് പറയുന്നത്. ഭക്തവത്സലനാണ്. പിന്നെ അനന്താദി, അനന്തം എന്ന് വെച്ചാൽ അദ്ദേഹം എറ്റേണലാണ്. ആദ്യവുമില്ല അന്ത്യവുമില്ല. അതുപോലെ തന്നെ എപ്പോഴും അദ്ദേഹം എപ്പോഴും ഇറ്റേണലാണ്, എപ്പോഴും ഉള്ള ആളാണ്. അതുപോലെ വീണ്ടും പറയുന്നത് അച്യുതനാണ്, അദ്ദേഹത്തെ ഒരിക്കലും നാശമില്ലാത്തവനാണ്. എന്നും ഒരുപോലെ ഇരിക്കുന്നവനാണ് ഭഗവാൻ. സ്വരൂപത്തിന് യാതൊരു മാറ്റവും ഇല്ലാത്തതാണ്. അപ്പോ ആ ഭഗവാൻ എന്റെ മനസ്സിൽ വിളയാടുക എന്ന്, വിളയാടണേ ഭഗവാനെ എന്നാണ് എന്ന് പറഞ്ഞ് നാരായണനെ നമസ്കരിക്കുന്നു. അപ്പൊ ഈ നത്താരിൽ മാന്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മി ദേവി. ലക്ഷ്മി ദേവി നമുക്കറിയാം അഷ്ടൈശ്വര്യങ്ങളുടെയും ഉറവിടമാണ് ലക്ഷ്മി ദേവി. പക്ഷെ ആ ലക്ഷ്മി ദേവി നമ്മറിയാം ചഞ്ചലയാണ്, ഒരിടത്തും സ്ഥിരമായിട്ടിരിക്കുന്ന ആളാണ് ലക്ഷ്മി ദേവി. ലക്ഷ്മി ദേവി എപ്പോഴും എവിടെ? ഭഗവാന്റെ കൂടെ മാത്രമേ ഇരിക്കുകയുള്ളൂ. ഭഗവാൻ എവിടെയുണ്ടോ അവിടെ ലക്ഷ്മി ദേവി കാണും. അപ്പോൾ നമുക്ക് ലക്ഷ്മി ദേവി എപ്പോഴും നമ്മുടെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഭഗവാനെ നമ്മൾ ആരാധിക്കുക. അപ്പോ നമുക്ക് ലക്ഷ്മി ദേവി നമ്മുടെ കൂട്ടത്തിലിരുന്ന് നമുക്ക് എല്ലാ ഐശ്വര്യങ്ങളും തരും. അതുപോലെ തന്നെ ഭഗവാൻ ആദിപുരുഷനാണ്. പിന്നെ അങ്ങനെയുള്ള ഭഗവാന്റെ ഏറ്റവും വലിയൊരു സവിശേഷത എന്ന് പറയുന്നത് ഭഗവാന്റെ ഭക്തവാത്സല്യമാണ്. നമുക്കറിയാം ആ ഭഗവാനോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, എന്റെ മനസ്സിൽ വന്നിരുന്ന് കളിയാടനേ ഭഗവാനെ എന്ന്. അപ്പൊ ആ പ്രാർത്ഥന എന്തായാലും ഭഗവാൻ കേൾക്കും. കാരണം നമ്മൾ ഭഗവാന്റെ ഭക്തരായതുകൊണ്ട് ഭഗവാൻ ഭക്തരോട് വളരെ കാരുണ്യമുള്ള ഒരാളാണ്. ഭഗവാൻ ഭക്തർക്ക് വേണ്ടി എന്തും ചെയ്യും. നമുക്ക് എന്താ പറയാ, അർജുന്റെ സാരഥിയായിട്ട് അർജുന്റെ കുതിരയെ വരെ ഭഗവാൻ കുളിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മഹാബലിക്ക് കാവൽക്കാരനായിട്ട് വാമനായിട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ അംബരീഷിനെ സംരക്ഷിക്കാനായിട്ട് ഭഗവാൻ സുദർശനചക്രം അയച്ച് രക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ ഗോപന്മാർക്ക് വേണ്ടിയിട്ട് കാട്ടുതീ വരെ ഭക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെ ഭീഷ്മർക്ക് വേണ്ടിയിട്ട് ഭഗവാന്റെ ശപഥം പോലും ഭഗവാൻ മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ഭക്തർക്ക് വേണ്ടിയിട്ട് ഭക്തർ എന്തും ചെയ്യാൻ താല്പര്യമുള്ള ആളാണ് ഭഗവാൻ. അപ്പോ നമ്മള് ഭക്തിയോട് ഭഗവാനോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിലെ കളിപ്പന്തിലിട്ട മനസ്സിൽ ഭഗവാൻ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൽ ഉണ്ടാവും. അഹം ഭക്ത പരാധീന എന്നാണ് പറയുന്നത്. കാരണം ഭക്തപരാധീനാണ് ഭഗവാൻ. ഭക്തർക്ക് എപ്പോഴും ഭഗവാന്റെ കാരുണ്യം ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈ ഭഗവാന്റെ ഭക്തി ഉണ്ടാവണമെങ്കിലും ഭക്തി വർദ്ധിക്കണമെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭഗവാന്റെ കാരുണ്യം വേണം. ആ കാരുണ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് കിട്ടുകയുള്ളൂ. അപ്പം ഭഗവാനെ അതുപോലെ നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്ക് ഭഗവാനെ കിട്ടും. ഭഗവാൻ സർവ്വവ്യാപിയാണ്. വിഷ്ണു എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുന്നത്? വിഷ്ണു എന്ന് പറഞ്ഞാൽ സർവ്വവ്യാപിയാണ്. അപ്പോ നമ്മുടെ മനസ്സിൽ നമ്മുടെ ഉള്ളിലെ പരമാത്മാവായിട്ട് ചെയ്യുന്ന ആ ഭഗവാനെ നമ്മൾ തിരിച്ചറിഞ്ഞ് എപ്പോഴും സദാ ഭഗവാനെ നമ്മൾ സ്മരിച്ചുകൊണ്ടിരുന്നാൽ ഭഗവാൻ നമ്മുടെ മനസ്സിൽ നിന്നും ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് ഭഗവാൻ പോയില്ല. അതുപോലെ
ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മളെ ഒരു നമ്മൾ ചക്ക മുറിക്കുമ്പോൾ എണ്ണ പുരട്ടിയിട്ട് നമ്മൾ ചക്കയിൽ തൊടുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ നമുക്ക് പശ പിടിക്കില്ല. അതുപോലെ ഈ നമ്മള് ഈ ഭൗതിക കാര്യങ്ങൾ ഭഗവത് സ്മരണയാകുന്ന ആ എണ്ണ കൊണ്ട് നമ്മൾ ഈ ഭൗതിക കാര്യങ്ങൾ നമ്മൾ ഇടപെടുകയാണ് എങ്കിൽ നമുക്ക് രാഗം ദ്വേഷം എന്ന് വെച്ചാൽ ഒന്നിനോടും കൂടുതൽ അറ്റാച്ച്മെന്റോ ഒരു ദ്വേഷമോ നമുക്ക് ഉണ്ടാവില്ല. അപ്പോ അങ്ങനെയുള്ള ഭഗവാനെ നമ്മൾ എപ്പോഴും സ്മരിക്കുക. ഭഗവാൻ കാലത്തിനും ദേശത്തിനും ഒക്കെ അതീതനാണ്. അത് നമ്മൾ നാരായണത്തിലും പറയുന്നുണ്ട്. അങ്ങനെ അച്യുതനായ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്, ഭഗവാനെ എന്റെ ചിത്തത്തിൽ എപ്പോഴും കളിയാടുന്നേ, അതിനെ എന്നെ അനുഗ്രഹിക്കണേ നാരായണ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഒരുപാട് സന്തോഷം മാതാജി, വളരെ നന്നായി എടുത്തു. അറിയാമല്ല പ്രഭു. ഹരേ കൃഷ്ണ മാതാജി, വളരെ ഇതാണ് അറിയാൻ മേലാത്ത മാതാജി. അത് കഴിഞ്ഞ് ജ്ഞാനപ്പാനിയും കൂടി പറയിപ്പിക്കും പ്രഭു മാതാജിയെ കൊണ്ട്. ഹരിനാമകീർത്തനം കഴിയട്ടെ. ഓക്കെ. അപ്പൊ ഇനി അടുത്ത ആഴ്ചയിൽ ആരാണ് പറയുന്നത്? ആരാണ് അടുത്ത ആഴ്ചയില് ഹരിനാമകീർത്തനം? അടുത്ത ഇപ്പൊ 7 വട്ടമാണ്, 9ഉം 10ഉം. രതിദേവി മാതാജി പറയാമോ? എന്തോ 9ഉം 10ഉം ഹരിനാമകീർത്തനത്തിന്റെ. ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ ഇത് എപ്പോഴും എടുത്തിട്ട് എല്ലാവർക്കും ബോറാകും, അതുകൊണ്ടൊരു വ്യത്യസ്തമായ ഒരാളെ എടുക്കട്ടെ എന്ന് വിചാരിച്ചു. കണ്ടില്ലേ ഇപ്പൊ എന്തുമാത്രം എല്ലാവരും ഇരുന്നു കേട്ടു അല്ലെ? അല്ലെങ്കിൽ ഈ സമയമാകുമ്പോൾ 2-3 പേരെ കാണുള്ളൂ അവസാനം ഇരുന്ന സമയമാകുമ്പോൾ. ഇത്രയും പേര് കേട്ടിരുന്നു. മാതാജിക്ക് ഒരുപാട് താങ്ക്സ്. ഇതുപോലെ ഇനിയും മാതാജിക്ക് ക്ലാസ് ഒക്കെ ഉണ്ടല്ലേ? ഫിസിക്കൽ തുടങ്ങിയാൽ സാധിക്കത്തില്ല അല്ലേ? മ്യൂട്ടാ മാതാജി. എനിക്ക് പ്രസാദം ഉണ്ടാക്കണം പ്രഭു. എല്ലാ ആഴ്ച ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പോകാറുണ്ട്, എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ട് പോകും. അപ്പം ഉച്ച കഴിഞ്ഞാൽ കുറച്ച് അപ്പൊ ഫിസിക്കൽ ഇല്ലാത്ത ദിവസം പറയുക, മാതാജി എടുക്കുക. ഇനി രതിദേവി മാതാജി തയ്യാറായിക്കൊണ്ട് പോരുക. 2 ശ്ലോകം 7 വട്ടമാണ് ഇന്ന് എടുത്ത 9ഉം 10ഉം. മാതാജി നോക്കുക. അതുപോലെ ഓരോരുത്തരും ഓരോ ദിവസം. പിന്നീട് രാധിക മാതാജി, പിന്നെ നമുക്ക് സബിതാ മാതാജി ഉണ്ട്, ശാന്തകുമാരി മാതാജി ഉണ്ട്, കൃഷ്ണകുമാരി മാതാജി ഉണ്ട്. എല്ലാവരും വളരെ നമ്മള് നാട്ടിൻപുറത്ത് നമ്മൾ ജനിച്ചപ്പോൾ മുതൽ കേട്ട് വന്നിരിക്കുന്നതല്ലേ. അപ്പൊ അതെന്താണെന്ന് മനസ്സിലാക്കാൻ വളരെ സിമ്പിൾ ആയിട്ട് നമുക്കത് പറയാനായിട്ട് പറ്റും. അതിന്റെയൊക്കെ അർത്ഥസഹിതമുള്ള ജി ബാലകൃഷ്ണൻ നായരുടെ ആ ഒരു ഇതുണ്ടല്ലോ, അർത്ഥമുള്ള ബുക്കില്ല പ്രഭു, അർത്ഥമുള്ള ബുക്കില്ല എന്റെ അടുത്ത്. ഞാനത് ഫോട്ടോ എടുത്ത് അയച്ചു തരാം. ഞാൻ മാതാജിക്ക് അയച്ചു കൊടുത്താണ് ഫോട്ടോ എടുത്ത്. ഞാൻ അയച്ചു തരാം. പക്ഷെ അതിലൊക്കെ ഒന്നും ഒത്തിരി ടഫാ പ്രഭു, ഞാനത് എടുത്തില്ല. അത് ടഫാ, കുറച്ച് ടഫാണത്. ഞാൻ അത് കാരണം അതിൽ നിന്ന് ഞാൻ എടുക്കാറില്ല. ഞാൻ എടുക്കുമ്പോൾ ഞാനായിട്ട് അത് മനസ്സിലാക്കിയ കാര്യങ്ങൾ അങ്ങ് പറയുന്നതേ ഉള്ളൂ, അത് ഫോളോ ചെയ്യാറില്ല. അതെ മാതാജി ഇപ്പൊ പറഞ്ഞില്ലേ ഭഗവാന്റെ ഭക്തവാത്സല്യം. നമ്മളെ നാരായണീയത്തിലും മേൽപ്പത്തൂരും പൂന്താനം തമ്മിലുള്ള അതിലും കൂടി പറയുന്നില്ലേ, നിന്റെ വിഭക്തിയേക്കാൾ നിന്റെ അറിവിനേക്കാളും എനിക്ക് പൂന്താനത്തിന്റെ ഭക്തിയാണ് ഇഷ്ടം. വിഭക്തി എന്ന് പറഞ്ഞാൽ വേറൊരു ലെവലാണ്. അതിനേക്കാളും എനിക്ക് ഇഷ്ടം പൂന്താനത്തിന്റെ ഭക്തിയാണെന്ന് പറഞ്ഞു. മേൽപ്പത്തൂര് വിഭക്തി പ്രാക്ടീസ് ചെയ്തോണ്ടിരുന്ന ആളാണ്. ജ്ഞാനമുണ്ട്. എന്നാലും മേൽപ്പത്തൂരും ഭഗവാന്റെ വലിയ ഭക്തൻ തന്നെയാണ്. നാരായണീയം അദ്ദേഹമാണല്ലോ മുഴുവൻ. ഭഗവാനെ 100ാമത്തെ ദശകത്തില് ഭഗവാന്റെ ഫുൾ ഇത് കണ്ടില്ലേ ഭഗവാന്റെ. ഭഗവാൻ എല്ലാം തലകുലുക്കി സമ്മതിക്കുന്നുണ്ടായിരുന്നു ഗുരുവായൂരപ്പൻ അവിടെ ഇരുന്ന്. അതെ, ഓരോ ദശകം കഴിയുമ്പോഴും ഓരോ ദശകം കഴിയുമ്പോഴും ചോദിക്കുന്നു, അപ്പൊ മേൽപ്പത്തൂർ എഴുതിക്കോ ശരി തന്നെ പറഞ്ഞിട്ട് ഭഗവാൻ അവിടുന്ന് പറയും ഉള്ളുന്ന് ശ്രീകോവിലിന് സാക്ഷ്യപ്പെടുത്തുന്നുണ്ടായിരുന്നു. ഭഗവാൻ സാക്ഷ്യപ്പെടുത്തിയതാണ് ഓരോ ശ്ലോകങ്ങളും. തലകുലുക്കി നീ ഇന്ന ആൾക്കാരോട് ഇന്ന പോലെയൊക്കെ ചെയ്തു, ഇന്ന ആൾക്കാരോട് ഇതുപോലെയൊക്കെ ചെയ്തു, ശരിയല്ലേ എന്ന് ചോദിക്കുമ്പോ ഭഗവാൻ അവിടെ ഇരുന്ന് ഓരോന്നിനും തലകുലുക്കി സമ്മതിക്കുന്നുണ്ടായിരുന്നു ഭഗവാൻ. അപ്പൊ അത്രയ്ക്ക് സാക്ഷ്യപ്പെടുത്തിയതാണ്. ഈ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് അത്ര ഇങ്ങനെ ചോദിച്ചത് എന്താ ചെയ്യേണ്ടതെന്ന് വാതരോഗം മാറാൻ. അപ്പൊ എഴുത്തച്ഛൻ പറഞ്ഞു അത്ര മീൻ തൊട്ട് കൂട്ടാൻ. അപ്പൊ മേൽപ്പത്തൂരിന് മനസ്സിലായി എന്താ മീൻ തൊട്ട് കൂട്ടാന്ന്. ഒരു ബ്രാഹ്മണനോട് എന്താ മീൻ തൊട്ട് കൂട്ടാ പറഞ്ഞ മത്സ്യാവതാരം തൊട്ടിട്ട് എഴുതിക്കോളാൻ പറഞ്ഞു. അതെ, എഴുത്തച്ഛനാണ് പറഞ്ഞു കൊടുത്തത്. എഴുത്തച്ഛന്റെ അടുക്കൽ വിട്ടിരുന്നു. അപ്പൊ അങ്ങനെ നമ്മള് ഹരിനാമകീർത്തനം ഇന്ന് കണ്ടു. അപ്പൊ രതിദേവി മാതാജി 2 ശ്ലോകം നോക്കിക്കൊണ്ട് വരിക. വളരെ എളുപ്പമാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി, പറഞ്ഞു തരാം. അത് കഴിഞ്ഞ് രാധിക മാതാജി നോക്കുക. ശശീല മാതാജി നന്നായി എടുത്തു മാതാജി. വളരെ നന്നായിട്ട് എടുത്തു മാതാജി. എനിക്ക് ഭഗവത്ഗീത ഇടയ്ക്ക് മാതാജിക്ക് എടുത്തുകൂടെ മാതാജി? ഞാൻ എല്ലായ്പ്പോഴും പറഞ്ഞു ആൾക്കാർക്കൊക്കെ ബോറിംഗ് ആണ് എന്റെ ഇത് കേട്ട് കുറെ വർഷങ്ങളായില്ലേ ഇവരൊക്കെ കേൾക്കാൻ.
ബോറൊന്നുമില്ല പ്രഭു, ബോറൊന്നും എത്ര വർഷം ബോറൊന്നുമില്ല. കേൾക്കുന്നു. അതെ അതെ, എത്ര വർഷമായി കേൾക്കുന്നു. അല്ല, പ്രഭു അത് എന്താ ഒരു അറിവുണ്ട് ചേഞ്ച് ഇവിടെ. പ്രഭു? എല്ലാവർക്കും ഒരു മാറ്റം ആഗ്രഹിക്കുന്നവരല്ലേ? എല്ലാവർക്കും ഒരു മാറ്റം അല്ല, ആഗ്രഹിക്കുന്നവരുണ്ട്. ശശികല മാതാജിക്ക് ക്ലാസ് എടുക്കാനുള്ള കഴിവുണ്ട് പ്രഭു. അതൊന്ന് നമുക്ക് അയ്യോ മനസ്സിലാക്കാം. അയ്യോ മനസ്സിലായില്ല. അത് ഇതുവരെ അത് എടുത്തിട്ടില്ല ഉറപ്പില്ല. പ്രഭു. ഞാനും മാതാജിയുടെ ക്ലാസ്സിൽ ഒരു വിദ്യാർത്ഥിയാകാൻ ആഗ്രഹിക്കുന്നു. മാതാജിയുടെ ആ ഒരു അയ്യോ സമ്മറി കേട്ടപ്പോൾ തന്നെ അത്രയൊന്നും അറിയില്ല പ്രഭു. ആ ഇത്രയും മതി മാതാജി, ഇത് ധാരാളം മതി. ഞാൻ ഇതൊന്നും അറിയാതെയല്ലേ, ഞാൻ ആ സമയത്ത് സരസ്വതി ദേവി നാവിൽ വന്ന് അങ്ങ് പറയുകയാണ്. ഞാനിത് പ്രിപ്പയർ ചെയ്തിട്ടൊന്നും വരുന്നതല്ല. അപ്പൊ അങ്ങ് പറഞ്ഞു പോകുന്നതാണ്. അപ്പൊ മാതാജി അത് വളരെ നന്നായിട്ട് പറയുന്നുണ്ട്, വളരെ ആധികാരികമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ മാതാജിക്ക് തീർച്ചയായിട്ടും എടുക്കാൻ പറ്റും. ഞങ്ങളൊക്കെ അല്ലേ ഉള്ളൂ ഇവിടെ, മാതാജിമാരേ ഉള്ളൂ ഇവിടെ. വേറെ ആരും ജഡ്ജ് ചെയ്യാനായിട്ടൊന്നും ഇല്ല. മാതാജിക്ക് ഇടയ്ക്ക് ഭഗവത്ഗീതയും എടുക്കാനായിട്ട് ഞാൻ 2-3 ശ്ലോകങ്ങൾ തരാം. അപ്പൊ നോക്കി വരും, ഒരു പ്രാവശ്യം നമുക്ക് നോക്കാം. അത് മാതാജി എടുത്ത് ഒത്തില്ലെങ്കിൽ നമ്മൾ എല്ലാവരും കൂടെ മാതാജിയെ മാറ്റിയാൽ മതിയല്ലോ, അല്ലേ രാധിക മാതാജി? മാതാജിക്ക് സാധിക്കും പ്രഭു, സാധിക്കും. മാതാജിക്ക് സാധിക്കും. ഇല്ല, മാതാജി എടുത്തിട്ട് ഒത്തില്ല, മാതാജിക്കാരനാണ്. ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല, ഞങ്ങൾ തീർച്ചയായിട്ടും മാതാജിയോട് പറയും, മാതാജി എടുത്ത് ഒത്തില്ല, ഇനി തൊട്ട് നമ്മൾ വേറെ ആളെ നോക്കിക്കോളാം. അതുകൊണ്ട് ആ കാര്യത്തിൽ ഇടയ്ക്ക് പേടിക്കണ്ട. പ്രഭുവിന് അല്ലേ, പ്രഭു പാവം നമ്മളോടൊക്കെ ചോദിക്കും. നമ്മൾ ആരും മിണ്ടാത്തോണ്ട് പ്രഭുവിനൊരു റെസ്റ്റ്, മാതാജി വന്ന് എടുക്കുമ്പോ പ്രഭുവിനൊരു റെസ്റ്റ് ആവും. അതെ, ഞാൻ ഇവരെ കൊണ്ടൊക്കെ നേരത്തെ എടുപ്പിച്ചുകൊണ്ടിരുന്നതാണ്, ഓരോരുത്തരെ കൊണ്ടും. ഇത് കഴിഞ്ഞ് പിന്നെ ആൾക്കാർ ക്ലാസ്സിൽ നിന്ന് വിട്ടുപോകാനേ തുടങ്ങി, ക്ലാസ് എടുപ്പിക്കാന്ന് വെച്ചിട്ട്. പിന്നെ ചിലർക്കൊക്കെ ഭയങ്കര ഒരു ദേഷ്യവും, അങ്ങനെ ക്ലാസ്സിൽ നിന്ന് വിട്ടുപോകാനൊക്കെ തുടങ്ങിയാറ. ഞാൻ ഇന്ന് വേണ്ടാന്ന് വിചാരിച്ചിട്ടും ഇങ്ങനെ കാര്യം എല്ലാവരും ഒരേ രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് വരണമെന്നാണ് ഈ ആചാര്യന്മാരുടെ എല്ലാം ആഗ്രഹിക്കുന്നത്, അല്ലെ? എല്ലാവരും പ്രീച്ചേഴ്സ് ആകണമെന്ന്. അപ്പൊ അത് തന്നെ ഞാനും ഇംപ്ലിമെന്റ് ചെയ്തപ്പം വളരെ ബുദ്ധിമുട്ടുണ്ടായി. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങ് വിട്ട് കളഞ്ഞതാണ്. അപ്പൊ എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് വരണം കൃഷ്ണാവബോധം മുന്നോട്ട്. നമ്മൾക്കൊരു 10 പേരെ ഇവിടെ പറഞ്ഞു കൊടുക്കാണ്ട് സാധിക്കണം. ഭഗവാന്റെ കാര്യം പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാർ ഭഗവാന് ഭയങ്കര പ്രിയമാണെന്ന് നമ്മൾ ഭഗവത്ഗീതയിൽ 18-ാമത്തെ അധ്യായത്തിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ആ പ്രീതി കിട്ടാൻ വേണ്ടിയിട്ടല്ലെങ്കിലും മറ്റൊരാളെ നമ്മൾ അപ്ലിഫ്റ്റ് ചെയ്യാണ്. അതായത് ഈ സംസാര സാഗരത്തിൽ മുങ്ങി താന്നുകൊണ്ടിരിക്കുന്ന ഒരാളെ നമ്മൾ ഭഗവാന്റെ കാര്യം പറഞ്ഞ് അവരെ ഈ ഇതിൽ നിന്ന് ഒരുപാട് ജന്മജന്മങ്ങൾ അവർക്ക് ജനിക്കാനായിട്ട് ഇരിക്കുകയാണ്, അല്ലെ? അപ്പൊ അവരെ അതിൽ നിന്ന് ആ ഒരു കാലയളവ് നമ്മൾ കുറച്ചു കൊടുക്കുന്നത് നമ്മൾ ചില്ലറ കാര്യമൊന്നും അല്ല ചെയ്യുന്നത്. ഒരാൾക്ക് ഭഗവാന്റെ കാര്യം പറഞ്ഞു കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മുജ്ജന്മങ്ങളിലുള്ള സുകൃതിയാണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ അതിനൊരു അവസരം കിട്ടിയ മിക്കവർക്കും അവസരം ഇല്ല. മിക്കവർക്കും അവസരം എന്ന് പറഞ്ഞാൽ കിട്ടത്തില്ല. അപ്പൊ നമുക്കിങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, ആരും ജഡ്ജ് ചെയ്യത്തില്ല, ആരും ക്രൂശിലേറ്റത്തുമില്ല. അപ്പം എന്ത് ഇതുണ്ടെങ്കിലും നമ്മൾ പരസ്പരം പരിഹരിക്കും. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമില് ചെയ്യാൻ പറ്റുവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ നല്ല കാര്യമായിരിക്കും എന്നാണ് അഭിപ്രായം. മാതാജി മാറി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും മാറി നിൽക്കുക, മുന്നോട്ട് തന്നെ വരിക. ഞാൻ ഒരു ക്ലാസ്സിൽ മാതാജി ഫ്രീ ആയിട്ടുള്ള ഒരു ക്ലാസ്സിൽ വേറെ സേവയൊന്നും ഇല്ലാത്ത സമയത്ത് പറയാം, ഭഗവത്ഗീത തന്നെ എടുത്തു നോക്ക്, ഒരു 2-3 ശ്ലോകം. ഇനി അടുത്ത ആഴ്ച ഓൺലൈൻ മാതാജി ഫിസിക്കൽ ക്ലാസ് ഇല്ല എങ്കിൽ അടുത്ത ആഴ്ചത്തെ ക്ലാസ് മാതാജി എടുക്കാം. അടുത്ത ആഴ്ച ഇല്ല എങ്കിൽ അടുത്ത ആഴ്ച ഉണ്ടോന്ന് അറിയില്ല പ്രഭു. അതെ, ചിലപ്പം മിക്കവാറും ഇതേ സ്ഥിതി തുടരുവാണെന്നുണ്ടെങ്കിൽ ഓൺലൈനേ കാണുള്ളൂ. കാര്യം നമുക്ക് കർശനമായിട്ട് നിർദ്ദേശം ഉണ്ടല്ലോ, ഓൺലൈനേ പാടുള്ളൂ, ഫിസിക്കല് പറ്റില്ല എന്ന്. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് അറിയാം, നമ്മുടെ കൂടെയുള്ള ജ്ഞാനാംബിക മാതാജി എക്സിറ്റ് ആയി, മാതാജിയും ഒക്കെ വൃന്ദാവനത്തിൽ പോവുകയാണ്. അപ്പൊ അങ്ങനെ നമുക്ക് എല്ലാ വൈഷ്ണവർക്കും വേണ്ടി വൃന്ദാവനത്തിൽ പോകുന്ന ജ്ഞാനാംബിക മാതാജിക്ക് ഉണ്ടൊക്കെ നമുക്ക് 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. സദാ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. അപ്പം വൃന്ദാവനത്തിൽ ചെന്ന് വൃന്ദാവന രസം നുകരാനായിട്ട് സാധിക്കട്ടെ മാതാജിക്ക്. മാതാജി പോയി ഇത്രയും നേരം നോക്കിയിരുന്നു. നമ്മള് ക്ലാസ് താമസിച്ചു പോയതിലും എല്ലാവരും ക്ഷമിക്കുക, തീരാനായിട്ട് താമസിച്ചു പോയി. കാര്യം ഒരുപാട് ടോപ്പിക്ക് ആർക്കും ബോറടിച്ചിട്ടില്ല, ആരും എന്നോട് ദേഷ്യപ്പെടില്ല എന്ന് വിചാരിക്കുന്നു. കാര്യം സമയം നീണ്ടുപോകുന്നെന്ന് പലർക്കും പരാതി ഉള്ളവരാണ്. ഞാൻ കൃത്യം 1.5 മണിക്കൂറാകുമ്പോൾ നിർത്തുമായിരുന്നു. ഇപ്പൊ ഹരിനാമ കീർത്തനത്തിന്റെ പല ശ്ലോകങ്ങളിൽ നമ്മൾ കോട്ട് ചെയ്യുന്നതുകൊണ്ട് ഹരിനാമ കീർത്തനം അങ്ങ് എടുത്താൽ എന്താണ് എന്ന് എനിക്ക് തോന്നി. കാര്യം നമ്മള് നാട്ടിൻപുറത്ത് എല്ലാം ഇങ്ങനെ കേട്ട് ജനിച്ചപ്പം മുതൽ കേട്ട് വരുന്നതാണ്, പക്ഷെ അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയത്തില്ല. അപ്പൊ അങ്ങനെ വന്ന സ്ഥിതിക്ക് അർത്ഥം പറഞ്ഞ് ജസ്റ്റ് ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. ആ കൂടെ തന്നെ പല ശ്ലോകങ്ങളും ഞാൻ ഇവിടെ കോട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ അങ്ങ് പോയതാണ്. അപ്പൊ അത് എന്തായാലും നല്ലതായിട്ട് തോന്നി. അപ്പൊ നിങ്ങള് തുടർന്ന് സഹകരിക്കുകയാണെങ്കിൽ നമുക്ക് ഹരിനാമകീർത്തനം, ജ്ഞാനപാന, നാരായണീയം ഒക്കെ തന്നെ ഇടയ്ക്കിടയ്ക്ക് 1-2 ശ്ലോകങ്ങൾ വീതം എടുത്തങ്ങ് പോകാം. ഭഗവത്ഗീത തീരുന്നതോടൊപ്പം അതും തീർന്നുള്ളൂ.
പതുക്കെ. നാരായണീയം വലിയൊരു ടോപ്പിക്കാണ്. എനിക്ക് ഒന്നും അറിയാൻ പറ്റില്ല. ഞാൻ ഇതുവരെ വായിച്ചിട്ടില്ലാത്തതാണ്. ആഗ്രഹങ്ങളൊക്കെ തോന്നിയിട്ടുണ്ട്, പക്ഷെ നടന്നിട്ടില്ല ഇതുവരെ. ഹരേ കൃഷ്ണ. അപ്പം എന്തായാലും മാതാജിക്ക് അറിയാവുന്ന ഒരു മാതാജിയാണല്ലോ ഇവിടെ ഒരു സാക്ഷിയൊക്കെ ഇട്ടിട്ടുണ്ട്. നാരായണീയം വായിച്ചിട്ട് അവരുടെ ഒരു ഓപ്പറേഷൻ ചെയ്യേണ്ട ഞാൻ ഒരു വായിച്ചായിരുന്നു. കേസായിരുന്നു. അതെ ഇവിടെ എനിക്ക് തോന്നുന്നു RRD പ്രഭുവിന്റെ സത്സംഗത്തിൽ വരുന്നതാന്ന് തോന്നുന്നു അല്ലേ? അതെ അവർക്ക് അതെ സർജറി അതെ ഒന്നും അതെ ഇല്ലാതെ തന്നെ അത് പിന്നീട് സ്കാൻ ചെയ്തപ്പോഴത്തേനും ഓപ്പറേഷൻ ചെയ്യണ്ട എന്ന് ഡോക്ടർ പറഞ്ഞു. അതെ ക്യാൻസർ എന്തോ ആയിരുന്നു. ക്യാൻസർ ആയിരുന്നല്ലേ? അപ്പം നാരായണി എന്ന് പറഞ്ഞാൽ മെയിൻലി അതിന്റെ ഒരു നമ്മൾ ഫലത്തിന് വേണ്ടിയിട്ടല്ല എങ്കിലും അസുഖങ്ങളിൽ ഭയങ്കരമായിട്ട് ഇത് ചെയ്തിരിക്കുന്ന ആൾക്കാരെ നാരായണീയം 100 ദശകവും വായിച്ച് കഴിഞ്ഞ് സമർപ്പിച്ച് ഗുരുവായൂരിൽ നിന്ന് സമർപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊരു നല്ല സമർപ്പിച്ചു പ്രഭു അവിടെ അതെ അല്ലേ? ഗുരുവായൂരില്. ഹരേ കൃഷ്ണ. സമർപ്പിച്ചോ വലിയ മാതാജി? ഭാഗ്യമാണ്. സമർപ്പിച്ചു ആഹാ. പഠിച്ചിട്ട്. എന്തായാലും വലിയൊരു ഭാഗ്യമാണ് അതൊക്കെ. അപ്പൊ ഞാനതിനി എന്നാണ് ഏത് വലിയ ജന്മത്തിലാണ് ഭാഗ്യം. എനിക്ക് അവസരം കിട്ടുന്നതെന്ന് അറിയില്ല. നോക്കാം. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരൂപശ്ച കൃപാസന്ധി ഭയവച്ച പദാന പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവന്തി കീ ജയ്. അനന്തകോടി ആചാരവന്തി കീ ജയ്. ഹരേ കൃഷ്ണ.